നല്ല അടിപൊളി ബോർഡർ ഒക്കെ ആയിട്ട് റിച്ച് പല്ലു ഒക്കെ ആയിട്ട് കളർ ഏത് മലയാളി കണ്ടാലും അപ്പ പിടിക്കും. ഇത്രയും വലിയൊരു സ്പേസിൽ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഇപ്പൊ ഈ കാണിച്ചോണ്ടിരിക്കണത് മൊത്തം. അടിപൊളി സാരി അത് കോട്ടൺ അല്ലേ? കോട്ടൺ ആണ്. കളക്ഷനിലും മോശമില്ല, നമ്മളെ ടേസ്റ്റിന് കണക്കായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതും നമുക്കൊരു കോൺട്രാസ്റ്റിൽ വരുന്നതാണ്. ചാർക്കോളിൽ അതും ബോർഡർലെസ്സിൽ വരുന്ന ഒരു കളക്ഷൻ. വിശാലമായിട്ടുള്ള ഒരു സ്പേസ് കോൺട്രാസ്റ്റിലാണ് വരുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ്. ഇവിടുന്ന് കൂടുതൽ പർച്ചേസ് ചെയ്തു. 6XL വരെ അവൈലബിൾ ആണ്. ഞങ്ങൾ മിതമായ വളരെ കുറഞ്ഞ റേറ്റിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിഥി ബ്രാൻഡും ഇവരുടെ ഓൺ ബ്രാൻഡ്. കുട്ടികൾക്കുണ്ടോ ബാക്കിൽ ഫ്രണ്ടിൽ പ്രിന്റ്? കുട്ടികളാണ് വലിയവരെക്കാട്ടും തൊല്ലുണ്ടാക്കുന്നത്. കള്ളിയും കൂടെ ഉണ്ട്, പോളിക്കോട്ടൻ കള്ളി. ബോഡി ഫുള്ള് വർക്കാണ്. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? എറണാകുളത്ത് നമുക്ക് ഇഷ്ടംപോലെ സാരി കൊടുക്കാം. ഷീ വോഗ് ഇവരുടെ ഓൺ ബ്രാൻഡ് കേട്ടോ. ഇതും ഇവിടുത്തെ ബ്ലൗസാ. ഇത് ചന്തേരി കോട്ടൺ ആണ്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ്. ക്വാളിറ്റി നല്ല ക്വാളിറ്റി. പിന്നെ ഞാൻ എല്ലാ ഐറ്റവും എടുക്കുന്നുണ്ട്. പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. അതെ. ഇതിലെന്താ പേര്? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല പർപ്പസിന് പോകണമായിട്ടാണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടേ വാസ്കോഡമ്മ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയ സ്ഥലം എവിടെയാണെന്നറിയോ? നമ്മുടെ കോഴിക്കോട്. അങ്ങനെ പാരമ്പര്യം കൈമാറി വന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ ഈ ഒരു കോഴിക്കോട് മാർക്കറ്റ്. അവിടുത്തെ നല്ലൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നല്ല കളക്ഷൻസ്, നല്ല വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക്. യെസ്, SV ഗ്രൂപ്പ് സാരീസ്, റെഡിമെയ്ഡ്സ്. അവർക്ക് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ സാരീസും അതുപോലെ തന്നെ കിഡ്സിൻ്റെയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ റെഡിമെയ്ഡിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. ഇനി കോഴിക്കോട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് തന്നെയാണ്. വന്ന് കാണാൻ വേണം കേട്ടോ. ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സെഞ്ച്വറി പാർക്കാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് സെഞ്ച്വറി കോംപ്ലക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ട്രെയിൻ ത്രൂ വരാണെങ്കിൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ബസ് ത്രൂ പ്രൈവറ്റ് ബസ്സൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഇതാ ഇവിടെ ന്യൂ ബസ് സ്റ്റാൻഡ് ആണ് ഈ കാണുന്നത്. ജസ്റ്റ് 10 അടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കോട് മാർക്കറ്റിലെത്തി. അപ്പോൾ കോഴിക്കോട് മാർക്കറ്റ് വിശാലമായിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ വിശാലമായിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് നമുക്ക് സെഞ്ച്വറി പാർക്കിലേക്ക് കയറിയില്ല. SV ഗ്രൂപ്പ് പോവാം. ഇതാണ് ഇവരുടെ മെയിൻ എൻട്രൻസ്. യെസ്, SV. എല്ലാവരും എന്നെ നോക്കണ്ട. എൻ്റെ ഒളിമ്പകളക്കാരുടെ എന്തായാലും ഇവിടെ മുന്നിൽ നിൽക്കുന്ന ആളെ തന്നെ പിടിക്കാം. ഹായ്, സുഖല്ലേ? ഇങ്ങോരെ അടുത്തേക്ക് പോവല്ലേ? സിനി മേഡം ആണോ? ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ മേഡത്തിനെ കുറിച്ചിട്ട്. ഞാൻ അമ്മായിക്ക് വിളിക്കാം. സിനി മേഡം ആരാണ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. SV ഗ്രൂപ്പിലത്തെ അറിയൂ. അതെ, ഓണറാണ്. അത് പറയാനെന്ത് ഇത്ര ചമ്മല്. SV ഗ്രൂപ്പിലത്തെ ഓണറാണ് കേട്ടോ. അപ്പൊ നമുക്കിവിടെ SV ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോഴിക്കോട് മാത്രമല്ല, നമുക്ക് എറണാകുളത്തും ഉണ്ട്. എറണാകുളത്ത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ശരിക്കും കോഴിക്കോട് ഉണ്ടോന്ന് നമുക്ക് അറിയണ്ട. അതിന് വേണ്ടി വന്നതാ ഞങ്ങള്. കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്താ തുടങ്ങിയാ. നമുക്കൊന്ന് കാണാനായിട്ട് എന്താ ചെയ്യാ? സുനി. ഇങ്ങോരാണോ സുനി? ആ, ശരിക്കും പേര് സുനി എന്നാണോ? സുനിൽ. നമ്മള് സുനിന്ന് ഇങ്ങനെ വിളിക്കാം. ഞാൻ മൈക്ക് വയ്ക്കുന്നുണ്ട്. സുനിയാട്ടോ, ഇവിടെ എന്താണ് SV ഗ്രൂപ്പ്? ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരും. നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. SV ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. അതെ, പോലില്ല. ഈ കേരളത്തിലുടനീളം നമ്പർ 1 ഹോൾസെയിൽ ഷോറൂമാണ് ഞങ്ങളുടെ. അറിയില്ല? അറിയില്ലായിരുന്നു. അതാണ് സത്യം. അതാണ് സത്യം. SV ഗ്രൂപ്പിൽ എത്ര ഫ്ലോർ ഉണ്ട്? എങ്ങനെയാണ്? 2 ഫ്ലോർ വരുന്നുണ്ട്. ഈ ഫ്ലോർ മൊത്തം റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് വരുന്നത്. അല്ല, ന്യൂ ബോൺ ബോയ്സ് ഗേൾസ് മുതൽക്ക് മുകളിലോട്ട് എല്ലാ കളക്ഷൻസ് ഉണ്ട്. എത്ര വയസ്സ് വരെയുള്ളത്? അതായത് ഇപ്പൊ ഒരു 0 സൈസ് മുതൽ, അതായത് ന്യൂ ബോൺ ബോയ് ഗേൾസ് മുതൽക്ക് മുകളിലോട്ട് എല്ലാ 15, 16, 20 വയസ്സ് വരെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് എന്തായാലും പിന്നീട് കവർ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങള് പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളുടെ ഐറ്റംസ് എവിടെ ഇരിക്കണേ? അതാണ്. ഇനി ഇതിനു മുന്നേ ഇവിടെ ബില്ലിംഗ് സെക്ഷനും പാക്കിംഗ് സെക്ഷനും നമുക്ക് നോക്കാം. നമ്മൾ മാനേജറാണോ ഇവിടുത്തെ? മാനേജർ. എന്താ പേര്? ജയൻ ഇപ്പൊ വൈറലായിട്ട് നിൽക്കാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ. ഇത് ഒരു ബില്ലിംഗ് സെക്ഷൻ ആണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞോ? വെറുതെ ഒന്ന് കിടന്നോട്ടെ. അതെ, വെറുതെ ഒരു ഹായ്. അവിടെ അറ്റത്തേക്കൊന്നും കിട്ടും തോന്നണില്ല. എന്തായാലും ഇവരാണ് നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ, ബില്ല് ചെയ്യണ ആൾക്കാർ. പിന്നെ ഇവിടെ പാക്കിംഗ് സെക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത് അല്ലേ? ഇവിടെ പാക്കിംഗ് സെക്ഷൻ കോർത്തോണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് തുണി തരാം, തുണി തരോ? ഓക്കെ, നമുക്ക് പോയാലോ? അപ്പൊ നമ്മുടെ മുകളിലത്തെ ഫ്ലോറിലേക്ക് മേഡം. അപ്പൊ ഞങ്ങളൊന്ന് മുകളിൽ പോയിട്ട് അപ്പൊ ഇത് കുട്ടികളുടെ സെക്ഷൻ ആണ്. ഇനി മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ മൊത്തം ലേഡീസിന്റെ ഐറ്റംസ്, അതും സാരീസ് ഉണ്ട്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഉണ്ട്, റെഡിമെയ്ഡ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഇട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും ഇവിടുത്തെ തന്നെയാണ്. ഇത് നല്ല അടിപൊളി. ഇതിനെ കുറിച്ചിട്ട് കളേഴ്സും കളക്ഷൻസും ഒക്കെ നമുക്ക് മുകളിൽ പോയിട്ട് കാണാം അല്ലേ? പോവാ.
ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോർ, മൊത്തം ലേഡീസിന്റെ ഐറ്റംസ് അല്ലേ. ഇവിടെ എന്താ സംഭവം ഇരിക്കുന്നത്? ഇത് ചുരിദാർ മെറ്റീരിയൽ റെഡിമെയ്ഡ് ചുരിദാറാണ്, 3 പീസസ് ആണ്. ഇത് മാത്രമൊന്നുമല്ല, അതിവിശാലമായ ലോകം വേറെ ഉണ്ട്. ഓ അടിപൊളി. ഇവര് കസ്റ്റമർ ആണോ? ഇത് കസ്റ്റമറാണ്. ഞാനൊരു വീഡിയോ എടുക്കുന്നോട് കുഴപ്പമില്ലല്ലോ. കസ്റ്റമർ ആണ്, താങ്ക് യു. എങ്ങനെയുണ്ട് ഇവിടെ? മൈക്ക് ഞാൻ പിടിച്ചോളാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ്, അതുപോലെ തന്നെ റേറ്റ് ഒക്കെ? ഞാനൊരു 3-4 കൊല്ലമായി ഇവിടെ വരുന്നു. കളക്ഷനിലും മോശമില്ല. നമ്മളെ ടേസ്റ്റിന് കണക്കായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരാളൊരു ടേസ്റ്റ് ഓരോ വ്യത്യാസമല്ലേ. ചില കസ്റ്റമർക്ക് ഓരോ ഷോപ്പിൽ സെയിൽസ് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. വേറെ കയ്യിലേക്കായിട്ട് കുറച്ച് കടയിൽ നിന്ന്. സാറിന്റെ കട എവിടെയാ? ഞങ്ങൾ കണ്ണൂർ പുതിയ തെരുവില. അവിടെയാണ് ഷോപ്പ് വരുന്നത് അല്ലേ? റീറ്റെയിൽ ഷോപ്പാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. സാറിന്റെ പേര്? സുരേഷ് സർ. താങ്ക് യു സർ. അപ്പോൾ കസ്റ്റമറുടെ ഒരു റിവ്യൂ കിട്ടിയിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ ഇനി എവിടെ വിശാലമായിട്ടുള്ള സ്ഥലം? ക്രിസ്മസിന്റെ തീം സ്റ്റാർട്ട് ചെയ്തു, ക്രിസ്മസിന്റെ കച്ചവടം തുടങ്ങി അല്ലേ? ഞാൻ വിചാരിച്ചു ഈ ഏരിയ മാത്രമാണെന്ന്. ഈ ഏരിയ മാത്രമല്ല അല്ലേ, വിശാലമായിട്ടുള്ള ഒരു സ്പേസ്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് സാരീസ്, പിന്നെ ടോപ്പ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ ചുരിദാർ മെറ്റീരിയൽ 3 പീസ് ഐറ്റംസ്, ലേഡീസിന്റെ എല്ലാ ഐറ്റംസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ വരുമ്പോ ഇനി സാരീസിന്റെ സെക്ഷൻ തുടങ്ങിയില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം സാരീസിന്റെ സെക്ഷൻ തുടങ്ങി. നമുക്ക് ആ അറ്റത്ത് നിന്ന് എവിടെ നിന്ന് പിടിക്കണം, നമുക്ക് കളക്ഷൻസ് കാണിക്കണം. ഏരിയ മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിലേ ഈ ഒരു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു SV നിൽക്കുന്നത്. അതുപോലെ തന്നെ എത്ര വർഷത്തെ പാരമ്പര്യം, നമുക്ക് എത്ര വർഷമായി എക്സ്പീരിയൻസ് ഉള്ളത്? ഒരു 35 തെറ്റിയില്ല, ശരി തന്നെയാ. 35 തെറ്റിയില്ല. നമുക്ക് സിൽക്ക് സാരി നോക്കിയാലോ? വെഡിങ്ങിന്റെ ഒക്കെ പറ്റുന്ന അടിപൊളി നോക്കിയാലോ? പിന്നെ വെഡിങ് മാത്രമല്ല, ക്രിസ്മസ് ഇങ്ങനെ ഓരോരോ ഫംഗ്ഷന് ഇടാൻ പറ്റിയ സാർ. എവിടെ നിന്ന് തുടങ്ങണ്ടേ നമുക്ക്? ഇവിടെയാണ്. ഓക്കെ, ചേച്ചിയുടെ പേരെന്താ? പ്രസീത ചേച്ചിയാണോ കാണിച്ചത്? ആരെ കാണിച്ചത്? രണ്ടായാലും കയറിയ ഇപ്പൊ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന സാരി തന്നെ നമുക്ക് കാണാട്ടെ. അപ്പൊ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് ഈ ഒരു സാരിയിൽ നിന്നും തുടങ്ങാം. ഈ ഒരു സാരി സോഫ്റ്റ് സിൽക്ക് അല്ലേ? സോഫ്റ്റ് സിൽക്ക് കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. കോൺട്രാസ്റ്റില് പിന്നെ ഇതിന്റെ മുന്താണി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി. പിന്നെ സാരീസിനാണ് മെയിൻ ആയിട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്നത് ഇവര് കേട്ടോ. അപ്പോൾ സാരീസിൽ ഇത് സോഫ്റ്റ് സിൽക്കിൽ കളർ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കോപ്പർ, സിൽവറിലുണ്ട്, ജെറി വർക്കൊക്കെ പല ഇതിലും വരുന്നുണ്ട് അല്ലേ? ഇത് പിങ്ക് കോപ്പർ, പിങ്ക് ഗോൾഡ്, അങ്ങനെ പല രീതിയിൽ. ഗോൾഡൊക്കെ ഇപ്പൊ ഫാഷൻ ഔട്ട് ഓഫ് ഫാഷൻ ആയി, പക്ഷെ കൂടുതൽ ഇപ്പൊ നമുക്ക് നല്ല അടിപൊളി കളേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ സോഫ്റ്റ് വരുന്ന ഐറ്റങ്ങൾ. ഞാൻ എന്തായാലും ഓരോന്നോരോന്ന് വെറുതെ കാണിക്കാം. നമ്മൾ പക്ഷെ ഇങ്ങനെ വന്ന് നമ്മൾ നോക്കി എടുക്കുമ്പോൾ ഇപ്പൊ ഈ സാധനം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര പീസ് എടുക്കണം, എങ്ങനെയാണ്? ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കൂ. അപ്പൊ എത്ര എടുക്കണം? ഒരു പീസായിട്ട് കൊടുക്കും? ഒരു പീസായിട്ട് കൊടുക്കില്ല, ആയിട്ട് കൊടുക്കില്ല. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇത് എങ്ങനെ എടുക്കണം? കളർ ചേഞ്ച് ആണോ? സെറ്റ് ഉണ്ടാവും, ആ സെറ്റുകൾ അതേപോലെ എടുക്കണം. അത് കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് അറിയാം. കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് അറിയാം. ഇനി പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതില് സെറ്റ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു സെറ്റ് എടുത്ത് ഏതെങ്കിലും ഒരു സെറ്റ്. ഇപ്പൊ ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ 4 ഡിഫറെന്റ് കളറാണ്. അതുപോലെ തന്നെ സെയിം പാറ്റേൺ സെയിം ഇതിലാണ് വരുന്നത്. ഒരു ഒറ്റ മെറ്റീരിയൽ വരുന്നത്. ഇത് അങ്ങനെ തന്നെ എടുക്കണം. പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീറ്റെയിലിംഗ്. ബാക്കി കച്ചവടക്കാരാണെങ്കിൽ അടിപൊളി കളക്ഷൻസ് ഒന്ന് ഇങ്ങനെ നോക്കിക്കോട്ടോ. ഇതും നമുക്കൊരു കോൺട്രാസ്റ്റിൽ വരുന്നതാണ്. കളർ നോക്കണ്ട, കളർ എപ്പോഴും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. അടുത്തത് എടുത്ത് പെട്ടെന്ന് കിട്ടുന്നത്. അതെ, അടുത്തത് ഇത് എന്താ? കോൺട്രാസ്റ്റിൽ തന്നെ, കോൺട്രാസ്റ്റിൽ തന്നെ നല്ല അടിപൊളി ബോർഡർ ഒക്കെ ആയിട്ട്, റിച്ച് പല്ലു ഒക്കെ ആയിട്ട്, കോപ്പറിൽ വരുന്നത് അല്ലേ? കോപ്പറിൽ. പിന്നെ ഇതൊക്കെ ഇപ്പൊ ഈ ഒരു വെഡിങ് സീസൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ്, ന്യൂ ഇയർ, ഇതിനൊക്കെ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ സാരീസ് ആണല്ലോ കൂടുതൽ യൂസ് ചെയ്യാറ്. ഫംഗ്ഷന് പോകുമ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി, പെണ്ണും കൂടി സുന്ദരിയാവുന്നല്ലേ? കളി മാറ്റാൻ ഞങ്ങൾ SVക്കാർ ഇവിടെ റെഡി ആണെന്നല്ലേ? ഇതാണ് അല്ലേ ഇതിന്റെ മുന്താണി? പക്ഷെ എന്നാ വെച്ചാൽ പേസ്റ്റലിലും വരുന്നുണ്ട്, പേസ്റ്റലിലും വരുന്നുണ്ട്, ഡാർക്കിലും വരുന്നുണ്ട്, കോൺട്രാസ്റ്റിൽ വരുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ മോഡൽസും വരുന്നുണ്ട് കേട്ടോ സാരീസിൽ. ഇതൊക്കെ നമുക്ക് അപ്പൊ സാരി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കച്ചവടക്കാരാണെങ്കിൽ സാരി മാത്രമാണെങ്കിൽ സാരി മാത്രം എടുത്താണെങ്കിൽ മിക്സ് ആയിട്ട് അല്ലാതെ എടുത്തുകൂടെ? ഏത് വേണേലും എടുക്കാം. നമ്മളത് എടുത്ത് ചോദിക്കണേ. ചിലവർ പറയാ അയ്യോ സാരി ഇത്രയ്ക്ക് എടുക്കണം, ഇത്രയ്ക്ക് വേണം എന്നൊക്കെ പറയാറുണ്ടേ. ഇത് ത്രെഡ് വർക്കിലാണല്ലേ ഫുള്ള്? അപ്പൊ
സെറി മാറ്റി പിടിച്ച് നമുക്ക് ത്രെഡ് വർക്കിൽ വേണമെന്ന് വെച്ചാൽ ത്രെഡ് വർക്കിൽ ഒരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും ഒരു വെഡിങ് പർപ്പസിനൊക്കെ ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് അതിന്റെ ഇപ്പൊ നമ്മൾ തുറന്നില്ലേ, അതിന്റെ ഡിഫറെന്റ് കളർ ചേഞ്ച് വേണമെങ്കിൽ നോക്കാം നമുക്ക്. ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഒക്കെ കോൺട്രാസ്റ്റിൽ വരുന്ന നല്ല നല്ല കളേഴ്സ്. അതെ ഇവിടെ നോക്കിയേ കളേഴ്സുകള്, കിടക്കാച്ചി കളർ, നല്ല അടിപൊളി കിടക്കാച്ചി കളറുകൾ, നല്ല നല്ല കളേഴ്സ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത്. ഇത് ത്രെഡിൽ ഇപ്പൊ നമ്മൾ കാണിച്ചതിന്റെ തന്നെ. അപ്പൊ ഇതിപ്പോ ഒരു 8 കളേഴ്സ് അങ്ങോട്ട് ഉണ്ട്. ഈ 8 എണ്ണം മൊത്തം എടുക്കണം, അല്ലെങ്കിൽ 4 എണ്ണം അങ്ങനെ എടുത്താൽ മതിയോ? ഈ ഒരു സിൽക്ക് ഐറ്റത്തിൽ നമുക്ക് 4 എണ്ണം ഇഷ്ടപ്പെടാണ് അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. നല്ലൊരു ചാർക്കോളിന്റെ അല്ലേ, ചാർക്കോളിൽ അതും ബോർഡർലെസ്സിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതിന്റെ പറയൂ, ഞാൻ എന്നെ പറഞ്ഞോണ്ടിരിക്കണേ. സുനിയേട്ടോ പറ. നല്ല അടിപൊളി സിൽവർ മുന്താണിയാണ്, നല്ല ബുട്ട വർക്കാണ്, നല്ല വലിയ വലിയ ബുട്ട വർക്കാണ്, നല്ല ബോർഡർ വേണ്ട നമുക്ക്. ഇങ്ങനെ ഈ ഒരു ഫാഷനും ഇപ്പൊ നിലവിൽ നന്നായിട്ട് പോകുന്നതായിട്ടാണ് ഈ ഒരു കളക്ഷൻസിൽ. ഇതിന്റെ ഒക്കെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണോ? അപ്പൊ ഈ ഒരെണ്ണം വെച്ചിരിക്കണ അതിന്റെ കളർ ചേഞ്ചുകളാണ് അല്ലേ? അപ്പൊ ഇതെല്ലാതും നിവർത്തണ്ടാവുന്നില്ലേ? ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. അപ്പൊ അതിൽ കളേഴ്സ് ജസ്റ്റ് കാണിച്ചു പോവാണ് കേട്ടോ. ഡാർക്ക് പേസ്റ്റൽ, അതുപോലെ തന്നെ രണ്ടും കൂടി മിക്സ് കോമ്പിനേഷൻ. ഒരെണ്ണം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഡാർക്കിലും വരുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. നമ്മൾ ഈ പോർഷൻ ഒരെണ്ണം നിവർത്തിയില്ലല്ലോ, അതാണ് നിവർത്തിയതില്ലേ? അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ്, ഇനി റേറ്റ് ഞങ്ങൾ പറയൂല. എന്താ കാരണം? കച്ചവടക്കാർക്ക് കൊടുക്കേണ്ടത് കൊണ്ട്. പ്രത്യേകിച്ച് പറയാനില്ല, ഞങ്ങൾ മിതമായ വളരെ കുറഞ്ഞ റേറ്റിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതായത് ഒരു കച്ചവടക്കാരന് മനസ്സിലാക്കുന്നതാണ്, ഞങ്ങൾ റേറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ മാർജിൻ ഇട്ടിട്ട് കൂടുതൽ സെയിൽ ചെയ്യുന്ന കാര്യം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. റേറ്റ് നമുക്ക് പറയാൻ പാടില്ലാത്തത് ഹോൾസെയിലിൽ, പ്രത്യേകിച്ച് റീറ്റെയിൽ ആണെങ്കിൽ നമ്മൾ എടുത്ത് പറയും റേറ്റ്, പക്ഷെ ഹോൾസെയിലിൽ നോ റേറ്റ്. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ കോൺട്രാസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അതെ, ഇത് കോൺട്രാസ്റ്റിൽ തന്നെ, ബോർഡർ കോൺട്രാസ്റ്റ്, പല്ലു സെൽഫ്. പക്ഷെ അതും ഉണ്ടല്ലോ ഒരു രസം കാണാൻ. അതെ, പിന്നെ കളറും നല്ല കളറായിട്ടുണ്ട്. ഒരു റയർ ഷെയ്ഡ്. ഓണിയൻ ആണോ ചോദിച്ചാൽ ഓണിയനാണ്, ഒരു ലൈറ്റ് ഓണിയൻ. വലിയ തിളക്കം വേണ്ട, ആർഭാടം വേണ്ട. എന്നാൽ തിളക്കം ഉണ്ടോന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അത് ആർഭാടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ട്. ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് കാണണമെന്നുണ്ട് കേട്ടോ. അതെ, ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അത്. പക്ഷെ ആ ഷെയ്ഡ് ആയതുകൊണ്ടാണ് ലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഇതിലാവുമ്പോൾ നല്ല ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊരു കളക്ഷൻ. ഇതൊക്കെ നമ്മൾ വെഡിങ്ങിന്റെ കളക്ഷൻസ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. വെഡിങ് പർപ്പസിന് നമുക്ക് ഉടുക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഇതും കോൺട്രാസ്റ്റ് ഇങ്ങനെ പിടിച്ച ചേച്ചി. ഇതാ, ഇതിപ്പോ നമ്മളൊരു മുക്കിലെന്ന് പറയാ, അത്രയും വലിയൊരു സ്പേസിൽ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കണത് മൊത്തം. കളക്ഷൻസ് ഒരുപാടുണ്ട് സാരീസിൽ അല്ലേ? അപ്പൊ കോഴിക്കോട് മാർക്കറ്റിൽ അത്യാവശ്യം എന്താ പറയാ, വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഞ്ചുറി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സാരീസിന്റെ കളക്ഷൻസ് തന്നെയല്ല, നമുക്ക് ഈ ഒരു റെഡിമെയ്ഡ് കളക്ഷൻസും കാണാൻ പറ്റും കേട്ടോ. എന്തായാലും മടക്കാൻ ഒരു പണിയായില്ലേ? അതൊന്നൊരു കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ തുറന്ന് പിന്നെ എന്താണ് അല്ലേ? അതിന്റെ കളർ ചേഞ്ച് കേട്ടോ. പക്ഷെ ഈ കളേഴ്സ് എടുക്കണം കേട്ടോ. ഞാൻ കളർ ചേഞ്ച് ഉണ്ടെന്ന് കാണിച്ചത് മാത്രമല്ല, ചിലതിൽ 4 പീസ്, ചിലതിൽ 6 പീസ്, 5, 8, 12 ഇങ്ങനെയൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ ഇതാണ് കുബേര. കുബേര ഇപ്പോഴും ഉണ്ടല്ലേ ട്രെൻഡില്? അതെ, ഇതിന് സൂചി വേണമെന്നേ, അല്ലെങ്കിൽ എന്നാലിങ്ങനെ അല്ലേ? അത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലത്തെ കാര്യമാണ്. ഓക്കെ, ഇത് കോൺട്രാസ്റ്റില്. ഇതാ, ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ മുന്താണി പോഷൻ വരുന്നത്. ഇതിങ്ങനെ അപ്പൊ കോൺട്രാസ്റ്റിലാണ് വരുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ് സിൽക്കിനേക്കാളും സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ്. ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ്. ഓക്കെ, കോൺട്രാസ്റ്റ് ഉള്ളതുകൊണ്ട് സെൽഫിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കളർ ഏത് മലയാളി കണ്ടാലും അപ്പ പിടിക്കും അല്ലേ? അതാണ് നമ്മുടെ മലയാളി. പക്ഷെ ഇപ്പൊ പേസ്റ്റലിൽ കയറി തുടങ്ങി. പക്ഷെ എത്രയൊക്കെ ആയാലും പണ്ടത്തെ ആൾക്കാരോട് കളർ ചോദിക്കുകയാണെങ്കിൽ അതായത് ഇതാ പറഞ്ഞു തരുള്ളൂ. ഇത് ഇടുമ്പോഴുള്ള ഒരു സുന്ദരിയായോ? സുന്ദരിയാണല്ലോ. ഇനിയിപ്പോ ഇത് ഇട്ടിട്ട് വേണ്ടല്ലോ സുന്ദരിയാവാൻ. ഞങ്ങള് സാരി ആകുമ്പോ കുറച്ചുകൂടി സുന്ദരിയാവുള്ളൂ കേട്ടോ. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. എന്തായാലും കോമ്പിനേഷൻ വരുന്ന എന്റെ മഞ്ഞ. ഓ, അടിപൊളി.
എന്തോ ഒരു സിൽക്കിലൊക്കെ നല്ല എടുത്ത് കാണിക്കുന്ന കളറാണ്. അതെ അതെ. പിന്നെ ഉടുക്കുമ്പോ നാലാൾ കാണണല്ലോ ആ മാതിരി സാധനം വേണ്ട ഉടുക്കാനായിട്ട്. ഇതെങ്ങനെയാ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ മൊത്തം പണി കിട്ടും. അത് കുഴപ്പമില്ല. ഇങ്ങനെ പിടിച്ചോ. ഇതാണ് ഇതിന്റെ മുന്താണി. അതുപോലെ തന്നെ ആ ഒരു ബോഡിയുടെ പോർഷൻ വരുന്നത് വിത്ത് ടെസൽസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ അടിപൊളി കോൺട്രാസ്റ്റ് ആണ് അല്ലേ, കളർ നല്ല കളറായിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്ത് അങ്ങനെ. പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് നമുക്ക് ഈ ഒരു പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ, ഗ്രീൻ ഷെയ്ഡില്. എന്തായാലും കളർ കോമ്പിനേഷനും ഇതിന്റെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട്. ഇതിവിടെ നമ്മളിങ്ങനെ കാണിച്ച് ഇങ്ങനെ നിന്ന് പോകും. നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് എന്തായാലും പോവാം. ഇനി അടുത്ത സെക്ഷനിൽ പോയാലോ നമുക്ക്? നമ്മൾ ഈ സോഫ്റ്റ് സിൽക്ക് ആയിട്ടത് നമ്മൾ ഈ കാണിച്ചതും കണ്ടതൊന്നും അല്ല. ഈ താഴെ കാണുന്ന ഇതൊക്കെ അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കാണ്. ഇതൊക്കെ സിൽക്കിന്റെ ഐറ്റംസാ. അതെ, ഈ റാക്കിൽ കാണുന്നതൊക്കെ സോഫ്റ്റ് സിൽക്ക് തന്നെയാണ്. സോഫ്റ്റ് സിൽക്ക് ഐറ്റംസ്. പിന്നെ ഈ ബോക്സ് പാക്കിംഗ് ഒക്കെ കാണിക്കുന്നത് ഇതൊക്കെ സോഫ്റ്റ് സിൽക്ക് ആയിട്ട്. ഓ, അപ്പൊ അങ്ങനെ സിൽക്കിന്റെ ഇതൊന്നല്ല. ഈ ബാഗ് മൊത്തം കാണുന്നത് അതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ അടുത്ത കളക്ഷൻ പിടിക്കാം. ഈ ഒരു ഏരിയയിൽ എന്താ വരുന്നത്? ഇവിടെ യൂണിഫോം ആണെന്ന്. ഇത് യൂണിഫോം ആണ്. അപ്പൊ ഡ്രസ് കോഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഡ്രസ് കോഡ് ആയിട്ടും. അപ്പൊ എത്ര പീസൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും? അങ്ങനെ 100 200 എത്ര പീസ് നമ്മൾ ചോദിച്ചാൽ 100 150 200 ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ കാണുന്നത് ആ അറ്റം വരെയുള്ള റാക്ക് മൊത്തം നമുക്ക് യൂണിഫോം സാരീസാ വരുന്നത് കേട്ടോ. ഫുള്ള് യൂണിഫോം സാരീസിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന സംഭവം ഒന്നും നമുക്ക് നോക്കിയാൽ ഇനി സെമി ടെസറിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ സാരിയുടെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, കാണിച്ചാലും തീരില്ല അല്ലെ. അപ്പൊ സെമി ടെസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് മലയാളികളുടെ ഒരു ഹരം തന്നെയാണ് അല്ലെ. ഒരു റിച്ച് ഫീല് കൂടുതൽ തോന്നിക്കും. ഇത് സെമി ടെസറിൽ അല്ലേ? പറഞ്ഞോളൂ. ത്രെഡില് അല്ലേ? ഇത് ഒരു ഒറ്റ ഇതിലാ വരുന്നത്. കോൺട്രാസ്റ്റ് അല്ല. കൂടുതൽ സെമി ടെസർ കോൺട്രാസ്റ്റ് അല്ല വരുന്നത്, സെൽഫാ വരുന്നത്. സെൽഫാ ബോഡി ഫുള്ളും വർക്ക് വരുന്നുണ്ട്. മുന്താണി ലൈൻസും ബുട്ടിയും കൂടിയാ വരുന്നത്. പറഞ്ഞോളൂ പറഞ്ഞു. ഞാൻ മൈക്ക് പിടിച്ചോളാം. തുറന്നു കാണിച്ചോ. ബോഡി ഫുള്ള് വർക്കാണ്. ബ്ലൗസ് വരുമ്പോ എങ്ങനെയാ വരുന്നത്? ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വരും. മുന്താണി ലൈൻസും ബുട്ടിയും കൂടിയാണ് വരുന്നത്. അങ്ങനെ. അപ്പൊ ഇത് സെമി ടെസറിലാണ് പറയണത് കേട്ടോ. അപ്പൊ സെമി ടെസറിലായാലും ഏത് സാരി ആയാലും നമുക്ക് ഇവിടെ സെറ്റ് ടു സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അതിന് ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ സെറ്റ് എന്ന് പറയുമ്പോൾ അതില് എത്ര ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് കേട്ടോ. അല്ല, ഇതിന്റെ കളേഴ്സ് അല്ലേ? ഒരു സെറ്റിന് 4 കളർ വരും. പിന്നെ ഇത് ഹോൾസെയിലാണ്. ഹോൾസെയിൽ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കുറവ് ഉണ്ടാവും. കച്ചവടക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ. അപ്പോൾ റേറ്റ് നിങ്ങൾ നേരിട്ട് ഒന്നില്ലെങ്കിൽ വരിക, അല്ലെങ്കിൽ നമ്മൾക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ആകുമ്പോൾ എത്ര മണി തൊട്ട് എത്ര മണി വരെ വിളിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഞങ്ങൾ സാധാരണ പോലെ ഏത് ടൈമിലും വിളിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണിക്കുള്ള ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ. സൺഡേ ഉണ്ടോ അവിടെ? സൺഡേ സീസൺ ഓപ്പൺ ആണ്. ഓക്കെ. അപ്പൊ പിന്നെ നേരിട്ട് വരാണെങ്കിൽ നമുക്ക് എങ്ങനെ വരണം, എവിടേക്ക് വരണം? നമ്മുടെ സ്ഥലം എവിടെയാണ്? നേരിട്ട് വരികയാണെങ്കിൽ ഇപ്പം കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡ്, നിയർ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് സെഞ്ചുറി കോംപ്ലക്സ്. അപ്പൊ ന്യൂ ബസ് സ്റ്റാൻഡ്, കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണെങ്കിൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സെഞ്ചുറി എന്ന് വെച്ചാൽ ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. സെഞ്ചുറി മാളിൽ സെഞ്ചുറി കോംപ്ലക്സ് എന്ന് എന്തുവാണെങ്കിലും പറഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റ്, കോഴിക്കോട് ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാലും ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലത്തെ നമ്മൾ ഏത് ഫ്ലോറിൽ ഇപ്പോൾ നിൽക്കുന്നത്? 5th ഫ്ലോറിൽ. ലിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും അറിയേണ്ടി വന്നില്ല, അങ്ങോട്ട് പോകുന്നു. 5th 6th 4th 5th. അപ്പൊ 2 ഫ്ലോർ മൊത്തം നമുക്ക് SV ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അടുത്ത നോക്കിയാലോ. ഇതും സെമി ടെസറിൽ തന്നെയാണ് അല്ലെ? ഇതില് എന്താ പ്രത്യേകത വെച്ചാൽ മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂല മെറ്റീരിയൽ. ഓക്കെ. ബോഡി ഫുള്ളും വർക്കാണ്. ത്രെഡ് വർക്കാണ് ബോഡി ഫുള്ളും. ത്രെഡ് വർക്കും ഉണ്ട്, ബ്രഷ് പെയിന്റും ചെയ്തിട്ടുണ്ടോ. അപ്പൊ സെമി ടെസറിൽ ഇതൊരു വെറൈറ്റി ആണ്. നമുക്കൊരു ബ്രഷ്, ഹാൻഡ് ബ്രഷ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് ഒരു വെറൈറ്റിയാണ്. വെറൈറ്റി ബ്ലൗസ്. ഈ സാരിയൊക്കെ ഉടുത്താലാണ് അതിന്റെ ഭംഗി അറിയാം. അതെ, സത്യമാണ്. അതിപ്പോ നമ്മൾ ഏതൊരു സംഭവം ഇങ്ങനെ കാണുന്നതും നമ്മൾ ഉടുക്കണതും പിന്നെ ഉടുക്കുന്ന ആളുടെ ഭംഗിയും ഉണ്ടാവും, ഉടുപ്പിക്കുന്ന ആളുടെ ഭംഗിയും ഉണ്ടാവും. എല്ലാം കൂടി ആവുമ്പോ ഒരു രസമാണ്, ഒരു ആനച്ചന്താന്ന് പറയില്ല അല്ലെ? അതാണ് ഇതിലും ഇതാ കളർ കോമ്പിനേഷൻ ഇതിലല്ലേ കൂടുതൽ. ഇതൊക്കെയാണ് ഇതിന്റെ കളേഴ്സ്. പിന്നെ ഇത് തൊടുമ്പോ നല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഒരു നല്ലൊരു സോഫ്റ്റ് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതെന്താ സംഭവം? ഇങ്ങനത്തെല്ലോ ഒരു കുറച്ചുകൂടി കളർഫുൾ ആണ്. നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് അല്ലേ?
ആ ഒരു സെമി ടെസറിൽ എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റ് അതിൽ ഫുൾ ഇങ്ങനെ പ്രിന്റിൽ വന്നിരിക്കണം. അപ്പോൾ അത് ഡാർക്ക് ഷെയ്ഡാണ് ഇതിൽ കൂടുതൽ വന്നിരിക്കുന്നത്. അതിൽ വൈറ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ്. 4 ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത്. 4ഉം നല്ല ജിക്കാജക്ക് കളറുകൾ അല്ലേ അല്ലേ സുനിലേട്ടാ? അടിപൊളി കളേഴ്സ്. സുനിലേട്ടൻ്റെ വീട് എവിടെ? ഇവിടെ കോഴിക്കോട് തന്നെയാ? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഒരു പേരാമ്പ്ര റൂട്ടാണ്. ആ ഇവിടെ അടുത്ത് തന്നെയാണ്. നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ എത്താ? 9 മണിക്ക്. അല്ല ഞാൻ ഈ ഷോപ്പിന്റെ സമയം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി 9 മണി വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ എത്തണത് 10 മണിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം മാറിയേ. അടുത്തത് നോക്കാം നമുക്ക്. ഇതും സെമി ടെസർ തന്നെ. സെമി ടെസറിൽ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നിൽക്കണം. കുറച്ചുകൂടി തുണി സോഫ്റ്റ് ആയിരിക്കും. നല്ലൊരു സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കും. സെൻസിറ്റീവ് സ്കിൻകാർക്കൊക്കെ കൂടുതൽ നല്ല ഒരു ഐറ്റം തന്നെയാണല്ലോ അല്ലേ? ബോഡി ഹഗ്ഗിങ് ആണ്. ബോഡി പ്ലെയിൻ കോൺട്രാസ്റ്റ് അതിൽ സെറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കോൺട്രാസ്റ്റ് ഇതില് കളർ ഷെയ്ഡും നല്ല കളർ ഷെയ്ഡാണ് അല്ലേ? ഇതൊക്കെ അതിന്റെ കളർ കോമ്പിനേഷനാണ്. ഇപ്പൊ ഈ സെമി ടെസറിന്റെ സംഭവം ഇത് നല്ല കളർ ആയിട്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് അല്ലേ? നല്ല മസ്റ്റേർഡിലൊരു കോഫി എല്ലാവർക്കും ചേരുന്ന കളറാണ്. അതെ ഇത് എല്ലാവർക്കും ആ ഒരു സ്കിന്ന് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട്. ഇതൊക്കെ സെമി ടെസറിന്റെ ഒക്കെ ഏതായിരിക്കണേ? ഇവിടെയാണോ? അതെ വെക്കാൻ സ്ഥലമില്ലാണ് മൊത്തം അങ്ങോട്ട് നിരത്തി. ഇത് ഈ ഇരിക്കണത് മൊത്തം നമുക്ക് സെമി ടെസറിന്റെ കളക്ഷൻസ് വരുന്നത്. അതിൽ പല റേഞ്ചിന്റെ ഉണ്ട്, പല പ്രിന്റിലുണ്ട്, വീവിങ്ങിലുണ്ട്. അപ്പൊ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോൾ എന്ത് കിട്ടും എന്നുള്ളത്. അപ്പൊ എപ്പോൾ എന്ത് വരുന്നോ അപ്പം നോക്കുക, കൈയോടെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാ അല്ലേ? നമുക്ക് ആ അറ്റത്തേക്കൊക്കെ കാണിക്കാനുണ്ട്. പക്ഷെ ഇവിടെ ഈ റെഡ് വൈറ്റ് കോമ്പിനേഷൻ കണ്ടപ്പോ വിടാൻ തോന്നില്ലേ? ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. സെപ്പറേറ്റ് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആ ഒരു കണ്ടില്ലായിരുന്നു, അത് മൊത്തം ക്രിസ്മസ് തീം അതിലത്തെ സാരിയുടെ കളക്ഷൻ. ഇപ്പൊ ഈ സാരിയുടെ കാര്യം എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. സാധാരണ എല്ലാം കച്ചവടക്കാർക്കുള്ള ഒരു ഡൗട്ട് തന്നെ. നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇതിലിപ്പോ 4 ഡിഫറെന്റ് കളർ ഷെയ്ഡ് അല്ലെങ്കിൽ 5 ഡിഫറെന്റ് കളർ ഷെയ്ഡ്. ഇതിൽ ഇത് കളർ ഷെയ്ഡും ഇല്ല. നമുക്ക് ഇതിപ്പോ എങ്ങനെ ഡിസൈൻ മാറ്റം ഉണ്ടാവും. തന്നെ ഡിസൈൻ മാറും. കണ്ട അപ്പൊ കളി മാറി. അപ്പൊ ഇത് നോക്കിയേ, ഇതിൽ വേറെ ഡിസൈൻസ് ആണ്. ബേസ് റെഡ് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 4 ഡിഫറെൻറ്റ് ഡിസൈൻസ്, അതും വീവിങ്ങിലാണ്, ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത്. 4ഉം എടുക്കണം എന്ന് നിർബന്ധമാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ഫുള്ളി വൈറ്റും റെഡ് ആയതുകൊണ്ട് തന്നെ ഇനി ഫുള്ള് എങ്ങനെ എടുക്കണം അല്ലേ? അങ്ങനെ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ? പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ്കാരൊക്കെ ഇല്ലേ, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. എത്ര രൂപയ്ക്ക് എടുക്കണം, എങ്ങനെ പോവും. ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റ് അല്ല നോക്കണം. നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ മേടിക്കാൻ വരുന്നവരുടെ ടേസ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ സാധനങ്ങൾ വെക്കേണ്ടത് അല്ലേ? എന്നാലാണ് കച്ചവടം നടക്കുള്ളൂ. ഓക്കെ, ഇത് ഒരെണ്ണം കൊടുത്തില്ല, നല്ല അടിപൊളി സാധനം. ഇത് നന്നായിണ്ടല്ലോ. ഇത് ഫുള്ള് ഇങ്ങനെ വർക്കോട് കൂടി. ഇതാണ് ഫുള്ള് ബോഡിയിൽ വർക്ക്. അതെ, ഇത് പല്ലൂല് ഇങ്ങനെ ഒരു റെഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ ബോഡിയിലും നമുക്ക് ഫുൾ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഡിസൈൻസ് ബേസ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാത്രമാണ്. പക്ഷെ അതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. എല്ലാം കാണിക്കാൻ പറ്റില്ല. എന്തായാലും വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് റെഡിലും വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് റെഡിൽ വൈറ്റ് കോമ്പിനേഷനിൽ. ഇപ്പം മറ്റത് വൈറ്റിൽ റെഡ് ആയിരുന്നു, ഇത് ഇതിലും അങ്ങനെ തന്നെയാ ഡിസൈൻസ് ഇങ്ങനെ മാറി. അങ്ങനെ 4 ഡിസൈൻ മൊത്തം എടുക്കണം. അപ്പോൾ ക്രിസ്മസിൻ്റെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലുള്ള സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു തീം ഇവിടെ തീരുന്നില്ല. നമുക്ക് സാരീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക, വെഡ്ഡിങ് സീസൺ ആയാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഇങ്ങനെ മുന്നോട്ട് ഫെസ്റ്റിവൽസിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഐറ്റംസ് ഉണ്ട്. ഞാൻ ഒരു ഏറ്റവും ഒന്ന് എത്തിച്ചു നോക്കി, അവിടെ വരെ ഫുള്ള് നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റ് സാരി, ഈ ശബരിമല സീസൺ ഒക്കെ ആകുമ്പോഴും ഈ സെറ്റ് മുണ്ടൊക്കെ ഉണ്ടല്ലോ. ഏതാ? ഞാനത് അറിഞ്ഞില്ല ബാക്കിലുണ്ടെന്നുള്ളത്. ഞാനത് എവിടെയാന്ന് ചോദിച്ചത്. അപ്പൊ ആ ഒരു എന്നുവെച്ചാൽ സീസൺ അനുസരിച്ചിട്ട് ഇവിടെ ഐറ്റംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ എല്ലാ തരം ഐറ്റംസ് ഇവിടെ അവൈലബിൾ. ഇതിപ്പോ പെണ്ണുങ്ങളുടെ മാത്രമാണോ ആണുങ്ങളുടെ? രണ്ടും ഉണ്ട്. മുണ്ട്. ഓക്കെ. അപ്പൊ രണ്ടും ഉണ്ട്. അപ്പൊ അതൊരെണ്ണം എടുത്തേ, അതൊരെണ്ണം ഒന്ന് കാണിച്ചു കൊടുക്കാം. ബ്ലാക്ക് ടോപ്പ്. അല്ല ആർഭാടായിക്കോട്ടെ, കുഴപ്പമില്ല. അത് ഫ്രോക്ക്. ഇത് കാണിക്കോ, അതും കാണിക്കും. എന്നുവെച്ചാൽ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഫുൾ ഐറ്റംസ് കേട്ടാ. ഇതാ
ഇത് ബ്ലാക്ക് ടോപ്പ് സിമ്പിൾ ആയിരിക്കും, ഇത് കുറച്ചും കൂടി ഒരു ആർഭാടായിരിക്കും. ഇനിയിപ്പോ നമ്മളെ പോലെ ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരെ അത് കൊണ്ടുപോകാം. ഭക്തി കൂടുതലാണെങ്കിൽ ഇത് കൊണ്ടുപോകാം. അത്രേ ഉള്ള വ്യത്യാസം. എന്തായാലും രണ്ടും കറുപ്പ്. അടുത്ത സെക്ഷൻ ഇവിടെ അല്ല. ഇവിടെ മൊത്തം നോക്കുകയാണെങ്കിൽ സാരി മാത്രമേ ഉള്ളൂ. ഈ ഒരു ഏരിയ മൊത്തം സാരീസ് ആണ്. ഈ ഫ്ലോർ മൊത്തം സാരീസ് ആണ്. സാരീസ് ആണ്. അപ്പൊ ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് സാരി വരുന്നത്? ചേച്ചീനോട് പറയിപ്പിക്കല്ലേ നമുക്ക്? അതെ. ആ എന്ത് സാരിനെ കുറിച്ചാ ചോദിക്കണേ? കെട്ടിയതിനെ കുറിച്ചല്ല. പറ. കെട്ടിയതിനെ കുറിച്ചാണെങ്കിൽ ഇപ്പൊ 100 നമ്മുടെ സാരി ആയതുകൊണ്ട് അല്ല, സത്യല്ല. കെട്ടിയ ഈ സെക്ഷനിൽ വരുന്നത് ബനാറസി ജോർജറ്റ് വരുന്നുണ്ട്, അതിൽ ബുട്ടാസും വരുന്നുണ്ട്, പ്ലെയിനും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കാഞ്ചി കോട്ടൺ സിൽക്ക്. ഇത് എന്തായാലും ബനാറസി ജോർജറ്റില് കോൺട്രാസ്റ്റ് വരുന്നത്. ഇത് കോൺട്രാസ്റ്റ്. ഓക്കെ. കോൺട്രാസ്റ്റിൽ വരുന്നത് കേട്ടോ. പല്ലു റിച്ച് ആണ് വരുന്നത്. ആ റിച്ച് പല്ലു, ബ്ലൗസ്. ഓക്കെ. അപ്പൊ ഇത് 4 പീസിന്റെ ഒരു സെറ്റ് ആണ്. 4 പീസിന്റെ ഇതുപോലെ ഇതാണ് ബ്ലൗസ്. ഫുൾ ബൂട്ട വർക്കാണ് ബ്ലൗസ് വരുന്നത്. ഇതാ വീവിങ് ആണ് കേട്ടോ. അപ്പൊ ഇത് ബൂട്ട വർക്കിൽ വരുന്നത്. പിന്നെ പ്ലെയിനിലുണ്ടെന്ന് പറഞ്ഞത് ഇതും ജോർജറ്റിൽ തന്നെയാ? അല്ല, ഇതൊരു സിൽക്ക് ആയിട്ടാണ്. ആ ഇതില് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഗ്രീൻ ആൻഡ് റെഡ് ജെറി വർക്ക് ഒരു ബ്ലാക്ക് ചാർക്കോളിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലും ഉണ്ട് ബ്ലൗസ് ജക്കാർഡ ബ്ലൗസ് കളേഴ്സ് വരുന്നത്. നല്ല അടിപൊളി കളേഴ്സ് ആണ്. കളേഴ്സുകള് ഇതിന്റെ കളേഴ്സ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിന്റെ കളേഴ്സുകള് നല്ലൊരു ഫംഗ്ഷൻ ഒക്കെ പറ്റിയ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളേഴ്സ്. അന്ന് റേറ്റ് കുറവാണ് താനും അല്ലെ? നമുക്ക് സാരീസിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? കൂടുതൽ സാരീസിലല്ല നിങ്ങൾക്ക്. അവിടെ എറണാകുളത്തും ഉണ്ട് ഇവർക്ക്. എറണാകുളത്ത് നമ്മുടെ കോൺവെന്റ് ജംഗ്ഷൻ ആ ഭാഗത്താണ്. അവിടെയും ഇവർക്ക് സാരീസാണ് കൂടുതൽ വരുന്നത് കേട്ടോ. ഒരു 3 ഫ്ലോർ മൊത്തം സാരീസാണ് ഇവർക്ക്. ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇത് കോട്ടൺ സിൽക്ക്. കോട്ടൺ സിൽക്ക്. ഓക്കെ. കോട്ടൺ സിൽക്കിൽ സിൽക്കിൽ കോൺട്രാസ്റ്റ്. ആ അതും ഈ ചെറി കുറേ നാളെ ഇപ്പൊ ഇത്തിരി ട്രെൻഡിലാണ്. ഇത് നീം ജെറി എന്ന് പറയും. നീം ജെറി. ഓക്കെ. അതിന്റെ കളർ കോമ്പിനേഷൻ. ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ്. ബ്ലൗസ് കോൺട്രാസ്റ്റ് പ്ലെയിൻ അല്ലേ? അതെ, പ്ലെയിന്. ബോഡി ഫുള്ള് ബുട്ട. ഇങ്ങനെയായിരിക്കും അല്ലേ? ഓക്കെ. ഇതിന്റെ മുന്താണി വരുമ്പോ ഇങ്ങനെ പിടിക്കും. ആ എന്റെ സുനിയേട്ടോ, ആള് തല തിരിച്ചു. ആ കണ്ട, ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ലുക്ക് വരുന്നത്. ബോർഡർലെസ്സിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ കളർ കോമ്പിനേഷൻ പറയുമ്പോൾ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഇത് ഉൾപോഷൻ ഇങ്ങനെ കാണിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ബോഡി ഇത് മുന്താണി പല്ലോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണാവുന്നല്ലേ? കച്ചവടക്കാര് ഇങ്ങനെ വെക്കും, നമ്മള് സാധാരണക്കാര് ഇങ്ങനെ വെക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് ഇഷ്ടമുള്ളത് 4 നമുക്ക് എടുക്കാനുള്ള ആ 4 എന്തായാലും എടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഇത് ഒരു കോട്ടൺ സിൽക്കിൽ വരുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് കോട്ടൺ സിൽക്ക് വേറൊരു വെറൈറ്റി പിങ്ക് കോപ്പറാണ് വരുന്നത് കോട്ടൺ സിൽക്കിൽ. ഓക്കെ. ഇനി റേറ്റ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? റേറ്റ് വരൂ, നേരിട്ട് കാണൂ, എന്നാലാണ് ഇതിന്റെ. ഇപ്പൊ ഇതിന്റെ റേറ്റ് ചോദിച്ചിട്ടും കാര്യമില്ല. ചിലപ്പോ ഇതൊക്കെ വിറ്റ് പോയിട്ടുണ്ടാവും. പിന്നെ അടുത്ത കളക്ഷൻസ് പുതിയത് വരും. അപ്പൊ വന്നോണ്ടേയിരിക്കും. പല്ല് വരുന്നത് പിങ്ക് കോപ്പറും സിൽവറും കൂടിയാ വരുന്നത്. പല്ലു ബോഡി പിങ്ക് കോപ്പറാണ്. ബുട്ട വരുന്നത് അങ്ങനെ മിക്സ് കോമ്പിനേഷൻ. ഓക്കെ. അപ്പൊ അതിന്റെയും കളേഴ്സ് ഉണ്ട്. നമ്മൾക്കത് ഈ 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് 4 ഷെയ്ഡ് എടുക്കാം കേട്ടോ. പിന്നെ ഉള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കോപ്പറാണ് വരുന്നത്. കോട്ടൺ സിൽക്കിൽ കോപ്പർ വർക്ക്. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഒരു കളറിലായിട്ട് കിട്ടോ? ഒരു കളറിലായിട്ട് ആ ഉള്ളത് നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് യൂണിഫോമിൽ വരുന്നത്. ഉള്ളത് പോലെ പറയും. നമുക്ക് സത്യസന്ധത അല്ലേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുത്തിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇത് ഇതിന്റെ ഉൾപോഷനാണ് വരുന്നത്. ത്രെഡ് വർക്കിലാണ് ഫുൾ. പറയൂ കുട്ടിയുടെ പേര്? പ്രസി. കുട്ടിയുടെ പല്ല് വരുന്നത് ചിക്കു ആണ് വരുന്നത്. ചിക്കുല് ഫുള്ള് വർക്ക്, കോപ്പർ വർക്ക്. അങ്ങനെ ഒരു കളർ രാമഗ്രീൻ കളർ നല്ല ഷെയ്ഡാണ്. പിന്നെ ഈ ഷെയ്ഡുകൾ വരുന്നത്. പിന്നെ ഇതിന്റെ തന്നെ കോൺട്രാസ്റ്റ് കളറുകൾ റെഡ്, പിങ്ക്, വയലറ്റ്, ബ്ലൂ, ഗ്രീൻ. ഓ എന്താ കളർ കോമ്പിനേഷൻ അല്ലേ? ഒക്കെ നല്ല ഒന്നിലൊന്ന് മെച്ചായിട്ടുള്ളൊരു
നല്ല വെറൈറ്റി കളറുകൾ. പിന്നെ ഇതൊക്കെ നമുക്ക് സിൽക്ക് ബേസ് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ വരുന്നത്. യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇനി ഇതെന്താ നമുക്ക് ഇത് ഫാൻസിയിലേക്ക് പോയി. ഫാൻസിയിൽ വരുമ്പോഴും നമുക്ക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫാൻസിയിൽ അതുപോലെ തന്നെ സിൽക്ക് ബേസ് എല്ലാത്തിലും നമുക്ക് ഇതിപ്പോൾ കട്ട് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു അവസരത്തിൽ ഈ കട്ട് വർക്ക് മാത്രമായിരുന്നു ട്രെൻഡ്. ഇപ്പോഴും അത് ട്രെൻഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട്, ആവശ്യപ്പെട്ട് വരുന്നവരില്ലേ കുറേ പേര് ഈ കട്ട് വർക്ക് വേണമെന്ന്. അതുകൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതും സംഭവം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ചന്തേരി സിൽക്കിൽ കട്ട് വർക്കാണ് വരുന്നത്. ചന്തേരി സിൽക്കിലാണ് അല്ലേ? പൊട്ടിച്ച പണിയാവോ വീണ്ടും? കുഴപ്പമില്ല. ഓക്കെ. ഇത് കട്ട് വർക്കിൽ ഉള്ളിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻ ഇതാ ഫുൾ സൈഡിൽ ഇങ്ങനെ ഒരു കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ തുണി പിടിച്ചു നോക്കിയാൽ പിടിച്ചത് തന്നെയാണ് അല്ലേ? നല്ലൊരു ഓഹോ തലോടി ഇങ്ങനെ നിൽക്കുക അല്ലേ? നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. നമ്മളിതിനെ ഇട്ട ഒഴുക്കമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ടൈപ്പ് സാരിയാണ് കേട്ടോ. പിന്നെ പറയേണ്ട അതിന്റെ കളേഴ്സിന് പറഞ്ഞാൽ അതിനേക്കാളും സൂപ്പർ. ഏത് കളർ വേണം വരുന്നത് ഒക്കെ നല്ലതാണ്. നല്ല സ്റ്റാൻഡേർഡ് കളറാണ് വരുന്നത്. അതെ. ഇതാകുമ്പോ ഒരു ഇംഗ്ലീഷ് കളർ എന്ന് പറയാ. ഇംഗ്ലീഷ് മതമകൾ എടുത്ത് നിൽക്കണ ഒരു ഫീലിങ്. എന്ത് വിടുത്തരെ വിളിച്ച് പറയണല്ലേ. പക്ഷെ അവരൊക്കെ ഇങ്ങനത്തെ കളറുകളല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവർക്കൊന്നും ഈ പച്ച ചുവപ്പ് മഞ്ഞൊന്നും അവർക്ക് പറ്റില്ല. അവർക്ക് ഇങ്ങനത്തെ കളറേ പറ്റുള്ളൂ. അതാണ് ഇംഗ്ലീഷ് ഷെയ്ഡ് എന്ന് പറയണത്. പിന്നെ ഒരു പേസ്റ്റല്. ഇത് ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത്. ക്രഷില് സിൽവർ വർക്ക്. സിൽവറില്. ഓ, ഇത് എന്താ മെറ്റീരിയൽ? ക്രഷ് അല്ലേ? ഫെൻഡി ക്രഷ് ആണോ? പക്ഷെ എന്തായാലും നല്ല ഒരു എന്താ വെൽവെറ്റിന്റെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സിൽക്കി ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയ ഫുള്ള് വർക്കാ വരുന്നത്. അതെ. ഓപ്പൺ ആക്കാം നമുക്ക്. ഇതല്ലേ ഇത് ഓപ്പൺ ആക്കാം. ഈ കളർ ഈ വൈലറ്റ് ലെവൻഡർ ഷെയ്ഡും വേണമല്ലോ. അതെ, ലെവൻഡർ ഷെയ്ഡിലും അതാ ഫുൾ വർക്കാണ്. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് അല്ലേ? ക്രഷ് ആണ് കേട്ടോ. ക്രഷ് ആർക്കൊക്കെ ക്രഷ് ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ. ഇത് ബ്ലൗസിന്റെ പോർഷൻ അല്ലേ? കാണൂല്ല അങ്ങനത്തെ ഒരു കളർ. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ തിളക്കം കൂടും. നമ്മുടെ ഉള്ളിലത്തെ തിളക്കം നോക്കണം. വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കളറും മാറും, തിളക്കം കൂടും. ഇതില് ഈ സ്ലീവ് മാത്രമല്ല കേട്ടോ, ബാക്ക് സൈഡിലേക്കും ഇങ്ങനെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. ഇതിന്റെ കളേഴ്സ് നോക്കിയാൽ നല്ല കളർ ഷെയ്ഡുകൾ. പല്ലു വേണ്ടേ? പല്ലുല് ഫുൾ അത് തന്നെയല്ലേ വർക്ക്? ഫുൾ പല്ലു മാത്രമല്ല, ഓവറോൾ ഫുൾ ഈ ഒരു എന്തായാലും നിവർത്തി. എന്നാൽ ഇതൊന്ന് വെച്ചിട്ടുള്ള കാര്യമുള്ളൂ അല്ലേ? എന്തായാലും അതിന്റെ ഒരു ലുക്ക് കാണണ്ട അല്ലേ? ഭംഗിയുണ്ടെന്ന് കണ്ടേ. ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ മക്കളെ. കണ്ട ഫുൾ സിൽവറിന്റെ വർക്ക്. എന്താ രസമല്ലേ? അത് കളേഴ്സും നല്ല ഷെയ്ഡുകളാണ്. പിന്നെ ഇതിന്റെ റേറ്റാണ് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ ഞാൻ വീണ്ടും ഈ റേറ്റിനെ കുറിച്ച് എടുത്ത് പറയണമെന്ന് വെച്ചാലേ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ചേച്ചി റേറ്റ് പറയണില്ല, ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താ കാര്യം? റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാർക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അത് വിൽക്കണമെങ്കിൽ അവർക്ക് മാർജിൻ ഇട്ട് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞാൽ ആ റേറ്റ് പറഞ്ഞിട്ട് പിന്നെ മാർജിൻ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഇതെന്താ മെറ്റീരിയൽ വരുന്നത്? ഇത് ടെസർ മെറ്റീരിയലിൽ ആപ്ലിക് വർക്ക്. ഞാൻ പറയാൻ വരായിരുന്നു. ആപ്ലിക് വർക്കും നല്ല ഇതാ ഫുൾ ആപ്ലിക്. ഇത് ഫുൾ ഇത് തന്നെയല്ലേ? ഓവറോൾ ആപ്ലിക് വർക്ക്. ഇത് മുന്താണിയാണ് അല്ലേ? ബോഡിയിൽ ഇത് അങ്ങനെ വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ ഉള്ളിലത്തെ പോർഷനിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചോ. ഇത് പിടിച്ചോ. ഇതാ ഉള്ളിലത്തെ പോർഷനിൽ ഇതുപോലെ ആപ്ലിക് വർക്ക് ആണ് വരുന്നത്. ബോർഡർലെസ്സിലാണ് കേട്ടോ. ബോർഡർ സ്കാലപ്പ് ചെറിയ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ചമ്മമാരൊക്കെ യൂസ് ചെയ്യണ സാധനം അല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഫാൻസിയിൽ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊന്നും തുറക്കണില്ല കേട്ടോ ഞാൻ, കാരണം ഫാൻസി ജോർജറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇതിന്റെ കളേഴ്സ് കോമ്പിനേഷൻ ഇതെ ഇങ്ങനെയാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന സംഭവമാണ്. ഇനി കുറച്ചുകൂടി ഇങ്ങനെ തിളക്കം മിന്നൊക്കെ അത് നെറ്റാണ് മെറ്റീരിയൽ. പാർട്ടി വെയർ ആയിട്ട് പോകുന്ന പാർട്ടി വെയർ ആയിട്ട്. ഓക്കെ. അപ്പൊ പാർട്ടി വെയറിൽ നെറ്റിന്റെ കളക്ഷൻസ്. അപ്പൊ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയത് ഈശ്വര കളറ് എന്താ രസം അല്ലേ? അടിപൊളി ഇല്ലേ? നല്ല അടിപൊളി കളറ്. നിങ്ങളുടെ ഇവിടെ നിങ്ങൾ കോഴിക്കോടുകാരിയാണോ? കോഴിക്കോട് 2 ഡയലോഗ് പറയും കോഴിക്കോട് ഭാഷയില്. ഞങ്ങൾക്കൊന്ന് പഠിക്കാനാ. കോഴിക്കോട് ഭാഷയിൽ എന്താ ഭാഷയൊക്കെ തന്നെയാ. ഞങ്ങളുടെ ഭാഷ ഇതൊക്കെ തന്നെയാണ്. ഇത് എനിക്ക് കേൾക്കണം, എനിക്ക് പഠിക്കണം പറ. നിങ്ങൾക്കും അറിയില്ല? എന്താ ബേജാറാവേണ്ടെന്ന് പറ. പ്രത്യേകിച്ച് ഭാഷക്ക് ഉണ്ട്. നമുക്ക് പിന്നെ പഠിപ്പിക്കാം.
ഇതിപ്പോ സാരി ഇനി നമ്മള് ബ്രൊക്കേഡ് ഐറ്റത്തിലേക്കാ പോണത്. ഓക്കെ ബ്രൊക്കേഡ്. ഇത് ഒരു മിനിറ്റ് ഈ സാരിയില്ലേ അതുപോലെ നെറ്റ് സാരിയിൽ ഈ ഒരു ഐറ്റം മാത്രമല്ല ഉള്ളത്. ഈ നെറ്റ് സാരിയിൽ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അല്ലാതെ ഈ ഒരു സെറ്റ് മാത്രമല്ല. നമ്മളിപ്പോ ഉണ്ടെന്നുള്ളതൊരു ഹിന്റ് കാണിച്ചു അതെ അതെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു മാത്രമാണ്. ഇഷ്ടംപോലെ ഐറ്റംസ് വേറെ ഉണ്ട്. ഈ നെറ്റിൽ തന്നെ വരുന്നുണ്ട്. നെറ്റില് മാത്രമായിട്ടുള്ളത് അല്ലേ? അപ്പൊ റേഞ്ചിലുണ്ട്, കുറഞ്ഞ ഞാൻ ഒന്നും പറയണ്ട, ഇവിടെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ നില തന്നെ നോക്കിയാൽ മതി. റാക്ക് നോക്കണ്ട നിങ്ങൾ, നില തന്നെ ഫുള്ള് നോക്കിയാൽ മതി. എവിടെ നിന്ന് എടുത്ത് കാണിക്കണേ, എന്തെടുത്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ കളക്ഷൻസ് നിങ്ങളുടെ മൈൻഡിലുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബ്രൊക്കേഡിന്റെ ഇവിടെ നിന്ന് പിടിച്ചോ, ഇങ്ങനെ ഈ ഒരു ബ്രൊക്കേഡിന്റെ കളക്ഷൻസ് ആണ്. അതും സെറിയും പല സെറിയിലാണ് വരുന്നത് അല്ലേ? ഇത് പിങ്ക് കോപ്പറിൽ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇതാണെങ്കിൽ ത്രെഡ് വർക്കിലാണ്. അത് പേസ്റ്റൽ കളർ ആണ് വരുന്നത്. മാറ്റമുണ്ട്. ത്രെഡ് വർക്ക്. അപ്പൊ ത്രെഡില് വേണോ, അതുപോലെ പിങ്ക് സെറിയില് വേണോ, അല്ലെങ്കിൽ ഇത് കോപ്പറിൽ വേണോ, ഇതൊന്നും നമ്മൾ നിവർത്തുന്നില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളി ഉണ്ട്. ഇത് ത്രെഡിൽ വരുന്നതാണ്. ഇതും സെറിയില് കോപ്പറിൽ വരുന്നത് അല്ലേ? ഇത് അടിപൊളിയുണ്ട് കേട്ടോ. ഉടുത്താൽ നമുക്കൊരു 10,000-20,000 ഒരു മതിപ്പ് ഫീൽ ചെയ്യും, തോന്നിക്കുന്ന സാരി. പക്ഷെ ഇവിടെ ആ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇനി അത് കേട്ടിട്ട് ഇതാണ് ഇവിടുത്തെ റേറ്റ് എന്ന് അങ്ങനെയല്ല. ഇവിടുത്തെ റേറ്റ് ഇറങ്ങി വിളിക്കന്നെ വേണം. ഇത് അത്രയ്ക്ക് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഈ കാണുന്നതാണോ? അതെ, ഈ ഒരു സെക്ഷൻ മൊത്തം ഈ ഒരു ഏരിയ കാണുന്നത് മൊത്തം ഇതിന്റെ കളേഴ്സും വേറെ വേറെ വെറൈറ്റി ഐറ്റംസുകളും ഇതിന്റെ തന്നെ. അതെ അതെ. ഈ ഫ്ലോർ അങ്ങോട്ട് ഈ കാണുന്ന ഫ്ലോർ മൊത്തം, ഫ്ലോർ അല്ല, ഈ ഒരു ഏരിയ മൊത്തം, ഈ ഒരു ഏരിയ മൊത്തം, ഈ ഒരു ഫ്ലോർ മൊത്തം സാരീസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഏത് സാരിയൊക്കെ കാണിക്കാനുള്ളത്? ഇനി കോട്ടന്റെ സെക്ഷൻ കാണിക്കാം. കോട്ടൺ സെക്ഷൻ ഇവിടെ തന്നെയല്ലേ ഈ കാണുന്നതല്ലേ? ഈ കാണുന്നത് കോട്ടൺ സെക്ഷൻ ആണ്. അതിന് മുന്നേ എനിക്ക് ഇവിടെ ചെറുതായിട്ടൊരു ഇത് കണ്ടു ഞാൻ. ഈ റണ്ണിങ് മെറ്റീരിയലും ഇവിടെ ഉണ്ടാ? അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽ. അപ്പൊ ഈ മുറിച്ചെടുക്കാണോ, എങ്ങനെയാണ് ഇതിന്റെ പരിപാടി? നമുക്ക് ഇപ്പൊ 50 മീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 20 മീറ്റർ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് കോട്ടണിൽ വരുന്ന അങ്ങനെ പല മെറ്റീരിയൽസ് വരുന്നുണ്ട്. പല മെറ്റീരിയൽസ് ആണ് കേട്ടോ. എത്ര മുറിച്ചെടുക്കുക കൊടുക്കും? 50 മീറ്റർ ഒക്കെ ആണെങ്കിൽ ഒരു 20 മീറ്റർ മുറിച്ചു കൊടുക്കും. അപ്പൊ 25 മീറ്റർ ആണെങ്കിൽ അത് ഫുൾ ആയിട്ട് എടുക്കണം. അതെ. ഇപ്പൊ ഇത് ഫാൻസിയിൽ വരുന്നത് കേട്ടോ. ഇവിടെ ഉണ്ട് ഫാൻസിയിൽ വരുന്ന ഒരു കളക്ഷൻ. അതിൽ ഹക്കോബ ഉണ്ട്, നെറ്റിൽ വരുന്നുണ്ട്, മെയിൻ ഫാബ്രിക്കിൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കോട്ടൺ സെക്ഷൻ. ഇനി നിങ്ങൾ അവിടെ കുറച്ച് നേരം നിൽക്കും, ഞാൻ പറഞ്ഞു കൊടുക്കാം അല്ലേ? വാ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. അത് അയ്യോ അങ്ങോട്ട് വരല്ലേ. ഇവിടുത്തെ സെക്ഷൻ്റെ ആരാ? ചേച്ചി കോട്ടൺ തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത്. അടിപൊളി കോട്ടൺ സാരി അത്. എല്ലാം പിന്നെ ചേച്ചി വൈബാണല്ലോ. ചേച്ചിയുടെ സാരി നിന്ന് നമുക്ക് തുടങ്ങാം. ഈ സാരി ഒന്ന് കാണിച്ചു കൊടുത്താൽ ആദ്യം. അടിപൊളി സാരി അത്. കോട്ടൺ അല്ലേ? കോട്ടൺ ആണ്. എന്റെ പൊന്നെ ചേച്ചി, അപ്പൊ ഒരു സാരി തന്നെ നമുക്ക് സാരി കൊടുത്താൽ ഈ ഷോപ്പത്തെ സാരി തന്നെയാ. ശരിക്കും വയ്യ. ഇനി റേറ്റ് പറയായിരിക്കും കേട്ടാ. റേറ്റ് പറയൂല. അല്ല, ആവേശത്തില് നമ്മളെ റേറ്റ് വില കുറവെന്ന് പറയുമ്പോ നമ്മൾ എടുത്തങ്ങോട്ട് പറയോ? റേറ്റ് പറയൂല. ഇനി നമുക്ക് സാരി കോട്ടന്റെ വെറൈറ്റികളൊന്നും കാണിച്ചു. ഇത് പോളി കോട്ടൺ ആണ്. ഇതാ പോളി കോട്ടൺ. ചേച്ചി കോട്ടണിന്റെ സെക്ഷൻ മാത്രമാണ്? കോട്ടൺ മാത്രമേ കൊടുക്കുള്ളൂ? എല്ലാ സാരി ഉടുക്കും. പക്ഷെ കോട്ടൺ ഇന്ന് ഭയങ്കര ഇഷ്ടമാണ്. അതെ. ഇത് ഫുൾ പ്രിന്റിൽ വരുന്നതല്ലേ? പോളി കോട്ടൺ. ഓക്കെ. അപ്പൊ ഇതിന്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോ ഇതൊക്കെ വരുന്നത്? ഇതിന്റെ വേണ്ട, കുഴപ്പമില്ല, അത് ഉണ്ടല്ലോ. ചേച്ചി അപ്പോഴേക്കും ഓടണ്. ഇതും പോളിക്കോട്ടൺ തന്നെയാ? ഇതും പോളിക്കോട്ടൺ. പക്ഷെ ഇത് കോൺട്രാസ്റ്റിൽ വരുന്നത് അല്ലേ? ഇത് കോൺട്രാസ്റ്റ്. ഇത് കോൺട്രാസ്റ്റ് വരുന്നത്. നല്ല ഒരു അടിപൊളി ക്വാളിറ്റി ഇല്ലേ? തൊടുമ്പോൾ ഒരു ഫീലിംഗ്. ഇതിന്റെ ഉൾഭാഗം അതുപോലെ മുന്താണിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരെണ്ണം ഒരൊറ്റ സിംഗിളിൽ വരുന്ന പ്രിന്റ്, പിന്നെ ഇത് കോൺട്രാസ്റ്റ് വരുന്ന. ഇനി കുറച്ചുകൂടി ആർഭാടം നമുക്ക് പിന്നെ ക്ലാസ് വർക്ക് വരുന്നത്. അതന്നെ, മിറർ വർക്ക് കൂടി വരുന്നുണ്ട് അതില്. പ്രിന്റിൽ തന്നെയാ ക്ലാസ് വർക്ക് വരുന്നത്. അതും മിറർ വർക്കിൽ വരുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ കളേഴ്സ് ഉണ്ട്. കോട്ടൺ എന്ന് പറയുമ്പോ ആ ഒരു കാര്യത്തില് എന്ന് വെച്ചാ 365 days കോട്ടൺ മാത്രം കൊടുക്കണവരും ഉണ്ട് അല്ലേ? അങ്ങനെ. ചേച്ചിയുടെ ചിരി അടിപൊളി കേട്ടോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ ഉറപ്പ് വെച്ചോളാം. ഇനി ഈ സാരി ചേച്ചി മാറ്റിയാ അങ്ങോട്ട് അടുത്ത സാരിയിലേക്ക് പോവാം. ഇതേതാ? ഇത് പിന്നെ ചന്തേരി സിൽക്കാണ്. സിൽക്ക്. ഓക്കെ. ചന്തേരി സിൽക്ക് തന്നെ. ആ ഒരു കോട്ടൺ ടച്ച് തന്നെ വരും. കോട്ടൺ ടച്ച് തന്നെ വരുന്നുണ്ട്. ഇതിന്റെ കളർ പക്ഷെ നന്നായിട്ടുണ്ട്. നല്ലൊരു പ്രിന്റും ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ. ഒരു എന്താ പറയാ, ഷിബോരിയുടെ വർക്കാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത്.
ഷിബോരിയുടെ ദുപ്പട്ടൊക്കെ ഉണ്ട്, അതുപോലെ ഷിബോരിയുടെ വർക്കിൽ ഫുൾ മുന്താണിയുടെ ഒരു പോർഷൻ. എന്തായാലും കോട്ടണിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. ഇതാ ഇത്രയും കളേഴ്സ് സെറ്റാണ്. സെറ്റ് അല്ല, ബ്ലൗസ് വരുമ്പോൾ എങ്ങനെ വരാ? ബ്ലൗസും കൂടി നോക്കണമല്ലോ. ബ്ലൗസ് ലൈൻസ് ആ ഈ ലൈൻ അല്ലേ? ഈ ലൈൻ ഇത് മുന്താണി വരുമ്പോ ഇത് ലൈൻ ആയിട്ട് ഇത് ബ്ലൗസ് ബ്ലൗസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും ഇത് രണ്ടില് ഒരെണ്ണം ബ്ലൗസ് ഒരെണ്ണം മുന്താണി, അത് സെറ്റ്. എന്തായാലും ബ്ലൗസ് ഉണ്ട്. കൺഫ്യൂഷൻ വേണ്ട, ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് ഇല്ലാണ്ട് ഞങ്ങൾ നിങ്ങളെ വിടൂല. ഇതാണ് ഡൂപ്പിയാൻ സിൽക്കാണ്. ഡിഫറൻ സിൽക്കിൽ നമുക്ക് ബോർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബോർഡർ ഉണ്ട്, എന്നാൽ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ പ്രിന്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത്. മുന്താണി പോർഷൻ ഇതാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് കേട്ടോ നമുക്ക് ആ ഒരു ബോർഡർ പോലെ കാണിച്ചിരിക്കുന്നത്. ഇത് ഡുപ്പിയൻ സിൽക്ക് അല്ലേ? കളർ ചേഞ്ച്. കുറേ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അല്ലേ സാരീസിനൊക്കെ? ഇഷ്ടം നല്ലോണം സാരീസിൽ തന്നെ സാരി കച്ചവടം മാത്രം നടത്തുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പോക്കറ്റിൽ കുറേ കാശ് ഉണ്ടാക്കാം അല്ലേ? ഒരു കട തുടങ്ങണം. ഇങ്ങനെ കിടന്ന അങ്ങോട്ട് കിടന്ന വേറെ പ്രിന്റിൽ വരുന്നതാണ്. ഇത് പ്രിന്റ് മാറി. ഈ പ്രിന്റ് ഒക്കെ കാണിക്കുമ്പോ വാഷ് ചെയ്യുമ്പോ പോവോ? ഇല്ല, പോവില്ല. അല്ല, നിങ്ങൾ കോട്ടൺ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മള് നിങ്ങളോടല്ലേ ചോദിക്കാൻ, കടയുടെ ഓണറോട് ചോദിച്ചാൽ ഇല്ല തന്നെ പറയുള്ളൂ. നിങ്ങളാകുമ്പോ കറക്റ്റ് ആയിട്ട് പറയാം പോവോ? ഇല്ല, പോവില്ല. അപ്പൊ സെറ്റ്. അത് ഫുള്ള് ഗ്യാരണ്ടിയാണ്, പ്രിന്റുകളൊന്നും പോയി. ഇതിന്റെ കളറുകളാണ്. കളർ അതുപോലെ തന്നെ കളർ ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. പ്രിന്റും പോവില്ല, കംപ്ലൈൻറ്റ്സ് വരല് കുറവാണ് കേട്ടോ. നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ്. പിന്നെ ഉള്ളത് നമുക്ക് കോട്ടണിൽ വരുന്ന ഓയിലി സാരി, ഓയിൽ സാരി, ഗഡ്വാൾ സാരി. ഗഡ്വാൾ സാരി അല്ല, അമ്മമാരെന്ന് പറയുമ്പോ പണ്ടത്തെ അമ്മമാരെന്ന് പറയുമ്പോ അവര് പറയണത് ഓയിൽ സാരി എന്നാ പറയുള്ളൂ. പക്ഷെ അതൊക്കെ മാറി ഇപ്പൊ ഗഡ്വാൾ സാരി. അതില് ഈ തിളക്കൊക്കെ ഉണ്ട്, അപ്പൊ പുറത്തേക്കൊക്കെ ഇട്ട് പോകാം. അതെ, അതിനായിട്ട് യൂസ് ചെയ്യാം ഇതില്ലേ. ഇതിനും കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത്രയും ഷെയ്ഡ്സുകൾ ഉണ്ട് കേട്ടോ. ലെവൻഡർ പിന്നെ ഇപ്പൊ ഒരുവിധം എല്ലാത്തിലും ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് കൊണ്ട് നല്ലൊരു ഷെയ്ഡായി മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഡെയിലി യൂസിന് അല്ലേ? ഇത് അതിന്റെ ബ്ലാക്ക് കളർ അതന്നെ ഗഡ്വാളിന്റെ ഗഡ്വാളിന്റെ തന്നെ നമുക്ക് അതില് ചെറിയൊരു തിളക്കൊക്കെ കണ്ട്. ഇതാകുമ്പോ തിളക്കല്ല. പിന്നെ ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് കച്ചവടക്കാർക്ക് എന്തായാലും മേടിച്ച് വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെയും കളക്ഷൻസ് ഉണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ആഷ് കോമ്പിനേഷൻ, ഇതൊക്കെ അതിൽ പെട്ടിട്ടുള്ള വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. അപ്പൊ കച്ചവടക്കാർക്ക് വേണ്ട ഐറ്റംസ് അല്ലാതെ ഇവിടെ ഉണ്ടെന്ന് സാരീസിൽ കേട്ടോ. ഇതൊക്കെ പല പല പ്രിന്റ്സ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നോക്കണ്ട, അതിൽ തന്നെ പല പല പ്രിന്റ്സ്. ഇത് പ്രിന്റ് തന്നെയല്ലേ? ശരിക്കും ഇത് നോക്കിയത് ത്രെഡ് വർക്ക് ചെയ്തൊരു ഫീലിംഗ് കേട്ടോ. പക്ഷെ ഇത് പ്രിന്റ് ആണ്. ഒരു തൊടുമ്പോൾ ഒരു എംബോസിന്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്, ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് എടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷെ പ്രിന്റ് ആണ്. അത് ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. എന്നാൽ ഫീലിംഗ് വരണം അല്ലേ? അതല്ലാണ്ട് വീഡിയോ കോളിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയില്ലേ പ്രിന്റ് ആണോ ഇതാണോ എന്നൊക്കെ. ഓക്കെ, അങ്ങനെ ഇതാ കളേഴ്സുകൾ. പിന്നെ ഈ കാണുന്നത് ഇതൊക്കെ ഗഡ്വാളിന്റെ ചേച്ചി പറയട്ടെ. ഫുൾ ഗഡ്വാളിന്റെ കോട്ടന്റെ സെക്ഷൻ ആണ് ഫുൾ വരുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ആ കാണുന്നത് നമ്മുടെ ഡൂപ്പിയൻ സിൽക്ക്, പിന്നെ ഈ മറ്റേ സിൽക്ക്, ആ സിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇത് പോളിക്കോട്ടൻ. ഓക്കെ, ആ ഒരു സെക്ഷൻ ആണ് ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ തന്നെ ഇനി കുറെ വരുന്നുണ്ട്. ഇനിയും ഉണ്ടാ ചേച്ചി ആ സെക്ഷനിലുള്ളത് തന്നെയാ? അപ്പൊ ചേച്ചിനെ ഇനി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വാ ഈ സാധനം എനിക്ക് ഇഷ്ടമായിട്ടോ, ഈ ഒരു ഡമ്മിയിലുള്ള ഒരു സെക്ഷൻ. അതാ ഡമ്മിയിലുള്ളതാണ്, അതിന്റെ കളറാണിത്. ഇതല്ലേ? ഇതല്ല, ഇതൊക്കെ അതിന്റെ കളർ. ഇതൊക്കെ അതിന്റെ കളേഴ്സ്. ഈ ഡമ്മിയിൽ കിടക്കുന്നത് ഇതാ നല്ല നല്ല കളേഴ്സ്. അതുപോലെ കസവ് വരുന്നുണ്ട് സൈഡിൽ. ശ്രദ്ധിച്ചാൽ ഏകദേശം അറിയാവുന്ന എനിക്കറിയില്ല. സൈഡിൽ കസവിന്റെ ഡിസൈൻസ് വരുന്നുണ്ട്. പിന്നെ ഈ ബ്ലൗസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ? ബ്ലൗസ് ഇവിടുത്തെ ബ്ലൗസ് ആണ്. അത് പറയണ്ടേ? ഇതും ഇവിടുത്തെ ബ്ലൗസാ. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ നല്ലൊരു കളക്ഷൻസ് ഇവർക്ക് ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ബ്രഷ് പെയിന്റിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അടിപൊളി കളക്ഷൻ വർക്കാണ്. ഇതിലിപ്പോ എങ്ങനെയാ കളേഴ്സാ അല്ലെങ്കിൽ ഇതിന്റെ പ്രിന്റുകളാണോ മാറി കിട്ടാ? കളേഴ്സ് ആണ്, പ്രിന്റ് മാറില്ല. ചേച്ചി പ്രതിഭ ചേച്ചിയുടെ സെക്ഷനിലേക്ക് വാ, അല്ലെങ്കിൽ ചേച്ചി നാളെ പറയും എന്നെ മാറ്റി നിർത്തിയിട്ട് അതെ ആള് കയറിയിരുന്നു എന്ന് പറയും, സെക്ഷൻ കൈ കടത്തി എന്ന് പറയും. അപ്പൊ ഇത് ഞാൻ ചോദിക്കണത് പ്രിന്റുകൾ മാറും, കളേഴ്സ് വ്യത്യസ്തമായിട്ട് വരും. അങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത് കോട്ടണിൽ വരുമ്പോ കേട്ടോ.
അപ്പൊ എല്ലാത്തിലുള്ള ഇതില് ഇതിൽ മാത്രം. ബാക്കിയുള്ളതിലൊക്കെ കളേഴ്സ് മാറും, പ്രിന്റ് അതൊക്കെ സെയിം ആയിരിക്കും. ഇനി അടുത്ത കോട്ടൺ നോക്കുകയാണെങ്കിലോ, കോട്ടൺ ഇതാ പ്രിന്റഡ് കോട്ടൺ. ഈ കോട്ടൺ എന്ന് പറയുമ്പോൾ വല്ലാണ്ട് നമുക്ക് നിവർത്തി കാണിക്കാൻ പറ്റില്ല, അത് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ. printed അപ്പൊ ഇങ്ങനെ തന്നെയാ നോക്കാൻ പറ്റുള്ളൂ. ഇതാ ഇത് പ്രിന്റഡ് കോട്ടൺ അല്ലേ, അതും വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരും. ഇതും പ്രിന്റഡ് കോട്ടൺ. ഇതും പ്രിന്റ്. എനിക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിൻ ആയിട്ട് അത്രയും എടുത്ത് കാണിച്ചത്. ഇത് നല്ല രസമുണ്ട്, സൂപ്പർ ഐറ്റം ആണ് അല്ലേ, പറയണ്ട. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അവർക്കൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടോ. കൂടുതൽ കൊച്ചമ്മമാർ ഉപയോഗിക്കുന്നത് എഫോർട്ട് റേഞ്ചിൽ പറ്റിയ സാധനം. ഇപ്പം എന്നാൽ അവരൊന്നും ഓടിങ്ങോട്ട് വരായിരിക്കട്ടെ, ഇവിടെ കച്ചവടക്കാർക്ക് മാത്രം അല്ലേ, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ കുടുംബശ്രീന്നോ ഇവര് പറഞ്ഞിട്ട് ഒന്നും ഇവിടേക്ക് വരായിരിക്കും. അത് എടുത്തെടുത്ത് പറയണം. നമ്മുടെ കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട്, പേഴ്സണൽ മെസ്സേജസും നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സിംഗിൾ പീസ് കിട്ടുമോ, ഞങ്ങൾക്ക് കല്യാണമാണ്, അവിടുന്ന് കല്യാണം പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് കച്ചവടക്കാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം ഏത് കടയിലേക്കാണ് പോകുന്നത്, അവിടെ പോയിട്ട് ഇവരുടെ സാരീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലേ. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ ഏത് കടയിലേക്കാണ് നിങ്ങളുടെ സാധനങ്ങൾ പോകണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കില്ല. അവരെ ഏരിയയിലുള്ള അടുത്തുള്ള ഏരിയയിലുള്ള സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചന്തേരി കോട്ടൺ ആണ്. ചന്തേരി കോട്ടൺ ഒക്കെ അല്ലേ, നമുക്കൊരു ലോ ബഡ്ജറ്റ്, നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന കളക്ഷൻസ്, കളക്ഷൻസ് അല്ല, കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ റേറ്റ് അത്രയും നിസ്സാര റേറ്റ്. പിടിക്ക് ഇതൊക്കെ ഇങ്ങനെ മേത്തിങ്ങനെ ഒട്ടി എടുക്കുന്ന ടൈമില് നല്ല സുഖല്ലേ, ഒതുങ്ങി എടുക്കുന്ന നല്ല സുഖം കണ്ട. അതിൻ്റെ ഒക്കെ കളേഴ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കളേഴ്സുകൾ നല്ല ഒരു സട്ടലായിട്ടുള്ള ഷെയ്ഡ്, അങ്ങനെ വലിയ ആർഭാടായിട്ടുള്ള ഷെയ്ഡുകളൊന്നുമല്ല. ഇത് ലിനൻ ക്ലോത്ത്. ഞാൻ ഒരു ചെറിയൊരു കനുണ്ട്, എന്നാൽ നല്ല സോഫ്റ്റും ഉണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് തന്നെ ലിനൻ്റെ സത്യം നല്ല ഉടുത്ത ഫ്ലീറ്റില് കറക്റ്റ് ആ ഒരു ഭംഗിയിൽ കിടക്കും. ആ ഒരു സംഭവമാണ് ഈ ഒരു ലിനൻ്റെ സാരി എന്ന് പറയണത്. ഇതിലും ഒരുപാട് പ്രിന്റുകളുണ്ട്. പ്രിന്റ് നോക്കുകയാണ്, പ്രിന്റ് സെയിം ആയിരിക്കും ഇതിന്റെ കളേഴ്സ്. എന്നാൽ ഇതിൽ തന്നെ പ്രിന്റുകളും ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ഒരൊറ്റ മെറ്റീരിയലിൽ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ചുങ്കിടി എന്റെ ചെറുപ്പം തൊട്ടേ ഞാൻ കേട്ടു ഇപ്പോഴും പോകുന്നുണ്ട്. അത് ഔട്ട് ഓഫ് ഫാഷൻ ചെറുപ്പം തൊട്ട് കാണുന്നത് കേൾക്കണതല്ലേ, പ്രത്യേകിച്ച് അതെ. ചുങ്കടി അല്ലെങ്കിൽ ബാന്തിനി, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ബാന്തിനിക്കോട്ട എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഗുജറാത്തിലത്തെ ഫേമസ് ആണ് കേട്ടോ. ഈ ഒരു ബാന്തിനി അല്ലെങ്കിൽ രാജസ്ഥാൻ ഫേമസ് ആണ് ബാന്തിനി പറഞ്ഞാൽ. ഇതൊക്കെ എപ്പോഴും ട്രെൻഡാണ്. ഈ എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ സംഭവമാണ്. അതിന്റെ കളേഴ്സുകൾ നേരത്തെ ഞാൻ പറഞ്ഞതിനോട് ഒരു കാര്യമുണ്ട്. ഈ ഒരു ഐറ്റം മാത്രമല്ലേ, ചുങ്കിടി തന്നെ വേറെ വേറെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതൊരു സ്പെഷ്യൽ എന്താ പറയാ, സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇത് മാത്രമല്ല, അല്ലാതെ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷ സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂര് നിങ്ങളുടെ കോഴിക്കോട് ഭാഷയിൽ പറയാ. ചുങ്കിടിയിൽ തന്നെ വേറെ ഐറ്റംസ് ഉണ്ട്, ഇഷ്ടംപോലെ കാണാനും ഉണ്ട് കേൾക്കാനും ഉണ്ട് അല്ലേ. അടിപൊളി അതാണ് മെയിൻ ആയിട്ട് പറയണ്ടത്. അടിപൊളി കളക്ഷൻ എന്താ പറയാനുള്ളത്, നമ്മുടെ ഭാഷ പഠിച്ചു. ഇതൊരു കോട്ടൺ, ചുങ്കിടി കോട്ടൺ തന്നെ. അതിലെ കളറാണിത്. ഇത് അലക്കുന്തോറും ഇങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് കളർ നല്ല ക്ലിയർ ആയി വരിക, ക്ലിയർ ആയിട്ട് നല്ല ഇങ്ങനെ ഉദിച്ച് നിൽക്കണ ഒരു സംഭവമാണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അലക്കുന്തോറും ഫേഡ് ആവോ എന്നുള്ളത്. അങ്ങനെയല്ല, ഈ ഒരു കാര്യത്തിന് നമുക്ക് കളർ കൂടി വരിക ചെയ്യുള്ളൂ. നല്ല ക്ലാരിറ്റി കിട്ടും കളറിന്. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ് ആണ് ഫുൾ കോട്ടന്റെ. ഈശ്വര, ഇതൊക്കെ കോട്ടൺ അല്ലേ. എന്തോരം കാണിക്കാണ്ട്. ഞാൻ ഇങ്ങനെ ഫുൾ തുറക്കണില്ല കേട്ടോ, ഇങ്ങനെ കാണിച്ച് പോവാ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ഒരു ഫ്ലോറും കൂടി കാണിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ കളേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ ഈ കാണിക്കുന്നത്. കളേഴ്സ് കഴിഞ്ഞ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെ നിന്ന് എടുക്കുക, എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആയി. പിന്നെ എംബോസ് ആണ് കോട്ടണിലെ, എംബോസ് കോട്ടൺ, എംബോസ് വർക്ക്. ഇതൊക്കെ പുറത്ത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പുറത്തത്തെ റേറ്റ് പിന്നെ ഇവിടെ കമ്പയർ ചെയ്യാനും പറ്റില്ല. ഇത് നമ്മുടെ റിച്ച് പല്ലു. ഓഹോ, സെറ്റ്. ഇനി എന്ത് വേണം എല്ലാത്തിനും. വിത്തൗട്ട് ബ്ലൗസുള്ള സംഭവം നമുക്ക് ഇവിടെ ഇല്ലേ? വരുന്നുണ്ട്, പക്ഷെ ചിലത് നമ്മള് ബ്ലൗസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് എംബോസിൽ വർക്കുള്ളത്. ഇതാ എംബോസിൽ വർക്ക് ഫുള്ള് എന്നാ സൈഡിൽ ജെറി വർക്ക് വരുന്നുണ്ട് അല്ലേ. സൈഡിൽ ജെറിയിലൊരു ഡിസൈൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് നല്ല അടിപൊളി മുന്താണി ഇത്രയും റിച്ച് ആയിട്ട് വരുന്നത്. എന്നാൽ റിച്ച് കുറവുള്ളതും കൂടിയതും അങ്ങനെ ഒക്കെ കോട്ടണിലെ സെയിം മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ്. വിഷരി
ഫിഷറി പട്ട് അല്ലേ? ഫിഷറി വർക്കിലുള്ള എംബോസ്. ഇത് ഒരു ഭാഗം മാത്രം നിവർത്തിയാൽ മതി. ഫുള്ള് നിവർത്തിയാൽ കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി അതൊന്ന് വലിച്ചേ. ഇതാണ് ഫുൾ സെൽഫ് എംബോസ് എന്ന് പറയില്ലേ, ആ ഒരു വർക്കാണ് ഇതിൽ. കോപ്പർ സെറിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കണേ. കോപ്പർ സെറിയും കൂടി ഇതിൽ വർക്ക് വന്നിരിക്കുന്നുണ്ട്. കോട്ടണില്ലേ? പക്ക കോട്ടണിൽ വരുന്നത്. ഇതെന്താ? പെയിന്റ് വർക്കുള്ള കോട്ടൺ. പെയിന്റ് വർക്കിന്റെ നല്ല കളക്ഷൻസ് ഇവിടെ കണ്ടു കേട്ടോ. ഒരുപാട് നമ്മുടെ ബ്രഷ് പെയിന്റ്. ചെറുതായിട്ടൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു മൈക്രോ ചെക്കില് ഫുൾ ആ ഒരു ഹാൻഡ് ബ്രഷിന്റെ വർക്കാണ് ഇതിൽ ഫുൾ വന്നിരിക്കുന്ന വർക്ക് കേട്ടോ. അപ്പൊ ഇതിന്റെയും ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. വരിക, ചൂസ് ചെയ്യാം. ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണിക്കാനുള്ള നേരം പറഞ്ഞ നേരത്തെ. അതെ, നമ്മൾ കുറേശ്ശെ കാരണം നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞിട്ടുള്ള ഇനി ഒരു താഴത്തെ ഫ്ലോർ കിഡ്സിന്റെ കൂടി ഉണ്ട്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ അല്ലേ? ഹാൻഡ്ലൂം കോട്ടണില് നല്ലൊരു സട്ടലായിട്ടുള്ള ഒരു ഷെയ്ഡ്. ഒരുവിധം മിക്കതും ആൾക്കാരും അല്ലാത്തവരും ടീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ വർക്കിംഗ് വുമൻസ് വരുന്ന കളേഴ്സുകൾ കേട്ടോ. ഇത് ഞങ്ങൾ സെറ്റായിട്ട് തന്നെയാണ് കൊടുക്കാറ്. സെറ്റായിട്ടാണ് കൊടുക്കുക. അതിന് ഒരു സംശയമില്ല. സെറ്റ് ഇല്ലാണ്ട് ഒരു പീസിനായിട്ട് ആരും വരേ വേണ്ട, വിളിക്കും വേണ്ട. ഇത് സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കാണിക്കാട്ടോ. നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഹിന്റ് കാണിക്കാൻ വേണ്ടിട്ട്. കണ്ടാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി പ്രിന്റുകൾ അല്ലേ? അടിപൊളി പ്രിന്റാ ശരിക്കും. ഇതൊക്കെ 1 ലെയർ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് മുടിയൊക്കെ ഇട്ടിട്ട് നിവർത്തിയിട്ട് ഇങ്ങനെ നടക്കണം കൊച്ചുമ്പോ ചമഞ്ഞല്ലേ? നല്ല രസമായിരിക്കും കാണാനായിട്ട്. സെറ്റ് ലുക്ക്. ഇപ്പൊ ഇതിന്റെ കളറുകളാണ്. ഇതിന്റെ കളേഴ്സ് അല്ലേ? ഇതൊക്കെ കോട്ടൺ. ഇപ്പൊ ഈ ഇരിക്കുന്നത് മൊത്തം കളറുകൾ. അതൊക്കെ ഒക്കെ വേറെ വേറെ അതെ ഒക്കെ വേറെ വേറെ ഡിസൈൻസ് ആട്ടോ. ഒക്കെ വേറെ വേറെ പ്രിന്റുകളാണ്. കളറുകളും കിട്ടും നമുക്ക്. സൂപ്പർ. കോട്ടണിൽ തന്നെ ഒരു ഫുള്ളി 3 കളക്ഷൻസ്. ഇത് മാങ്ങ പ്രിന്റ്. മാങ്ങ പിന്നെ ഇട്ടിട്ടുള്ള കളിയില്ലല്ലോ നമ്മുടെ നാട്ടില്. മാങ്ങയും ടെമ്പിളും ഇത് രണ്ടും വേണമല്ലോ. അതില്ലാണ്ട് ഒരു കളിയില്ല. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ ത്രെഡാണ്. ത്രെഡ് വർക്കാണ് കേട്ടോ. അത് ഇത്രയും നേരം നമ്മൾ കാണിച്ചത് പ്രിന്റിലായിരുന്നു. ഇത് കാണിച്ചത് ത്രെഡ് വർക്കിലാണ്. ത്രെഡ് വർക്കും പ്രിന്റിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡിസൈൻ്റെ കളേഴ്സുകൾ. ഓക്കെ. ഇത് എന്തൊരു സംഭവം? ഇത് കോട്ടൺ തന്നെയാ? അത് പോളിക്കോട്ടൺ. പോളിക്കോട്ടനില് ചെറുതായിട്ട് ബുട്ടുള്ളത്. ബുട്ട വർക്ക് വരുന്നുണ്ട്. പോളിക്കോട്ടൺ എന്ന് പറഞ്ഞാൽ തന്നെ മിക്സ് ആണല്ലോ. പോളിക്കോട്ടനിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇടയിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വരുന്നതാണ് ബുട്ട വരുന്നത്. ബുട്ട ഇതേമാതിരി പോളിക്കോട്ടൺ പ്രിന്റിലും ഇതിന്റെ കളറാണ് ഇതൊക്കെ. എന്നാ പ്രിന്റിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ വീവിംഗിലും മാത്രം? ഇത് എംബ്രോയിഡറിയിൽ വരുന്നതാ. ഓക്കെ. ഇത് എംബ്രോയിഡറിയിൽ. ഇതേ എംബ്രോയിഡറിയില് നേരത്തെ പറഞ്ഞ ഒരു ടെമ്പിള് അത് വീവിംഗിലാണ് കേട്ടോ. ഇത് ഫുള്ള് അതേമാതിരി പോളിക്കോട്ട പ്രിന്റിലും ഇത് വരുന്നുണ്ട്. ഇനി നമ്മുടെ ചെട്ടിനാട് അതേമാതിരി അല്ല കള്ളിയും കൂടെ ഉണ്ട്. പോളിക്കോട്ടൻ കള്ളി. പോളിക്കോട്ടല് കള്ളി ഉണ്ട്. അത് കോഴിക്കോട് ഭാഷയാ? ശരി. ഓക്കെ. കോഴിക്കോട്ടനില് കള്ളി. ഇതാണ് കോഴിക്കോട് കളേഴ്സ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് കോഴിക്കോട് ഭാഷ ഒന്നുകൂടി അറിയോ പറയാനായിട്ട്? ഒന്നുകൂടി. നിങ്ങൾ ഇവിടുത്തെ കാര്യമാണോ? ഞാൻ ഇവിടുത്തെ കാര്യം. കോഴിക്കോടിൽ രണ്ടൊരു ഭാഷ പറയും. ഇവർക്കൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവും. കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി ഭാഷ വന്നിക്ക് പോയിക്ക് എന്നാലും പറയേ നിങ്ങളുടെ ലാംഗ്വേജ് ഒന്ന് കേട്ടെ. വന്നിക്കിന്ന് പറയും. വന്നിക്കിന്ന് പറയും. നിങ്ങൾ വന്നിക്ക്. നിങ്ങൾ ബേജാറാവല്ല. നിങ്ങൾ പോയിനൊക്കെ ചോദിക്കും. നിങ്ങൾ എങ്ങോട്ട് പോയിന്ന്? എങ്ങോട്ട് പോയിന്? ഇങ്ങോട്ട് വാന്ന് പറയും. ഇങ്ങോട്ട് വാന്ന് പറയും. ഇത് ഞാൻ പറയണത് തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്തായാലും ഒരു കസ്റ്റമർ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആളെ ഒന്ന് പിടിച്ചിട്ട് ഞാൻ ഇതിപ്പോ വരാം. അത് കഴിഞ്ഞിട്ട് കള്ളി കാണാനുണ്ട് കുറച്ച്. അപ്പൊ കസ്റ്റമർ ഒന്ന് സെലക്ട് ചെയ്യണതിന്റെ ഇടയിൽ. കസ്റ്റമർ അല്ലേ? ഞാനൊന്ന് വരട്ടെ. തിരിച്ചൊന്ന് ചോദിക്കട്ടെ. എവിടെയാണ് സ്ഥലം? കണ്ണൂര് ഭാഷ കേൾക്കണം എനിക്ക്. ഫാഷൻ മന്ദിര കണ്ണൂർ. കണ്ടാ ഞാൻ ചോദിച്ചില്ല. അപ്പോഴേക്കും ആളുടെ പ്രൊമോഷൻ എടുത്ത് പറയല് കഴിഞ്ഞു. അവിടെ കൂടുതൽ സാരീസ് ആണോ? സാരിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഐറ്റംസ് എല്ലാം. എങ്ങനെയാണ്? ഇവിടുന്നാണോ പർച്ചേസിങ്? ഇവിടുന്ന് കൂടുതൽ പർച്ചേസ് ചെയ്തു.
എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തത് ഓർഡർ ഓടിയതല്ല. കളക്ഷൻസ് എങ്ങനെയുണ്ട് ഇവിടെ ക്വാളിറ്റി? നല്ലതായിരുന്നു. കളക്ഷൻസ് ഒക്കെ നല്ല ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾക്ക് മനസ്സിന് പിടിച്ചൊരു സെലക്ഷനും കാര്യങ്ങൾ അത് കിട്ടണമെങ്കിൽ ഇവിടെ വരണല്ലേ. അതാണ് എങ്ങനെ പോയാലും നമ്മള് പറഞ്ഞോ ഞാൻ പിടിച്ച് തിന്നുന്നില്ല. എങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോയാലും കളക്ഷൻസിന് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണതല്ലേ. വരണ എങ്ങനെയുണ്ട് ഇനി കളക്ഷൻസ് ഒക്കെ പോട്ടെ, റേറ്റ് ഒക്കെ എടുക്കാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് ഐറ്റംസ് ആണ്. ക്രിസ്മസിന്റെ കളക്ഷൻ ഓൾറെഡി ഉണ്ട്. കച്ചവടം തുടങ്ങിയ നമ്മുടെ ക്രിസ്മസിന്റെ നമുക്ക് റീറ്റെയിലിൽ വരുമ്പോൾ സമയം എടുക്കും. പക്ഷെ ഹോൾസെയിൽക്കാർക്ക് ഓൾറെഡി കച്ചവടം തുടങ്ങി. അപ്പൊ അതിന്റെ കളക്ഷൻസ് റെഡിമെയ്ഡും സാരീസ് അതൊക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ട്. എന്താ പേര്? നിസാമുദ്ദീൻ. ഒരു ഫോട്ടോ എടുത്തോട്ടെ കൂടെ നിന്നിട്ട്. ആൾക്ക് എന്താ ഞാൻ എല്ലായിടത്തും ഇടും. ഭാര്യ കാണുന്നുള്ള പേടി കൊണ്ടാണ്. പിന്നെ എന്താ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ശരി, അപ്പൊ താങ്ക് യു. ആള് ഭയങ്കര പെടിക്കാരനാണ്. അവിടെ പോയി നമ്മുടെ കള്ളി. നമ്മുടെ കള്ളി. വാ, കള്ളിയുടെ അടുത്തേക്ക് പോവാ. വാ, കള്ളിയാണ് ഇവിടെ മൊത്തം ഇരിക്കണത്. ഇതൊക്കെ കോട്ടൺ അല്ലേ? ഇതൊക്കെ കോട്ടനാ. കോട്ടണിലെ കള്ളികൾ അതൊക്കെ. ഇതൊക്കെ പലതരം കള്ളികള്. വലിയ കള്ളി, ചെറിയ കള്ളി, പ്ലെയിനിൽ വേണോ? ഇങ്ങനത്തെ കള്ളി. ഇതൊക്കെ കോട്ടണിൽ വരുന്നതല്ലേ? ഇത് ഇന്ന് തീരൂല. നോക്കിയേ നിങ്ങൾ, അങ്ങോട്ട് നോക്കിയേ. അതെ, ഇതൊക്കെ കോട്ടൺ. എവിടുന്ന്? അതെ, ഇതൊക്കെ കോട്ടണിൽ വരുന്ന കളക്ഷൻസ്. ഇത് എടുത്താലും തീരൂല. അത്രയും ഇതല്ലേ. ഇതൊക്കെ സോഫ്റ്റ് കോട്ടൺ ആണ്. ബ്ലൗസ്, അതാണ് അതിന്റെ പ്രത്യേകത. ഇതൊക്കെ സോഫ്റ്റ് കോട്ടൺ ആണ്. മുന്താണി ആയിരിക്കും, വിത്ത് ബ്ലൗസ് ഉണ്ടാവും. ഒക്കെ നല്ല മെറ്റീരിയൽ വരുന്ന കോട്ടൺ സാരി. ഇതൊക്കെ ഫുൾ കോട്ടൺ. ഇവിടെ ഇരിക്കണത് കോട്ടൺ, അവിടെ ഇരിക്കണതൊക്കെ കോട്ടൺ. ഇനി എവിടെ നിന്നൊക്കെ എടുത്ത് കാണിക്കുക. അപ്പൊ എത്രത്തോളം കള്ളിയായാലും എംബോസ് ആയാലും അങ്ങനെ പലതരം കോട്ടനുകളുടെ ഒരു സെക്ഷൻ ആട്ടോ. വില്ലേജ് കോട്ടൺ, ഡോക്ടേഴ്സ് സാരി എന്നൊക്കെയാണ്. വില്ലേജ് കോട്ടൺ, ഡോക്ടേഴ്സ് സാരി എന്നൊക്കെ പറയുന്ന നല്ല അടിപൊളി കോട്ടൺ സാരി. അല്ല, അങ്ങനെ ചോദിക്കുമ്പോ നിങ്ങളുടെ ഓൺ ബ്രാൻഡിനെ കുറിച്ച് ഇവിടെ തൂക്കിയിട്ടല്ലോ. അതെന്താ സംഭവം? അതിപ്പോ ടോപ്പില് ചുരിദാറില് കോട്ട് സെറ്റിലും ഒക്കെ വരുന്നുണ്ട്. അത് ഇവരുടെ ഓൺ ബ്രാൻഡ്. അതെന്താ സംഭവം? ക്ലിയർ ആയിട്ട് പറഞ്ഞു. നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ആണോ? അതെ അതെ, ഓൺ ബ്രാൻഡ് ഞങ്ങളും ചെയ്യുന്നതാണ്. എത്ര ബ്രാൻഡ് ഉണ്ട്? ഞങ്ങൾക്ക് കുറച്ച് ഒരു 7-8 ബ്രാൻഡ് ഉണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത സാരിയുടെ സെക്ഷനിലേക്ക് നമുക്ക് സാരി കഴിഞ്ഞിട്ടില്ലല്ലോ. സാരി അന്നെ വിടൂല. ഇത് കാണിച്ചിട്ട് പോയാ മതിന്ന്. കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ഇത് കൂടി കണ്ടിട്ട് പോയാ മതിന്ന്. ഇത് കോട്ടൺ. കോട്ടണില് തന്നെ. കോട്ടൺ തന്നെ. കുറച്ച് റഫ്, സോഫ്റ്റ്. അങ്ങനെ 2-3 ക്വാളിറ്റി ഉണ്ട്. 2-3 ക്വാളിറ്റി ഉണ്ട്. കോഴിക്കോട്ട് കുറച്ച് പൊന്തി നിൽക്കണത്, കുറച്ച് പൊന്തി നിൽക്കാത്തത്, കുറച്ച് മേത്ത് പൊട്ടണത്, സോഫ്റ്റ് കോട്ടൺ. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനത്തെ കോട്ടന്റെ സാരീസിന്റെ കളക്ഷൻസ്. കള്ളി വന്നു. കള്ളിയിൽ തന്നെ നല്ല ഇതൊക്കെ ചെട്ടിനാട് കോട്ടൺ. ഇതൊക്കെ ഇല്ലേ? ഇതൊക്കെ ചെട്ടിനാട് കോട്ടൺ തന്നെയാ. അപ്പൊ അതന്നെയല്ലേ ഞാൻ നേരത്തെ ചോദിച്ചു. അപ്പൊ പറഞ്ഞാൽ അതല്ല ഇതൊന്ന്. എന്താ മനുഷ്യ നിങ്ങളിങ്ങനെ. ഇതൊക്കെ കോട്ടൺ കേട്ടോ. ഇതൊക്കെ ഉടുത്തതിന്റെ സ്റ്റൈല് പോലെ ഇട്ട് നിൽക്കുമ്പോഴുള്ള ലെവൽ അങ്ങോട്ട് മാറും അല്ലേ? അതാണ്. പിന്നെ ഇത് പോളിക്കോട്ടൺ പ്ലെയിൻ ആണ്. നേരത്തെ കള്ളി മറ്റേ പ്രിന്റ് കാണിച്ചില്ലായിരുന്നു. കള്ളി വിട്ടില്ല അല്ലേ? കള്ളി വിട്ടില്ല. ഞങ്ങളുടെ അവിടെ തൃശ്ശൂര് കള്ളി എന്ന് പറയുമ്പോ വേറെ കള്ളിയാ. കള്ളത്തരം ചെയ്യുന്നത്. അതന്നെയാണ് കള്ളി എന്ന് പറയണേ. ഇത് പ്ലെയിന്. അതിന്റെ കളേഴ്സ് ആണ് ഇതൊക്കെ. ഇതല്ലേ? പിന്നെ ഈ പ്ലെയിനില് കളേഴ്സ് എന്ന് പറഞ്ഞാലും ഇതിന്റെ മാറ്റം ഉണ്ട് കേട്ടോ. ത്രെഡ് വർക്ക് ഉണ്ട്. വർക്കിന് മാറ്റം ഉണ്ട്. കണ്ടോ, പല പല വർക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിലേ കോട്ടൺ ആണ്. 1 മണിക്കൂറായി ചേച്ചി വന്ന. പേര് ഷിജി മറന്നു. ഷിജി ഷെല്ലി. ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ കോട്ടൺ തന്നെയല്ലേ? ഈ നിലത്തിരിക്കണത് അവിടെ അറ്റം വരെ കാണുന്നത് ഫുൾ കോട്ടൺ തന്നെയാണ് കേട്ടോ. ഇത് പ്രിന്റഡ് കോട്ടൺ കാണിച്ചു തന്നില്ല നേരത്തെ. ഇത് അതിന്റെ വേറെ അതെല്ലാം അവിടെ വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ വേറെ ഡിസൈൻ. അതുപോലെ ഇതൊരു ബംഗ്ലാദേശിന്റെ കോട്ടൺ സാരിയാണ്. കോട്ടൺ സാരി. ഇത് ബോക്സ് പാക്കിംഗിലാണ് വരുന്നത്. ബോക്സിൽ തന്നെ വരുന്ന ഐറ്റാണ്. അതുപോലെ അതെ അതെ. ഇതിലിപ്പോ ഒരു 10 കളേഴ്സ് വരും. ഒരു സെറ്റ് തന്നെ 10 കളേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇങ്ങനെയാണ് ചാർട്ട് വരുന്നത്. നല്ല അടിപൊളി ചാർട്ടായിരിക്കും. ഓക്കെ.
അപ്പൊ ആ കളേഴ്സ് മൊത്തം ഈ ബോക്സ് എടുക്കണം. ഇതിന് ചൂസ് ചെയ്യാൻ പറ്റില്ല. അല്ല നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പൊ 8 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ആകുന്നത് ബോക്സ് പാക്കിങ്ങിൽ വരുമ്പോൾ നമുക്ക് അത് പറ്റൂല കേട്ടോ. ബാക്കി നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് ഇതുപോലെ തന്നെയാണ് ഈ ബോക്സ് അതുപോലെ തന്നെ. ഓക്കെ ഓക്കെ. ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഒക്കെ വരുന്നത് ഒരു ഫാൻസിയില് ഇത് കഴിഞ്ഞ ചുടിദാറൊക്കെ കാണിക്കാനുണ്ട് കേട്ടാ. ഇനി ഇതൊക്കെ കഴിഞ്ഞ ചുടിദാർ ഇങ്ങോട്ട് വന്നേ, മൈക്ക് എടുക്കട്ടെ. ചുടിദാറൊക്കെ കാണിക്കാണ്ട്, സമയം കളയരുത്. പോലെ ഉണ്ട്. സമയം ഇല്ലാത്തത് അറിയോ? ആ ഇനി ആൾക്കാർ പച്ച തെറി വിളിക്കാൻ പറഞ്ഞാൽ സിനിമ കാണാൻ പോലും സമയം തന്നെ ഇല്ല. ഇതേമാതിരി വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കോട്ടൺ സാരിയിൽ തന്നെ ഇതുപോലെ വർക്ക് വരുന്ന ഐറ്റം. ഇതിപ്പം ബ്ലാക്ക് കോമ്പിനേഷനിലാണ്, ബ്ലാക്കിലല്ലാതെ തന്നെ സെറ്റായിട്ട് വേറെ വരുന്ന വേറെ കളേഴ്സിൽ വരുന്ന ഐറ്റങ്ങൾ, ഇതുപോലെയൊക്കെ വരുന്ന ഐറ്റങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ഇതെന്താ സംഭവം വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പൊ തുറന്ന് നിവർത്തി കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ സെറ്റായി സെലക്ട് ആയി ആൾക്കാർ കച്ചവടമാക്കി അല്ലേ. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ ഇതും കോട്ടൺ തന്നെയാണ്, പ്രിന്റഡ് കോട്ടണിൽ വരുന്ന ഐറ്റങ്ങളാണ്. ഇതൊക്കെ പ്രിന്റഡ് കോട്ടൺ. കണ്ടില്ലേ, സൂപ്പർ പ്രിന്റുകളാണ്. 4 കളേഴ്സ് കേട്ടോ. ഇങ്ങനെ 4 കളർ, 4 കളേഴ്സ് കണ്ടില്ലേ, ഒക്കെ നല്ല സൂപ്പർ പ്രിന്റ് ആണ് വരുന്നത്. പ്രിന്റുകള് അതെ അതെ. നോക്കുകയാണെങ്കിൽ കൊറേ ഉണ്ടല്ലേ കോട്ടണിൽ തന്നെ. ഇന്നൊരു ദിവസം മതിയാവില്ല. സത്യാണ് അത്രയും കളക്ഷൻസ്. ഇപ്പൊ ഈ ബാക്കിൽ കാണുന്നത് മൊത്തം കോട്ടൺ. ആദ്യം പറഞ്ഞില്ലേ, കാണാൻ ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ, കുറച്ചൊന്നുമല്ല, ധാരാളം കാണാനും. ഇതൊക്കെ കോട്ടണിൽ വരുന്നത് അല്ലേ. ഉണ്ട് പൊന്നു. അപ്പൊ കോട്ടണിൽ നല്ലോണം കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. എന്നാ ഇവിടെ ഫാൻസി ആയാലും സിൽക്ക് ആയാലും എല്ലാത്തിലും കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ജോർജറ്റ് ഈ ഫരി എന്ന് പറയുന്ന ഹാങ്ങർ ഫോൾഡിംഗിൽ വരുന്ന കോട്ടൺ പെട്ടെന്ന് കച്ചവടമായി പോണ സംഭവം. ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് എടുത്ത് കച്ചവടമാക്കി കൂക്കുക. എന്റെ പൊന്ന്, അത്യാവശ്യം വെയിറ്റ് കൊണ്ട്. ഇതിൽ എത്ര പീസ് വരും? ഒരു സെറ്റിൽ 16 പീസ്. 16. കാറ്റലോഗ് ഐറ്റം ആണ്. ഓക്കെ, കാറ്റലോഗ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതിന്റെ ഏറ്റവും ലാസ്റ്റിലായിരിക്കും ഇതിന്റെ കണ്ട കാറ്റലോഗ്. ഐറ്റം മാത്രമാണ്, വേറെ കാറ്റലോഗ് വേറെ. അതാണ് പറഞ്ഞത്. ഇത് കാറ്റലോഗിൽ ഇപ്പൊ ഈ 16 ഐറ്റം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 14 ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ കസ്റ്റമർ വരുമ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഏതാ കളർ വേണ്ട അത് തുറന്ന് കാണിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്കല്ല, റീറ്റെയിൽക്കാരുടെ കാര്യം പറയണം, നമുക്ക് അവരല്ല. അനി അടുത്തത് ഈ കോട്ടൺ കൂടി. ചേച്ചി കോട്ടൺ വിട്ട് കളിയില്ല, കോട്ടന്റെ മെയിൻ ആളാണെന്ന്. കോട്ട അവിടെ വെക്കി. ഇത് അങ്ങോട്ട് തിരിക്കുക. പറയും ഷിഫോണിന്റെ ഇത് ഇങ്ങനെ ഓക്കെ. ഈ ഒരു സെക്ഷൻ ഫുള്ള് മൊത്തം ഷിഫോൺ. അതൊന്ന് തിരിച്ചു കഴിഞ്ഞാലേ വൈറ്റില് പ്രിന്റ് വരുന്നുണ്ട്, അല്ലാതെ വേറെ വേറെ ഡിസൈനിലുണ്ട്. ഇത് ഫുൾ ആ ഒരു. അപ്പൊ ഇതിലാവുമ്പോ വിത്ത് ബ്ലൗസാ വരുന്നത്. എങ്ങനെയാ വരുന്നത്? വിത്ത് ബ്ലൗസ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. ഈ ഷിഫോണില് ചെയ്യുന്നത് മെയിൻ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ടീമല്ലേ. പക്ഷെ ഷിഫോൺ എന്തായാലും നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് നിവർത്തി കാണിക്കാനും പറ്റില്ലല്ലോ. ഇത് ഫുള്ളിങ്ങനെ കെട്ടായിട്ടുള്ള എടുക്കുന്നത്. അപ്പൊ ഒരു കടയുടെ ഒരു ലുക്ക് കണ്ടല്ലോ ഫുള്ളായിട്ട്. ചേച്ചിയുടെ പേര് പറഞ്ഞ എന്തായാലും ജീന ചേച്ചിയാണ് ഷിഫോണിന്റെ സെക്ഷനിൽ വരുന്നത്. ഷിജി ആണ് നമ്മുടെ കോട്ടൺ സെക്ഷനിൽ വരുന്നത്. നമ്മുടെ സെക്ഷൻ ഏതാ? നമ്മള് അങ്ങനെയല്ലേ, ഫ്ലോർ മാനേജറാണ്, മൊത്തത്തിലാണ്. അപ്പൊ ഇവര് രണ്ടുപേരും നോക്കിയിട്ട് കാര്യമില്ല, ഇവരെ നോക്കിക്കോ, ഇവരാണ് കളക്ഷൻസ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ പോവാം. നമ്മുടെ റെഡിമെയ്ഡിന്റെ സെക്ഷനിൽ പോയാലോ. സെറ്റ് സാരി, സെറ്റ് മുണ്ടുണ്ട്, അതും കൂടി കഴിക്കാം. ഇതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഫാൻസി സാരീസിൽ വരുന്ന ഐറ്റംസ് ആണ്. ഈ കാണുന്ന ബോക്സ് ഐറ്റം മൊത്തം ഫാൻസി ഐറ്റംസ് ആണ്. ഫാൻസി ഐറ്റംസ് ഇതായാലും നമുക്ക് സെറ്റ് തന്നെ എടുക്കേണ്ടത്. സെറ്റ് ആയിരിക്കും, ചില 4 കളർ 5 കളർ അങ്ങനെ വരും. ഇതൊക്കെ ഫാൻസിയിൽ പെടുന്നതാ. ഒക്കെ ഫാൻസി സാരീസ് ആണ്, എല്ലാം ഫാൻസി സാരീസിൽ വരുന്ന ഐറ്റം. ഓക്കെ. ഫാൻസിയിൽ ഒരുപാടുണ്ട്. നമ്മൾ ഒരു പീസ് ജസ്റ്റ് ഫാൻസിയിൽ ഒരു നെറ്റിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബൾക്ക് സംഭവമാണ് ഇരിക്കുന്നത് അല്ലേ. പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് നമുക്ക് സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധാവണി, പിന്നെ പട്ടുപാവാട, ധാവണി സെറ്റ്, അങ്ങനെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ അല്ലേ. അതിപ്പോ അതുപോലെ ഈ മുണ്ട് ഐറ്റംസ് കുട്ടികളുടെ വെൽക്രോ ധോത്തീസ് അങ്ങനത്തെ സംഭവങ്ങൾ, മുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. വെൽക്രോ ധോത്തി അങ്ങനത്തെ. അപ്പൊ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധോത്തീസ് ഇല്ല. കുട്ടികളുടെ ഐറ്റംസ്, പാവാടകള്, അങ്ങനത്തെ ഇതൊക്കെ ഫാൻസി. നമ്മൾ ഈ ഒന്നും നിവർത്തി കാണിക്കുന്നില്ല, കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല നല്ല കളക്ഷൻസും ഉണ്ട്. എടുക്കുമ്പോ ഇങ്ങനെ എടുക്കണം എന്ന് മാത്രം അല്ലേ. അതാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഇനി കാണിക്കാനുള്ളത് നമ്മുടെ
റെഡിമെയ്ഡ് സെക്ഷന്റെ ഒരു കളക്ഷൻ. മേഡം അതിന് മുമ്പ് ഒരു ഐറ്റം ഉണ്ട്. ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്. ഓ, റെഡിമെയ്ഡ് ബ്ലൗസുകൾ വരുന്നുണ്ട്. ഈ കാണുന്നത് മൊത്തം റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഫുൾ സെക്ഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ആയാലും നമുക്ക് അങ്ങനെ ബൾക്കായിട്ട് തന്നെ എടുക്കണം അല്ലേ? അതായത് ഇപ്പൊ ഒരു സെറ്റ് കളർ വരുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇതുപോലെ അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ. ഇപ്പഴത്തെ നോക്കുകയാണെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നമ്മൾ ക്രിസ്മസിന്റെ കാണിച്ചില്ലേ, ആ ഒരു ക്രിസ്മസിന്റെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഇഷ്ടം പോലെ കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ടോപ്പിന്റെ സെക്ഷൻ ആണെന്ന് തോന്നുന്നത്. ടോപ്പിന്റെ സെക്ഷൻ നമുക്ക് ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ഹൈലൈറ്റ് വരില്ല. ടോപ്പല്ലേ ഇതൊക്കെ? ടോപ്പുകളാണ് ഈ മൊത്തം സെക്ഷൻ മൊത്തം ടോപ്പുകളാണ് അല്ലേ? ഈ കണ്ണ ഏരിയ കേട്ടോ, ഈ കണ്ണ ഏരിയ ഫുൾ ടോപ്പിന്റെ സെക്ഷൻസ് ആണ്. അപ്പൊ ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് അതില്? ഞങ്ങളുടെ ഐറ്റങ്ങളുണ്ട്. ആ, നിങ്ങളുടെ ഇവരുടെ ഐറ്റംസും ഉണ്ട്, അല്ലാത്തത് ഐറ്റംസും ഉണ്ട്. ആ അറ്റത്തും ഈ അറ്റത്തും കാണുന്നത് മൊത്തം ടോപ്പിന്റെ കളക്ഷൻസ്. ഒരെണ്ണം എടുക്കാൻ നോക്കുന്നുണ്ട്. ആ, ഒരു രണ്ടെണ്ണം ചേട്ടാ അവിടെ നിന്ന് ഇങ്ങനെ നിവർത്തിയാ ടോപ്പുകള്. ടോപ്പുകളാണ് ടോപ്പിന്റെ ജസ്റ്റ് സിമ്പിൾ കുർത്തീസ് കേട്ടോ. പെട്ടെന്ന് ഒന്ന് ഇട്ട് കാണിച്ചാൽ നമുക്ക് കളക്ഷൻസ് കാണാം. ഇതാ ടോപ്പിന്റെ കളക്ഷൻസ്. ഇത് സിംഗിൾ ടോപ്പ്, ഫ്രോക്ക്, ആ ഒരു ഐറ്റംസ് ആണ്. ഇതിൽ പാൻറ് ഉണ്ടാവില്ല, ടോപ്പ് മാത്രം അല്ലേ, കുർത്തീസ് മാത്രം കേട്ടോ നമ്മള് ഉണ്ടെന്നുള്ളത്. ഉണ്ടെന്നുള്ളൊരു കാണിക്കണം കേട്ടോ. അതിൽ ഫെൻഡി അത് ഇത് പല മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇട്ടിട്ട് ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല? അനിൽ. ഇത് സുനിൽ, അത് അനിൽ. എന്താ കോമ്പിനേഷൻ? ആ, നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ. ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ടോപ്പാണ്. ഓ, ആ, നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്നത് ആദിത്യ അല്ല, ഇത് ഏതാ പേര്? യഷിത. അത് നിങ്ങളുടെ ഓൺ ബ്രാൻഡ്. അപ്പൊ ഇവർക്ക് 5-6 ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു ബ്രാൻഡാണ് ഈ യഷിത എന്ന് പറയുന്നത്. ചേട്ടാ സ്ലീവ്ലെസ് ആണ്, ഇതിൽ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് കുറച്ച് ഫാൻസിയില് ടോപ്പുകൾ കേട്ടോ, ക്രഷില് ഇട്ടോ നല്ല കളക്ഷൻസ്. അനിലേട്ടൻ നമുക്ക് വേണ്ടി കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കളക്ഷൻസിലുണ്ട്. ഇതിൻ്റെ ഒക്കെ നമുക്ക് 4 ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇപ്പം ഈ ഇടണത് ഒക്കെ ഓരോരോ സാമ്പിൾ പീസാണ്. ഇതിൻ്റെ ഒക്കെ നല്ല സൈസസും അവൈലബിൾ ആണ്. ബിഗ് സൈസും ഉണ്ട്, സ്മോൾ സൈസസും വരുന്നുണ്ട്. വൈറ്റ്, വാവ്, ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ എലോറ ബ്രാൻഡ് ആയിട്ടാണ്. അപ്പൊ രണ്ടാമത്തെ ബ്രാൻഡാണ് എലോറ എന്ന് പറയുന്നത്. എലോറ. പിന്നെ മൂന്നാമത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇത് വേറൊരു ഫ്ലോറ. അതെ, അത് ഷോർട്ട് ടോപ്പില് അതെ, ഫ്ലോറ. ആ, അങ്ങനെ. അപ്പൊ ഈ ഒരു സെക്ഷൻ നമുക്ക് കുർത്തീസിന്റെ സെക്ഷൻ. ഇതും അതുപോലെ തന്നെ കാമില, അതും നിങ്ങളുടെ ഒരു ഓൺ ബ്രാൻഡ് ആണ് അല്ലേ? ഷിവോഗ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ബ്രാൻഡ് ഓൺ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഒരു 5 ബ്രാൻഡ് ഇവരുടെ ഓൺ ബ്രാൻഡ് ആണ് കേട്ടോ കുർത്തീസിൽ വരുന്നത്. ഇനി നമുക്ക് റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് മറ്റേ അൺസ്റ്റിച്ചഡും പിന്നെ അതുപോലെ ഞാൻ ഇട്ട് 3 പീസ് പോലത്തെ കളക്ഷൻ ഒക്കെ ഇത് ഈ ഫ്ലോറ ഇവരുടെ ഓൺ ബ്രാൻഡ് അല്ലേ? അവിടെ കുറെ ഇതുപോലെ ഞാൻ കണ്ടു, അതാ ഞാൻ എടുത്ത് ചോദിക്കുന്നത്. കിയ ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ അതും ഇവരുടെ ഓൺ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. എന്തായാലും പൊളി. അവിടെ അതിഥി, എല്ലോറ, കാമില, ഷീവോഗ് അങ്ങനെ കളക്ഷൻസ്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് നമ്മളെ എൻട്രൻസ് പിടിച്ചില്ല, അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. ഇനി ഇത് കൂടാണ്ട് നമുക്ക് 3 പീസിന്റെ ഒരു കളക്ഷൻസ്. അതിന്റെ ഇടയിൽ ഈ ഒരു സംഭവം ഇവിടെ കണ്ട്. ഇതെന്തത്? ഞങ്ങളുടെ SV ഗ്രൂപ്പിൽ നിന്നും 2025 നവംബർ 1 മുതൽ 2026 ആഗസ്റ്റ് 31 വരെ പർച്ചേസ് ചെയ്യൂ. നേടാം ആകർഷകമായ ടൂർ ട്രിപ്പ്. 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഹൈദരാബാദ് ടൂർ ട്രിപ്പ്, 20 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ അതെ മലേഷ്യ ടൂർ ട്രിപ്പ്, 30 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ദുബായ് ടൂർ ട്രിപ്പ്. അത് ഒരു ഒറ്റ തവണ ഈ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട. ഇതിന്റെ ഉള്ളിലുള്ള നവംബർ 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ അതിന്റെ ഉള്ളിൽ ഈ എമൗണ്ട് ആയാൽ മതി എന്ന് മാത്രം. നമ്മുടെ പേര് വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ എറണാകുളത്ത് നിന്ന് ഇവിടെ നിന്നും ചെയ്താലും മതി, എറണാകുളം ഷോറൂമിൽ ചെയ്താലും മതി, കോഴിക്കോട് ഷോറൂം ചെയ്താലും എവിടുന്ന് ചെയ്താലും പേര് ബില്ലടിക്കുമ്പോൾ ഒരെണ്ണം കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് പല പേരിന്റെ അടിക്കുമ്പോൾ വ്യത്യാസം വരും. അപ്പൊ ഇവരെ അടിപൊളി ഒരു സ്കീം ഇപ്പം നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവർക്ക് എല്ലാം സീസൺസ് സമയത്തുണ്ട്. ഇപ്പൊ ക്രിസ്മസിന്റെ സീസണിലാണ്, ഓണത്തിന്റെ സമയത്തും നമ്മൾ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ക്രിസ്മസിന്റെ ആണ്. ഇനി നമുക്ക് നമ്മുടെ 3 പീസിന്റെ ഒരു കളക്ഷൻസ്, കോഡ് സെറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയില് ഇവിടെയുണ്ട് ബില്ലിംഗ് സെക്ഷൻ. നല്ല ബിരിയാണിയിൽ പോകണം. ആരപ്പ ബിരിയാണി കഴിച്ചത്? സത്യം പറഞ്ഞോ?
കസ്റ്റമർ ഈ ആയിരുന്നു ഒരു ഏരിയ മൊത്തം 3 പീസ് ആണ്. അതായത് ചുരിദാർ മെറ്റീരിയലും റെഡിമെയ്ഡും. റെഡിമെയ്ഡിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇതൊന്ന് ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ? പെട്ടെന്ന് അതെ. നമുക്ക് ഈ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷോളും പാന്റും ഒന്നും കാണിക്കണ്ടല്ലോ. ഇതാണ് ഇതിന്റെ ടോപ്പ്. ഇത് സെയിം തന്നെ. അതിന്റെ പല കളേഴ്സ്, ഇതൊക്കെ പല കളക്ഷൻസ്. അതിൽ മിറർ വർക്ക്, ഇതൊക്കെ അൺസ്റ്റിച്ചഡിലാണ് വരുന്നത് കേട്ടോ. അതും മെറ്റീരിയൽ ഒക്കെ ഡിഫറെൻ്റ് ഉണ്ട്. ഷിഫോണിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, സോഫ്റ്റ് കോട്ടണിൽ വരുന്നുണ്ട്, ജോർജറ്റിൽ വരുന്നുണ്ട്. അതും ത്രെഡ് വർക്ക്, സ്വീക്വൻസ് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, അങ്ങനെ പല പല വർക്കുകളായിട്ട്. പിന്നെ ഹാൻഡ് വർക്കിനും നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. സെറോസ്കി ഡയമണ്ടിൻ്റെ ഉണ്ട്. നല്ല കോഴിക്കോട് എന്ന് പറയുമ്പോൾ തിളക്കം. ആ ഒരു സംഭവം ഇല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല അല്ലേ. ത്രെഡ് വർക്കിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അൺസ്റ്റിച്ചഡ് തന്നെയാണ്. ഇത് അൺസ്റ്റിച്ചഡ് തന്നെയാണ്. ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഇത്തിരി ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കേണ്ട ഈ ഒരു വർക്കും ഈ ഒരു കോൺട്രാസ്റ്റിൽ എൻ്റെ കയ്യിലും ഉണ്ട്. ഇത് അപ്പോൾ പിന്നെ കാണിക്കണ്ടേ. ഇത് ഇങ്ങനെയാണ് കേട്ടോ. തയ്ച്ച് വരുമ്പോൾ നല്ല അടിപൊളി സൂപ്പറായിരിക്കും. അതിന് കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ട. ഇതിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്. കളർ ഒരു 4 ഷെയ്ഡ് നമുക്ക് എടുക്കണം കേട്ടോ. അതിലത്തെ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. പിന്നെ ഇതൊരു കളക്ഷൻ അൺസ്റ്റിച്ചഡിൽ ആ ഒരു വൈറ്റ് എടുത്താൽ നല്ല രസം. നിങ്ങളുടെ മാഡം ഇട്ടത് ഇതുപോലത്തെ സംഭവമില്ല. ഇങ്ങോട്ട് വായല്ലേ സുനിൽ കേട്ടോ. ഇതൊന്നും തുറന്നത് നമ്മുടെ മാഡം ഇട്ട പോലത്തെ നല്ല അല്ലേ. മാഡം ഇട്ടാൽ ഇത്ര വർക്കില്ല, പക്ഷെ ഇട്ടാലും കണ്ടാലും നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വൈറ്റിൽ തന്നെ നല്ല ഇതിൽ തന്നെ ഇപ്പോൾ ഈ ചെറിയ വർക്ക് നോക്കണ്ട, നല്ല ഫുൾ വർക്കോട് കൂടിയിട്ടുള്ളതും ഇവിടെ അൺസ്റ്റിച്ചഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതേതാ മെറ്റീരിയൽ? വിചിത്രയിൽ 3 പീസിന്റെ ഒരു കളക്ഷൻ കേട്ടോ. ഇത് ഒരെണ്ണോടിന് ഇത് വിചിത്രത്തിൽ തന്നെയല്ലേ. അപ്പൊ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇതൊക്കെ തുറന്ന് നിവർത്തി കാണിച്ചാലും മീൻസ് സ്റ്റിച്ചഡ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സൈസ് കാര്യങ്ങളൊന്നും അറിയാൻ പോലില്ല. പക്ഷെ എടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ടു സെറ്റ്. ആ സെറ്റ് എവിടെ ഇരിക്കണം? ഏത് ഭാഗത്താ? 3 പീസിന്റെ സെറ്റുകൾ ഏരിയ മൊത്തം ഇത് ഈ എടുക്കുമ്പോൾ ഇങ്ങനെ 4 പീസിന്റെ ഒരു സെറ്റ്. അപ്പൊ ഇതിലിപ്പോൾ അൺസ്റ്റിച്ചഡ് ആകുമ്പോൾ 4 കളറായിരിക്കും. അതിൽ സൈസ് ഒന്നും പറയാനില്ല നമുക്ക്. പക്ഷെ റെഡിമെയ്ഡിന്റെ സെക്ഷൻ വരുമ്പോൾ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയാണ് നമുക്ക് സൈസ് വരുന്നത്. ഇനി ഞാൻ ഇട്ട ഒരു സെക്ഷന്റെ ഒരു ഏരിയ വാ. റെഡിമെയ്ഡ് എന്താ ഒരു കൺഫ്യൂഷൻസ് ഒന്നുമില്ല കേട്ടോ. കിളി പോയിട്ടിരിക്കണേ. ഏത്? ഇതൊന്നും എടുത്തോട്ടെ ഞാൻ. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോഴല്ല അതിൻ്റെ ഒരു ഇത് പിടിച്ചാ ദുപ്പട്ടൊന്ന് ഇട്ട് എന്നൊക്കെ വേണ്ട. ചേട്ടന് കൊടുക്ക്. സുനിലോട്ട് പിടിക്ക്, തുറക്ക്, ഒന്ന് കാണട്ടെ. ഒരു ചമ്മലൊക്കെ ഒന്ന് മാറട്ടെ. ഇങ്ങനെ പോയി എങ്ങനെയാ ഇട്ടതാ സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് നോക്കിയാൽ ഒരു പിൻടെക്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിൻടെക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ പിൻടെക്സിൽ തന്നെ നമുക്ക് കുറേ മോഡൽസ് വരുന്നുണ്ട്. പിന്നെ ഇതേതാ ഇതിൻ്റെ പാൻറ്റും ദുപ്പട്ട ഇവിടെ കയ്യിൽ. നല്ല കളറില്ലേ. ഇതിന്റെ ഒക്കെ എന്താ പറയാ സൈസസ് അവൈലബിൾ ആണ്. പ്ലസ് സൈസസ് ഉണ്ടോ? നമുക്ക് സൈസ് ഉണ്ടാവും. എക്സൽ സൈസ് ആണെങ്കിൽ അതിൽ 4 കളർ, ഡബിൾ എക്സൽ ആണെങ്കിൽ അതിൽ 4 കളർ, അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു സൈസിൽ 4 കളർ. ഓക്കെ. കോംബോ സൈസ് ആയിട്ട് വരുന്ന ഐറ്റങ്ങൾ വേറെ ഉണ്ട്. ഓ, അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ ചോദിക്കണ ഈ പ്ലസ് സൈസ് അതെങ്ങനെയാ വരാ സൈസ്? 3XL, 4XL, 5XL അങ്ങനെ വരുന്ന ഐറ്റം ഉണ്ട്. അങ്ങനെ. അപ്പോൾ അതെ, ഇത് ഇങ്ങനെ 3 പീസിന്റെ കളക്ഷൻസ് കാണിക്കുന്നത്. എന്നാൽ 2 പീസും ഉണ്ട്. സിംഗിൾ കുർത്തീസ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു. നമ്മുടെ സമയം 1 മണിക്കൂറിന് മേലെയായി. എന്നാലും നമുക്കിത് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വെറൈറ്റി കൊണ്ട് വെറൈറ്റി ആണല്ലോ. ഇതാ ഇത്രയും മോഡൽസ്, ഇത്രയും ഇതിപ്പോൾ നമുക്ക് ഫോയിൽ പ്രിന്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ 3 പീസ് ആട്ടോ. ദുപ്പട്ടയും ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പാൻറ്റൊക്കെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കട്ടെ. ഓരോന്നോരോന്ന് എടുത്തോ ചേച്ചി, കാണിച്ചോ. ഇതാ ഇങ്ങനെ മോഡൽസ് കേട്ടോ. ഇതൊക്കെ ഇതിന്റെ മോഡൽസുകൾ. പിന്നെ സൈസിന്റെ കാര്യം പറയാനല്ലേ. പ്ലസ് സൈസ് എന്ന് പറയുമ്പോൾ ഏത് സൈസ് വരെ അവൈലബിളാ? 6XL വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോ ഞാൻ ഇട്ട ടൈപ്പാണോ? അല്ല, ഇത് കുറച്ച് മാറ്റമുണ്ട് അല്ലേ. ഇത് മാറ്റമല്ലേ? അത് മാറ്റമുണ്ടല്ലോ. വേറെ മോഡലാണ്. ഞാൻ ഇട്ടത് മൽച്ചന്തേരി. ഇതും മൽച്ചന്തേരി. ഇത് വേറെ, അതുപോലെ വേറെ ഐറ്റാണ്. അതെ. പിന്നെ തിളങ്ങണത് വേണോ? അതെ, തിളങ്ങണതിൽ ഇപ്പോൾ നല്ല തിളക്കുള്ളത് വേണോ, തിളക്കമില്ലാത്തത് വേണോ, ഒക്കെ ഉണ്ട് കേട്ടോ. പല മെറ്റീരിയൽസിലും ഉണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് എടുക്കണോ. മഞ്ഞ തരൂ, ഞാൻ ഒന്ന് വെച്ചോക്കട്ടെ. അല്ല സെറ്റ് അല്ലേ? സെറ്റ്. പിന്നെ ഓണിയൻ്റെ ഷെയ്ഡ്
ഇപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് വന്നിരിക്കുകയാണെങ്കിൽ ഒരു സെമി നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. അല്ലാത്ത നമുക്ക് കോട്ടണിൽ ഡെയിലി വെയറിനും ഓഫീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ നല്ല നല്ല കോട്ടൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇക്കത്തിൻ്റെ പ്രിൻറ്റ്, അതും സോഫ്റ്റ് കോട്ടണിൽ കണ്ടോ. ഇതൊക്കെ 3 പീസ് കേട്ടോ. നമുക്ക് സിംഗിൾ പീസ് അല്ല, 3 പീസാണ്. അതിൻ്റെ ടോപ്പുകൾ മാത്രമാണ് ഇപ്പം നമ്മൾ കാണിച്ചു പോണത്. ഇതൊക്കെ ബാട്ടിക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്നത് പല പല പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. ഇതിൽ ലേസ് അല്ല, പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ കളക്ഷൻസ് കണ്ടാലും തീരൂല. അതാണ് ഇതാ ഒരു കസ്റ്റമർ കയറിയുണ്ട്. ചോക്കട്ടെ കസ്റ്റമർ പോയി ഒരു മൈൻഡിലൂടെ പോണൊരു പോട്ടേന്ന്. നമുക്ക് നിങ്ങൾ മതിയില്ല, നിങ്ങളുണ്ടെങ്കിലല്ലേ നമ്മളല്ലോ അല്ലേ. എന്താ അങ്ങനെ. അപ്പൊ ഇതൊക്കെ കളക്ഷൻസ്. അപ്പൊ ഈ ഏരിയ ഫുൾ അതും താഴത്തും മുകളിലായിട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് വരുന്നുണ്ട്. താഴത്തും നല്ലോണം ഈ 3 പീസിന്റെ കളക്ഷൻസ്, 2 പീസിന്റെ കളക്ഷൻസ്, അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡിന്റെ മെറ്റീരിയൽ. സാർ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, റിവ്യൂ തരുമോ? ഇതിനാണോ ഞാൻ ഇത്രയും ചാട പറഞ്ഞത്? ചേട്ടാ എവിടുന്നാ? പാല. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? എങ്ങനെയാണ്? വരാറുണ്ട്. 2 മാസം കൊണ്ട് പോയി. 2 മാസം. എവിടെയാണ് കളക്ഷൻസ്, ക്വാളിറ്റി, റേറ്റ് ഇതൊക്കെയാണല്ലോ നമുക്ക് ചോദിക്കാനുള്ളത്? അതെ, ക്വാളിറ്റി നല്ല ക്വാളിറ്റി. പിന്നെ ഞാൻ എല്ലാ ഐറ്റവും എടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ്, ടെക്സ്റ്റൈൽ എല്ലാ ഐറ്റവും എടുക്കുന്നുണ്ട്. എന്താണ് കടയിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ്? ഫാമിലി ഷോപ്പാണ്. കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. അപ്പോൾ അത് റീറ്റെയിൽ ഷോപ്പാണ്. പാലക്കാരാണെങ്കിൽ ചേട്ടൻ്റെ മുഖം കണ്ടോ അങ്ങോട്ട് ഓടിക്കും, പിന്നാലെ വിട്ടോ അല്ലേ? ഓക്കെ. ക്രിസ്മസിന്റെ കച്ചവടത്തിന് വന്നത്. അപ്പൊ നടക്കട്ടെ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് കുമാർ. ശരി, താങ്ക് യു. ഓക്കെ. ഈ ഒരു ഏരിയ നമ്മൾ കണ്ടില്ലേ. ഇനി നമുക്ക് പറഞ്ഞോ പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. അതെ. ഇതിലെന്താ പേര്? ടോപ്പിൽ മാത്രമല്ല 3 പീസിലും നമ്മളെ പ്രൊഡക്ഷൻ. അപ്പൊ 3 പീസും സിംഗിൾ കുർത്തിയിലും നിങ്ങളുടെ പ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു ബ്രാൻഡിന്റെ ഓണറും അംബാസിഡറും എല്ലാം കൂടി ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പൊ ഒരു 5-6 ബ്രാൻഡിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഏകദേശം നമുക്കൊരു സമയം ആയതുകൊണ്ട് തന്നെ കോഡ് സെറ്റിലും ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഉണ്ട്. കോഡ് സെറ്റിൽ ഇതൊരു ഇത് 2 പീസാണ് അല്ലേ? ഓ, നല്ല കോട്ടൺ അല്ലേ. നല്ല ഉടുക്കാൻ സുഖമുള്ള ഒരു കോട്ടൺ. നമുക്ക് യാത്ര ഒക്കെ ചെയ്യാനായിട്ട്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ സോഫ്റ്റ്നെസ്സും കൂടുതൽ കംഫർട്ടാണല്ലോ നോക്കണം. ആ പോലത്തെ സംഭവമാണത്. കുറച്ചൊക്കെ 2 പീസ്. ഇതിപ്പോ എല്ലാതും ഒരു കളറാണല്ലോ. അപ്പൊ അതിന് വരുമ്പോ അപ്പൊ എങ്ങനെയാ വരാ? മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. അത് പറഞ്ഞു കൊടുക്കണ്ടേ, എന്നാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? ഇതുല്ലേ. ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? ഷിവോഗ്. ഇത് പലാസോ പാന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് കോഡ് സെറ്റിൽ തന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ. കോഡ് സെറ്റിൽ സെപ്പറേറ്റ് ഒരു പ്രൊഡക്ഷൻ പേര്. അതെ, ഷിവോഗ്. അതിഥി അത് വേറൊരു ബ്രാൻഡാണ്. ഷിവോഗ് ഇവരുടെ ഓൺ ബ്രാൻഡ് കേട്ടോ. ഇത് എവിടെ കണ്ടാലും അത് നമ്മുടെ ഇവിടെ എസ്വിയുടെ പ്രൊഡക്ഷൻ ആണെന്നുള്ളത്. അതിഥി ഞാനും ആലോചിച്ചോട്ടെ, അവിടെ അതിഥി ഷിവോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും കാണിച്ചില്ലല്ലോ. അത് ടോപ്പിൽ കാണിച്ചു, ഏതോ 2-3 ഐറ്റം കാണിച്ചില്ല. അപ്പൊ ഇത് കോഡ് സെറ്റിൽ വരുന്ന 2 പീസിന്റെ കളക്ഷൻസ്. ഇതൊക്കെ നല്ല ബിഗ് സൈസ് ആണ്. നല്ല ലൂസായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുള്ളൂ. ഈ അതിഥി എന്നുള്ളത് ബ്രാൻഡ് എവിടെ കിട്ടുന്നു കുറേ പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇത് ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണെന്നുള്ളത്. എൻ്റെ ഒരു പുതിയ അറിവാണ്. SVക്കാരാണ് ഈ ഒരു പ്രൊഡക്ഷൻ. എന്നാൽ എറണാകുളത്തേക്ക് ഞാൻ വന്നപ്പോഴും ഇവർ ഇത് പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊന്നും അറിഞ്ഞൂല്ല. എന്താ നോക്ക്. ഓക്കെ. കോഡ് സെറ്റിൽ അതെ അതിഥി ബ്രാൻഡും ഇവരുടെ ഓൺ ബ്രാൻഡ് 2 പീസ് കേട്ടോ. പിന്നെ ഷോർട്ട് ടോപ്പിലും ഉണ്ട്. അപ്പൊ ഷോർട്ടും ലോങ് ആയിട്ടുള്ള പല ഇതിലും വരുന്നുണ്ട് അല്ലേ? കുറഞ്ഞ ടൈപ്പും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി കുട്ടികളിലേക്ക് പോകാലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കി കോഡ് സെറ്റിന്റെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ടല്ലോ. ബില്ലിംഗ് ടീം ഇരിക്കുന്നുണ്ടല്ലോ. അക്കൗണ്ട്സ് ടീമാണോ ബില്ലിംഗ് ടീമാണോ? ടെലികോളിംഗ് ഓൺലൈൻ ടീം. ഓ, അങ്ങനെ വരട്ടെ. ഓൺലൈൻ ടീമാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ ശരി, സെറ്റ്. നമുക്ക് പോയാലോ കുട്ടികൾക്ക്? നമ്മുടെ അടിയിലത്തെ ഫ്ലോർ ഇവിടെയാണ് കിഡ്സിന്റെ നിങ്ങളാണ് നോക്കണത്. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഇങ്ങോട്ടാണ് എല്ലാം കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം എന്തായിരിക്കും? ഈ ഭാഗത്ത് മൊത്തം ബോയ്സിന്റെ ഐറ്റംസ് ആണ് വരുന്നത്. ബോയ്സിന്റെ തന്നെ ഒരു 0 സൈസ് മുതൽ നമുക്ക് ഏകദേശം 26 സൈസ് വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെയും ഈ അക്കൗണ്ട്സ് ടീമാണോ ബില്ലിംഗ് സെക്ഷൻ ആണോ എന്താ സംഭവം? ഇവിടെ അക്കൗണ്ട്സ് ആണ്. ഇവിടുത്തെ കോർ ടീം, അക്കൗണ്ട്സിന്റെ കോർ ടീം ഇവിടെയാണല്ലോ. നമ്മളെ എല്ലാ അക്കൗണ്ട്സ് കാര്യങ്ങളും പരമായ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹായ് പറഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞേ. ഒരു ഹായ്.
എവിടെ മൈൻഡ്, ആര് മൈൻഡ്? ഊണ് കഴിഞ്ഞ ഒരു ക്ഷീണം ഉണ്ടല്ലേ? ഊണ് കഴിഞ്ഞ ഒരു ക്ഷീണമാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ഇതും ഫുൾ നമ്മുടെ ബോയ്സിന്റെ സെക്ഷൻ ഇവിടെ ബോയ്സിന്റെ ഷർട്ട് സെറ്റ് വരുന്നതാണ്. അവിടെ വരുന്ന സെപ്പറേറ്റ് ടീഷർട്ടിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. സെപ്പറേറ്റ് ഷർട്ട് വേണം ചില ആ ഭാഗത്താണ് നമ്മളെ ഷർട്ടിന്റെ സെക്ഷൻ വരുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇവിടെ ബോയ്സിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പാക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിലിപ്പോ എങ്ങനെയാ സൈസ് വരുന്നത്? ഈ ഷർട്ടിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതിലിപ്പോ 18 സൈസ് ഉണ്ട്. 18ന്റെ 3 കളറായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. അല്ലാണ്ട് ഇപ്പൊ ഈ ഒരു ഐറ്റം നോക്കാൻ ഈ ഒരു ഐറ്റം സിംഗിൾ ബോക്സ് വരുന്ന ഐറ്റാണ്. ഇതിപ്പോ നമുക്കൊരു സെറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ഇതിൽ 6 പീസാണ് വരുന്നത്. 6 അല്ലെങ്കിൽ 3 പീസ്. ഒരു കളറിൽ 3 അളവായിരിക്കും. ഇപ്പൊ ഇത് 16, 18, 20 ആണെന്നുണ്ടെങ്കിൽ 16, 18, 20 റെഡ് ആണ് റെഡ്, 16, 18, 20 ബ്ലൂ, അങ്ങനെ കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. 2 ടൈപ്പിൽ ഐറ്റം വരുന്നത്. അപ്പൊ കിഡ്സിന്റെ ഒരു സെക്ഷനിൽ കേട്ടോ. അപ്പൊ ന്യൂ ബോൺ തൊട്ടിട്ടുള്ള കളക്ഷൻസ് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്. അതൊന്ന് തുറന്നു നോക്കിയാലോ? എന്നിട്ട് നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. ഇത് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് കണ്ട ഓപ്പൺ ആയിട്ട് ഇരിക്കണപ്പോ ഞാൻ നോക്കാം. ഇതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയേ. ഇത് നല്ല കുറച്ച് ബോയ്സിന്റെ പ്രീമിയം കളക്ഷൻ വരുന്നതാണിത്. നല്ല ടെൻസിലിന്റെ ടീഷർട്ടാണ്. അതേമാതിരി നല്ല കോട്ടന്റെ കാർഗോ പോക്കറ്റ് വരുന്ന പാൻസ് ആണ് വരുന്നത്. നിക്കറാണ് സോറി. പിന്നെ ഇതും ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയ സ്റ്റോക്കാണ് ഇതൊക്കെ. നല്ല സോഫ്റ്റ് ഉണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ പിന്നെ ക്വാളിറ്റിയിൽ നമുക്ക് പറയാനൊന്നും ഇല്ലല്ലോ. ഒന്നും പറ്റൂല. അത് IMB മെറ്റീരിയൽ ആണ്, ഇമ്പോർട്ടഡ് ടൈപ്പ് ആണ്. ഇതിലും ഡെനിമിന്റെ നിക്കറാണ് വരുന്നത്. ഇതിപ്പോ എല്ലാരും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിൽ പ്രിന്റ് വരുന്ന ടൈപ്പ് ആയിട്ട്. കുട്ടികൾക്കുണ്ടോ ബാക്കിൽ ഫ്രണ്ടിൽ പ്രിന്റ്? കുട്ടികളാണ് വലിയവരെക്കാട്ടും തൊല്ലുണ്ടാക്കുന്നത്. ഇതിന്റെ സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിലൊരു ഏകദേശം നമുക്ക് ഒരു 16 സൈസിലാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. 16 മുതൽ 26 സൈസ് വരെ നമുക്ക് ഇതിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞ വലിയൊരു സെക്ഷനിലേക്ക് പോയി. വലിയൊരു സെക്ഷൻ മീൻസ് അവർക്ക് നിക്കറില്ല, പാന്റ് ആയിരിക്കും അങ്ങനെ. ഇതൊക്കെ പുതിയ വന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നാണ്. ഹുഡ് ക്യാപ്പ് വരുന്ന ടൈപ്പ് ഹൈനെക്കില്. ഹുഡീസിലെ അതെ, ഡിസ്ചാർജ് പ്രിന്റ് വരുന്നുണ്ട്. ഇതിന്റെ അടിപൊളി നിക്കറാണ് വരുന്നത്. ഇങ്ങനെ. അപ്പോൾ ഹുഡീസ് മോഡലുണ്ട്, സാധാ പാന്റ് ആയിട്ടുള്ളതുണ്ട്, ഷർട്ട് ആയിട്ടുള്ളതുണ്ട്, ഷർട്ട് നിക്കർ ആയിട്ടുള്ളതുണ്ട്, ഹുഡ് ക്യാപ്പ് വരുന്നുണ്ട്. ഹുഡ് ക്യാപ്പ് ആയിട്ട് നടുക്കിൽ ഇങ്ങനെ സിപ്പ് ടൈപ്പ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കണുണ്ടപ്പോൾ ഞാൻ ഇട്ടത് കാണിച്ചു തരുന്നു മാത്രം. ഇതൊരു ബർത്ത്ഡേ ഡ്രസ് അല്ലേ? അതെ അതെ. ഇതിന് ബ്ലേസറും വരുന്നുണ്ട്. അതെ. ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലേ വള്ളി. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം ബോയ്സിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ബർത്ത്ഡേക്കുള്ള മറ്റേ ബ്ലേസർ ടൈപ്പ് കോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ ടൈപ്പിലും ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് അപ്പൊ നമ്മുടെ കടയിലൊക്കെ അതുപോലത്തെ. അതേമാതിരി തന്നെ ഇങ്ങനത്തെ 1-2 ഐറ്റം നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവിടെ അത്യാവശ്യം ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ പാർട്ടി ഈവനിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പിലായിട്ട് വരുന്ന ഷർവാണി ടൈപ്പ്. അതേമാതിരി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹക്കോബേന്റെ സീക്വൻസ് ഐറ്റം. എല്ലാത്തിനും പൈജാമ വരുന്നുണ്ട്. ഇതിപ്പോ ട്രെൻഡ് കൂടുതൽ. ഇപ്പൊ ഹൽദിക്കൊക്കെ വരെ ഇപ്പൊ കുട്ടികൾക്ക് കളർ കോഡ് നോക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ കാലം. അതാ ഷർവാണി ടൈപ്പിൽ തന്നെ വേറെ മോദി കോട്ട് എന്ന് പറയും. അതിലെ കോട്ടുകൾ ഇങ്ങനെ പലതരം കോട്ടുകളുണ്ട്. ചൂസ് ചെയ്യണമെന്ന് മാത്രമല്ല, ഇതിലും കുറെ കണ്ടമാനം കളക്ഷൻസ് ഉണ്ട്. ഇരിക്കണത് മൊത്തം ആ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് കേട്ടോ. കുട്ടികളുടെ മാത്രം, ആൺകുട്ടികളുടെ അതൊക്കെ ഡിഫറെന്റ് മെറ്റീരിയൽ ആൻഡ് ഫാബ്രിക് എല്ലാത്തിനും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ അതിനനുസരിച്ച് റേറ്റും മാറ്റം വരും. അതിനനുസരിച്ചിട്ട് ചിലതിന് നമുക്ക് ആക്സസറീസും ആഡ് ചെയ്യുന്നുണ്ട്. ചിലതിന് മാല ഉണ്ടാവും, ചിലതിന് ബോ ആയിരിക്കും, ടൈ ആയിരിക്കും, അങ്ങനെ പല പല ആക്സസറീസ് ആയിരിക്കും ഈ ആൺകുട്ടികളുടെ സെക്ഷനിൽ വരുന്നത്. അപ്പൊ ഇത് ഫുൾ ആൺകുട്ടികളുടെ സെക്ഷനാണ്. ഇതൊന്ന് അതായത് താഴത്തും മുകളിലായിട്ട് എല്ലാതും നമുക്ക് എടുത്ത് കാണിക്കാൻ പോസിബിൾ അല്ല. ഇതിന് നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നില്ല, കുർത്തീസിന് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ? ബ്രാൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു അപ്പുറത്തെ സെക്ഷനിലേക്ക് പോവാം. ഇതൊക്കെ ആൺകുട്ടികളുടെ സെക്ഷൻ. ഈ ടീം നമ്മൾ കണ്ടില്ലല്ലോ നേരത്തെ. അവിടെ ഇരിക്കുന്ന ഒരു ടീമിനെ ഉണ്ട്. ഇത് അക്കൗണ്ട്സ് ടീമാണ്. പേയ്മെന്റ് സെക്ഷൻ നോക്കുന്ന ടീംസാണ്. പേയ്മെന്റ് സെക്ഷൻ, അക്കൗണ്ട്സിന്, ഓൺലൈൻ ടീം, അങ്ങനെ പലർക്കും പല ടീം. എവിടെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പല്ല് കാണാം. മതി, ചിരിച്ചാ പല്ല് കാണാം. ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നോ. ഒന്ന് ചിരിക്കണോ നോക്കിട്ട്. എന്തത്ര ഗെയിമാ നിങ്ങൾക്കൊക്കെ? ഓക്കെ, ഒരു ഹായ് പറയാട്ടോ. ഓക്കെ. പേയ്മെന്റ് ആയതുകൊണ്ടാ. ഇതിവിടെ ഒരു തുറന്നിരിക്കണ്ടല്ലോ. ഇത് വലിയ ഷർട്ടാണല്ലോ. വലിയ ആൾക്കാരെ മെൻസിന്റെ സൈസിലുള്ള ടീഷർട്ടാണ്. വലിയ കുട്ടികളുടെ സെക്ഷനിൽ തന്നെ പെടുന്നത്. കുട്ടികളുടെ ഇത് എന്താ പറയാ, മെൻസിന്റെ
മെൻസിന് വെക്കുന്നുണ്ട് അപ്പൊ ഇവിടെ? മെൻസിന്റെ ടീഷർട്ട് ഐറ്റംസ്, കുറച്ച് ജീൻസ് ഐറ്റംസ് ഒക്കെ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ. അപ്പൊ അതിൽ തന്നെ യൂണിഫോം ഒക്കെ ഉണ്ടാവും? യൂണിഫോം ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ക്വാണ്ടിറ്റിയിലാണെങ്കിലും നമുക്ക് ഒരു ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നോക്കിയാൽ അറ്റം വരെ മൊത്തം ഈ ഒരു ഫ്ലോർ കുട്ടികളുടെ കുട്ടികളുടെ മാത്രമാണ്. ഇവിടെ അങ്ങോട്ട് നമ്മൾ ഗേൾസിന്റെ ഐറ്റംസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗേൾസിനാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ തൊല്ല. അതെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ തൊല്ല മീൻസ് കളക്ഷൻസ്. ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ തൊള്ള്. ഞാൻ പിടിച്ചുവിടാപ്പാ. ഇനി എവിടുന്ന് തുടങ്ങാം നമുക്ക്? ഇതാണ് സ്റ്റാർട്ടിങ്. ഇവിടെ ന്യൂ ബോണിൽ സ്റ്റാർട്ട് ചെയ്യും. അവിടെ അങ്ങോട്ട് സൈസ് കൂടി ഏകദേശം ഒരു 40 സൈസ് വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ന്യൂ ബോൺ തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ന്യൂ ബോണിന് അപ്പൊ ഇങ്ങനെ ഒരു ബോക്സിൽ എത്ര പീസ് ഉണ്ടാവും? എങ്ങനെയാണ്? 0 സൈസ് ആണ്. 0 സൈസിന്റെ തന്നെ 3 കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ 3 സൈസ് എടുക്കണം, അത് നിർബന്ധമാണ്. അല്ല, 3 ഈ ബോക്സിലുള്ള 3 എടുക്കണം എന്ന് നിർബന്ധമാണ്. ഈ ഒരു ബോക്സ് ഇങ്ങനെ പൊട്ടിച്ച് തരൂല, ഇതിങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ കുട്ടികളുടെ കുറെ മോഡൽസ് ഉണ്ട്. നമ്മളിങ്ങനെ എടുത്താലും കണ്ടാലും തീരാത്ത ഒരു കളക്ഷനാണ് പെൺകുട്ടികളുടെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ അല്ലേ. അതിൽ ഡംഗ്രിയിൽ വരുന്നുണ്ട്, ഫ്രോക്കിൽ വരുന്നുണ്ട്, കെട്ടുടുപ്പൊക്കെ ഉണ്ടോ? കെട്ടുടുപ്പൊക്കെ ഉണ്ട്. കെട്ടുടുപ്പ് കുഞ്ഞു കുട്ടികൾക്ക് ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് കെട്ടുടുപ്പാണല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. കെട്ടുടുപ്പ് ഉണ്ട്, അങ്ങനെ കളക്ഷൻസ് ഉണ്ട്, വന്ന് നോക്കാം. പിന്നെ ഇതൊക്കെ വീഡിയോ കോളിൽ ഇതും നമുക്ക് എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കസ്റ്റമർ പറയുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞായറാഴ്ച ദിവസമാണെങ്കിൽ സൺഡേ നമുക്ക് സീസൺ സമയത്താണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇനി അടുത്തത് എവിടേക്കാ? നമുക്ക് ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഇരിക്കണ്ടല്ലോ, ഇതെന്താ? ഇത് കിഡ്സിന്റെ കുറച്ച് വെസ്റ്റേൺ കളക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ ഹോട്ട് പാന്റ്, കാപ്രി, ബാഗി പാന്റ് ആ ടൈപ്പ് വരുന്ന കളക്ഷൻസ് ഉണ്ട്. ഓ, പൊളി ക്യാപ്പാണ്. ആക്സസറീസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ ചെറിയ ആക്സസറീസും ഇതിന് കൂടെ. ഇതൊക്കെ വെസ്റ്റേൺ വെയറിൽ വരുന്നത് അല്ലേ? എനിക്ക് വെസ്റ്റേൺ വെയറിനേക്കാളും കൂടുതൽ എനിക്ക് കാണാൻ ആഗ്രഹം എന്ന് പറയുന്നത് ഉടുപ്പാണ്. ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കുട്ടികൾക്ക് കാണാനായിട്ട് കേട്ടോ. ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ വെസ്റ്റേൺ വെയറിൽ വരുമ്പോൾ കുട്ടികൾക്ക് എത്ര സൈസാണ് വരുന്നത്? നമുക്കിതിൽ 16 മുതൽ ഏകദേശം 26 വരെ സൈസ് എല്ലാത്തിലും അവൈലബിൾ. ഓക്കെ, പിന്നെ ഇത് കച്ചവടം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എത്ര രൂപയ്ക്ക് എടുക്കണമെന്നോ അതൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിക്കായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ കച്ചവടത്തിൻ്റെ സൈഡായിട്ട് പൊക്കോട്ടെ, അതിൽ ഞാൻ ഇടപെടുന്നില്ല. ബാക്കി കളക്ഷൻസ് കാണിക്കാൻ ഞാൻ റെഡി അല്ലേ? ഓരോന്നും എടുത്തോ, പെട്ടെന്ന് കാണിച്ചോ. ഇത് ഡെനിം എന്ന് പറയുമ്പോൾ ഇന്നും അന്നും എന്നും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. അതെ, റഫ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക്. ഈ ഒരു മെറ്റീരിയലിനും കുറച്ച് പ്രത്യേകത ഉണ്ടല്ലോ, ഒരു എംബോസ് ടൈപ്പ് ആയിട്ട് 3D ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ നമുക്ക് 3/4 കാപ്രി ആണ് വരുന്നത്. അതിന് കാർഗോ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരിൽ വരുന്നതിന്റെ അതേ സെയിം ടൈപ്പിലാണ്. പിന്നെ ഇതിലുണ്ട് ആക്സസറീസ്, ബെൽറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ നല്ല സാരിയുടെ അടുത്തേക്ക് പോയപ്പോ സാരി നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടികളുടെ അടുത്ത് വന്നപ്പോ കുട്ടികളുടെ എവിടെ നോക്കിയാലും നല്ലോണം കളക്ഷൻസ് ഉണ്ട്. അതെ, ഇവിടെ വന്ന കളക്ഷൻസ് കിട്ടാണ്ട് പോവില്ലാന്നല്ലേ. പക്ഷെ ഇതൊക്കെ നോക്കി എന്ത് നല്ല ടൈപ്പ് കോട്ടണില് നല്ല ലിനൻ ടച്ചോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത് കേട്ടോ. ഒരു കോഡ് സെറ്റ് ടൈപ്പില് കോഡ് സെറ്റ് കുട്ടികൾക്ക്. എവിടെ ബാഗ്? ലൂപ്പർ ബാഗ് സൈഡില്. അപ്പോൾ അങ്ങനെ കളക്ഷൻസ് തീരുന്നില്ലാന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിനാണ് കേട്ടോ. നമുക്ക് എല്ലാതും എടുത്ത് കാണിക്കാൻ എളുപ്പമുള്ള കേസൊന്നുമല്ല അല്ലേ? ഇരിക്കണതൊക്കെ വെസ്റ്റേൺ വെയർ ആണോ? മൊത്തം വെസ്റ്റേൺ വെയർ 34-40 സൈസിൽ വരുന്ന വെസ്റ്റേൺ വെയർ കളക്ഷൻസ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഈ ഒരു ബോക്സ് പാക്കിംഗ് ഒക്കെ എന്താ സംഭവം? നമ്മുടെ കുട്ടികളുടെ വെസ്റ്റേൺ കളക്ഷൻ വെസ്റ്റേൺ വെയറിൽ അല്ലേ? അപ്പോൾ വന്ന് നോക്കി ചൂസ് ചെയ്ത് നമുക്ക് കളക്ഷൻസ് കാണാം, വന്ന് എടുക്കാം. ഇനി ഏത് സെക്ഷനിലാണ്? ഈ ഡിസ്പ്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. നമുക്ക് ഡിസ്പ്ലേയിൽ ഇപ്പൊ ഇങ്ങനത്തെ മോഡൽസും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇത് കോഡ് സെറ്റ് ആണുങ്ങളുടെയാ? കുട്ടികളുടെ ആൺകുട്ടികളുടെ. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ പ്രിന്റ് കൂടി എനിക്ക് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറി വരുന്ന ടൈപ്പാണ്. ഇപ്പൊ ഡാൻസിന് അതിനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഉള്ളിൽ ഇന്നർ വരുന്ന ടൈപ്പ് ആയിട്ടാണ്. എന്നാൽ ആദ്യം റേഞ്ചും ഇല്ല, റേഞ്ച് റേഞ്ചിലാണ് എല്ലാം വരുന്നത്. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് ഇതില്ല അല്ലെ, റേറ്റ് കൂടുതൽ വലിയ ഇതിലില്ല, വരുന്നില്ല. അപ്പൊ ഇത് കുട്ടികളുടെ ഒരു കളക്ഷൻസ് ഡിസ്പ്ലേ ഇട്ടപ്പോ കാണിച്ചത് മാത്രം. ഇനി ചേട്ടൻ പറയൂ, പേര് ഞാൻ ചോദിച്ചില്ലേ? അർജുൻ കാണിക്കൂ. ഇവിടെ നമ്മൾ ക്രിസ്മസിന്റെ റെഡ് ആൻഡ് വൈറ്റിന്റെ ചെറിയൊരു സെക്ഷൻ കുട്ടികൾക്ക് ഫ്രോക്കിലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും റെഡ് ആൻഡ് വൈറ്റ്. അപ്പൊ ക്രിസ്മസ് എന്ന് വെച്ചാൽ സീസൺ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കളക്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഞങ്ങൾക്ക് ഈ ഒരു പീരീഡ് ആകുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല എൻക്വയറി വരുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് ഇത്. പിന്നെ വൈറ്റ് ആണെങ്കിൽ
ഏകദേശം ഓരോ സീസണിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നവംബർ 14 ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഐറ്റം. ഓ നല്ല കളക്ഷൻസ് ഉണ്ട് പർട്ടിക്കുലർ ഇപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഐറ്റൊക്കെ ക്രിസ്മസ് ബേസ് ചെയ്തിട്ട് വന്നത്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ പർച്ചേസ് ചെയ്തിട്ട് ഒറ്റൊരു പർച്ചേസിംഗ് പോയിന്റ് അല്ല ഉള്ളത്. ഓൾ ഇന്ത്യ ലെവലിൽ ഇതിന്റെ പർച്ചേസ് ചെയ്തിട്ട് സെലക്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ കൗണ്ടറിലേക്ക് എത്തിക്കുന്നത്. ഇതും റെഡ് ആൻഡ് വൈറ്റ്. ഇതും റെഡ് ആൻഡ് വൈറ്റ്. ഓക്കെ. ഇത് ഇങ്ങനെ ഹാങ്കർ ടൈപ്പ് ഇങ്ങനെ ഡയറക്റ്റ് ഷോറൂമാർക്കും സുഖമാണ്. ജസ്റ്റ് ഹാങ് ചെയ്ത് ഇപ്പൊ സ്റ്റുഡിയോ ടൈപ്പ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഓ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കയറ്റിയാൽ മതി. പിന്നെ വേറെ ഒന്നും നോക്കാനൊന്നും. ഓക്കെ. ഇത് വെസ്റ്റേൺ വെയറിൽ വരുന്നതാ? ഫുള്ള് വെസ്റ്റേൺ വെയർ ആണ്. വെസ്റ്റേൺ. ഓക്കെ. പിന്നെ വൈറ്റ് മാത്രം വേണമെന്ന് പറയണവർക്ക് ഇതേ വൈറ്റ് മാത്രം. ഇത് നമുക്ക് 16 സൈസ് മുതൽ ഏകദേശം 40 സൈസ് വരെ ഉണ്ട്. 40 സൈസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ആയി. ഒരു മീഡിയം സൈസ് ടോപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ 22, 32 എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന ഒരു സൈസാണ് വരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പൊ ഈ കാണിച്ച ഭംഗി നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ സിംഗിൾ പീസിന് ആവശ്യപ്പെടുകയാണെങ്കിൽ കിട്ടൂല കേട്ടോ. അത് എടുത്ത് പറയാണ്. നമുക്ക് എടുക്കുമ്പോൾ അത് ഇങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഈ ഒരു സെറ്റ് കാണിക്കണം. ഇപ്പൊ ഇങ്ങനെ കെട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. പിന്നെ കുട്ടികളുടെ ഫ്രോക്ക് ഐറ്റംസ് ആണ്. അതെടുത്തോടുത്തോടുത്തോ തുറന്നു. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി. അതിന്റെ മെറ്റീരിയലും ആ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല പർപ്പസിന് പോണ ഐറ്റമാണ് സംഭവം. പൊളി. ആ മെറ്റീരിയൽ തന്നെ ഇട്ട് ആ കുട്ടി നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു തിളക്കം. ആ ഒരു ബ്ലൂമിങ് മെറ്റീരിയൽ ആണല്ലോ. നല്ലൊരു സെറ്റ് ഫീല്. ഇത് നെറ്റിൽ വരുന്നത് അല്ലേ? നെറ്റിൽ പിന്നെ എവർഗ്രീൻ ആണ്, എപ്പോഴും ഉണ്ട്. അത് നമ്മള് എന്താ പറയാ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇതിൽ തന്നെ 3-4 ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ചെറിയ ലോ ക്വാളിറ്റി തൊട്ട് നമുക്ക് ഹൈ ബഡ്ജറ്റ് ക്വാളിറ്റി വരെ ഉണ്ട്. പാക്കിങ്ങിലും ഡിഫറൻസ് വരും. അതെ, അതെന്ന് വെച്ചാൽ എപ്പോഴും കസ്റ്റമേഴ്സ് ഒരേ പോലെ അല്ലല്ലോ. അപ്പൊ നമ്മൾ എല്ലാ ടൈപ്പ് നമ്മൾ നമ്മുടെ കടയിൽ വെക്കണം. അതാണ്. പിന്നെ ഇതൊക്കെ ഫ്രോക്കിന്റെ ഐറ്റംസ് ആണ്. കുട്ടികളുടെ ഫ്രോക്കിൽ 16-18 സൈസ് വരുന്ന ഐറ്റംസ് ആണ്. ഇതിന്റെ തന്നെ പർട്ടിക്കുലർ ഈ ഡിസൈൻസിന്റെ ഒക്കെ തന്നെ 20 മുതൽ 30 വരെ സൈസും ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളുടെ കളക്ഷൻസിൽ കേട്ടോ. അപ്പൊ ഉടുപ്പ് ടൈപ്പ് ആയിട്ടുണ്ട്. 2 പീസിൽ വരുന്നുണ്ട്, 3 പീസിൽ വരുന്നുണ്ട്. അവിടെ ഫ്രോക്ക് നിർത്തിയിരിക്കുന്നുണ്ട്. അതൊന്നും നോക്കിയാലോ. കുറച്ച് കളക്ഷൻസ് കാണാം. അതൊന്ന് തുറന്ന് എന്തായാലും ഇങ്ങനെ വെറുതെ നിൽക്കല്ലേ. അപ്പൊ അതൊന്ന് ഇങ്ങനത്തെ നിവർത്തി ഒന്ന് പിടിച്ചേ. വെറുതെ നിൽക്കണ കാരണം കേട്ടോ. ഇതുപോലത്തെ ഫ്രോക്ക് മോഡൽ ആയിട്ടുള്ള വലിയ കുട്ടികൾക്കും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് പിടിച്ചേ. അടുത്തത് ആ 2 എണ്ണം കൂടി പിടിച്ചേ. എന്തായാലും എടുത്തതാ പുറത്തേക്ക്. അപ്പോൾ അതൊന്ന് കാണിച്ചോ. ഇതൊക്കെ ഒരു നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് അല്ല. മീഡിയം റേഞ്ചിൽ വരുന്ന ഐറ്റംസ് അല്ലേ? ഇത് ട്വിൽ നെറ്റ് എന്ന് പറഞ്ഞ ഫാബ്രിക് ആണ്. ഇത് ഫാബ്രിക്കും ഡിഫറെന്റ് ആയി. ഫാബ്രിക് 12 നെറ്റ്. അപ്പോൾ നെറ്റിൽ വരുന്ന 12 നെറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ വലിയവരുടെ ഇതനുസരിച്ച് ട്രെൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് മെറ്റീരിയലും മാറിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ. ഇതൊക്കെ ഒരു മോഡലെല്ലാം ഡിഫറെന്റ് അല്ലേ? ഒരു മോഡൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. കളേഴ്സ് വരുന്നത്. പിന്നെ പാറ്റേൺ മാറി. ഇത് നെറ്റിൽ വരുന്ന സോഫ്റ്റ് നെറ്റ് ആണ്. അങ്ങനെ സോഫ്റ്റ് നെറ്റില്. പിന്നെ ഈ ഇരിക്കുന്ന സംഭവം വൈറ്റ് ഇരിക്കണതല്ല, ആ നിലത്ത് മൊത്തം ഇരിക്കണത്. ഇതൊക്കെ നമുക്കൊരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടാണ് ഞാൻ കാണിച്ചൊരു പീസ്. ഞാൻ അതാ വൈറ്റ് കണ്ടപ്പോഴേ ഇത് കുറച്ച് വലിയ ആൾക്കാരുടെ സൈസിൽ 32-36 സൈസിൽ വരുന്ന കുറച്ച് ഫ്രോക്കുകളാണ്. അതിൽ തന്നെ 2-3 കളേഴ്സും വരുന്നുണ്ട്. ആ കളർ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. നല്ല കളർ ആയിട്ടില്ല. പക്ഷെ കളർ നമുക്ക് ചൂസ് ചെയ്യാം. സൈസസ് അതിൽ ഡിഫറെൻറ്റ് സൈസസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫ്രഷ് പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ ഫുൾ ഫ്ലെയർ ആണ്, നോർമൽ ഫ്ലെയർ വരുന്നില്ല. അതെ, അതാ പിടിച്ചു കഴിഞ്ഞാൽ അതാ ഞാൻ പറയാം. കുട്ടികളൊക്കെ ഇട്ട് 1-2 കുടയിൽ കുടഞ്ഞ് 2 ഡാൻസ് കളിക്കുമ്പോഴേക്കും സെറ്റ്. നമ്മളെ ഈ പിടിച്ച് ഇങ്ങനെ കുടയാൻ നിൽക്കണ്ടാന്ന് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ഇനി അടുത്ത സെക്ഷൻ ഈ ഒരു സെക്ഷൻ പറഞ്ഞു പോവാല്ലേ നമുക്ക്. ഇതൊക്കെ നമ്മളെ ഫ്രോക്കിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഐറ്റംസ് ആണ്. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് വെറൈറ്റിയിലും തുണിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കി. ഇതൊക്കെ അതില് ഐറ്റംസ് ആണ്. നിലത്തും മുകളിലായിട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടം പോലെ മോഡൽസ്, ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിന് എന്താ വെച്ചാൽ ലൈവ് സെലക്ഷൻ ആണ്. അവർക്ക് എന്താണോ കണ്ട് ഇഷ്ടപ്പെടുന്നത്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കാര്യങ്ങളുണ്ടെന്നുള്ളത് അവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. സാമ്പിൾ കാണിച്ചിന്നുള്ള രീതിക്കല്ലേ എങ്ങനെയാണോ ലൈവായിട്ട് കിടക്കുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ലൈവായിട്ട് റാക്കെന്ന് കണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് കാണാനും പറ്റും. അപ്പൊ എനിക്ക് ഇത് മതി എന്ന് വെച്ചാൽ ഇത് എടുക്കാം. അങ്ങനെ. ഇനി ഇപ്പഴത്തെ സെക്ഷൻ എന്താ പറയുന്നത്? ഇത് കുട്ടികളെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റം. ഗറാറ പിന്നെ ഹെവി പീസ്. അതെ, അതൊക്കെ ആ ഒരു പാറ്റേണിലേക്ക് ബെറ്റർ ആയിട്ടാണ്. കുറച്ചുകൂടി നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ. ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട്. അത് ഇതല്ലേ പലാസോ അല്ലേ? പലാസോ പാന്റ്.
ഇത് പലാസോ പാൻറ്റ് വിത്ത് നമുക്ക് ആ വലിയവർക്കുള്ള പോലെ തന്നെ കുട്ടികൾക്കും ആ ഒരു സിസ്റ്റം. അത് കുറച്ച് വലിയ കുട്ടികൾക്കാണെന്ന് മാത്രമല്ല. അല്ല, ഇതിലും നമുക്ക് 22 മുതൽ 40 വരെയുള്ള സൈസ് ഓപ്ഷൻ ഉണ്ട്. ഇതിലും 22 മുതൽ 40 വരെയുള്ള സൈസ് സെറ്റ്. അതിലിപ്പോ നമ്മൾ നോക്കിയ ലൈറ്റ് ചാർട്ടാണ്. അതാണ് അവിടെ ലാച്ച. ഞാനത് വലിയവർക്കുള്ളതാണ് നമ്മുടെ സൈസൊക്കെ ആണെന്ന്. അല്ല, ഇതിലും 22 മുതൽ 40 വരെ സൈസ് വരുന്നത്. അപ്പൊ ലാച്ചയുടെ ഒരു സെക്ഷൻ ആണിത്. അതെ അതെ. അയ്യടാ, ഈ കളർ എനിക്ക് ഇഷ്ടമായി. 4 പീസ് വരുന്ന റേറ്റ് ആണ്. ജാക്കറ്റ് ഉണ്ടാവും. ജാക്കറ്റ് 24 മുതൽ 34 ആണ്. അപ്പൊ ഈ ക്രോപ്പ് ടോപ്പ് അങ്ങനെയാവും. അതെ, ക്രോപ്പ് ടോപ്പ് കണ്ടില്ലേ? ക്രോപ്പ് ടോപ്പ്, ഷ്രഗ്, പാൻറ്, ഒരു ദുപ്പട്ടയും കൂടി വരും. അങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർ ഇട്ടാൽ ഹൽദിക്ക് ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ അമ്മോട് വാശി പിടിക്കുക. ഇത് ഇവിടെ നിന്ന് കിട്ടൂല കേട്ടോ. ഏത് കടയിലാണ് ഇവർ സെയിൽ ചെയ്യണത് ആ കടയുടെ പേര് ചോദിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു പീസ് വേണമെന്ന് വെച്ചാൽ, ഇനി ബൾക്ക് വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് വരാം. കോഴിക്കോടാണെങ്കിൽ നമ്മുടെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷനായിട്ട് എവിടെയായിട്ട് വരാം? കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് സെഞ്ചുറി പാർക്ക് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ SV സാരീസ്. SV സാരീസ് SV ഗ്രൂപ്പാ? SV ഗ്രൂപ്പ് എന്നാണോ കമ്പനിയുടെ ഫേമിന്റെ പേര്. ഇപ്പൊ പർട്ടിക്കുലർ ഷോറൂമിന്റെ പേര് SV സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. ഓക്കെ, അപ്പോൾ SV സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന് പറയാം, SV ഗ്രൂപ്പ് എന്നും പറയാം. ഇത് തന്നെ സെയിം നമുക്ക് എറണാകുളത്ത് പോയാലും കാണാം. എറണാകുളത്ത് കോൺവെന്റ് ജംഗ്ഷൻ്റെ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ കോൺവെന്റ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ആ ഭാഗത്തായിട്ട് നമുക്ക് അതൊരു 4 ഫ്ലോർ അങ്ങോട്ട് കേട്ടോ. അതും വലിയൊരു ഷോറൂം തന്നെയാണ്. SV ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ അതിന് പേര്. ഇവിടെ ഇരിക്കുന്ന കളക്ഷൻസ് ആവില്ല അവിടെ, അവിടെ ഇരിക്കുന്ന കളക്ഷൻസ് ആവില്ല ഇവിടെ. പക്ഷേ രണ്ടും ഒരു കടയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല ആക്ച്വലി, നമ്മൾ കുറച്ചിങ്ങനെ ഓടിച്ചു. ഇതെനിക്ക് പാകാവൂലേ? അത് നിങ്ങളെ സൈസിൽ വരുന്ന ഐറ്റാണ്. അപ്പൊ ഈ റെഡിമെയ്ഡ് ഒക്കെ മുകളിലാന്ന് പറഞ്ഞിട്ട്? അല്ല, ഇത് പാർട്ടി വെയറിന്റെ ഒരു സെഗ്മെന്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പൊ ലാച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ആദ്യം പറയണ്ടേ, വയറ് കാണിച്ച് ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ട് കാണാൻ കൊതിയായിട്ട് പാടില്ല. കുറെ ഐറ്റംസ് ഉണ്ട് ഇങ്ങനത്തെ. അതെ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോ എവിടെയായിട്ടാ ഇരിക്കണേ? ഇത് കാണുന്ന മൊത്തത്തിൽ പെട്ട ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ തന്നെ വരുന്ന ഐറ്റാണ്. ലാച്ചകളുടെ സെക്ഷനിലെ അതും ഇങ്ങനെ ഒരു ബോക്സ് പാക്കിങ്ങിലും അല്ലാത്തതും വരുന്നില്ലേ? ബോക്സ് പാക്കിങ്ങിലാണ് ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഇപ്പം ഉള്ളത്. ഇത് വിത്ത് പാഡഡ് ആയിട്ട് ഫുൾ സ്റ്റിച്ചഡ് ആണ്. പിന്നെ നമുക്ക് ഓൾട്ടർ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കറക്റ്റ് ലുക്കിൽ വരും. ഇത് ഇപ്പോൾ കയ്യിൽ കിട്ടിയത് നമ്മൾ എടുത്തോന്ന് മാത്രം. നിങ്ങളുടെ കളേഴ്സ്, നിങ്ങളുടെ സൈസ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനം ഒരിക്കലും കടയിൽ കൊണ്ട് വെക്കരുത് കേട്ടോ. നിങ്ങൾ ആൾക്കാർ, കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത്, അവരുടെ ടേസ്റ്റ് എന്താണ്, അത് നോക്കിയിട്ട് മേടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടേസ്റ്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അല്ലാണ്ട് കടയിൽ ആരൊക്കെ വരുന്നത് അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറെ കളക്ഷൻസ് ഇതാ ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? ലൈറ്റും ഡാർക്കും ഡസ്റ്റും എല്ലാതും ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലാച്ചേര ഒരു സെക്ഷനാണ് വരുന്നത്. ഇനി ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെക്ഷനാണ് വരുന്നത്? ബോട്ടം വെയറിന്റെ സെക്ഷനാണ് വരുന്നത്. ബോട്ടം വെയറിൽ ഇതും വരും, വെസ്റ്റേൺ വരെ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വെസ്റ്റേൺ ഇടണം നന്നായി. അപ്പോൾ ബോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ വലിയവർക്കുള്ള ടോപ്പുകൾ, നമുക്ക് ആ ഷോർട്ട് ടോപ്പ് ടൈപ്പ് അങ്ങനത്തെ കണ്ടത് മാത്രമേ ഉള്ളൂ. വെസ്റ്റേൺ ആയിട്ടില്ല. വെസ്റ്റേൺ ആയിട്ടുണ്ടല്ലോ. ഉണ്ടോ? നമുക്ക് ഫുള്ള് ശരിക്കും പറഞ്ഞാൽ കട അങ്ങനെ ഓടിപ്പിച്ച് കാണാനേ പറ്റിയുള്ളൂ. ശരിക്കും എല്ലാം കാണാൻ പറ്റിയില്ല. അപ്പൊ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നേരിട്ട് വരാം. നമ്മൾ ഈ കാണിച്ചതൊന്നുമല്ല, ഇതിനേക്കാളും മേലെ, അതുക്കും മേലെ കുറേ ഉണ്ട് കാണാനായിട്ട് അല്ലേ? അപ്പൊ ബോട്ടം വെയറിൽ ഇവിടെ എന്തൊക്കെയുണ്ട് ജസ്റ്റ് ഒന്നൊരു. ചേച്ചി ഈ സെക്ഷനിലാണോ? 2-3 എടുത്തേ. ഏതെങ്കിലും ഒരു എന്താണ് ബോട്ടം വെയർ എന്ന് പറയുമ്പോൾ അറിയണ്ടേ? നമ്മുടെ ധാരണ ബോട്ടം വെയർ എന്ന് പറയുമ്പോൾ സിഗാർ പാൻറ് അല്ലെങ്കിൽ ലെഗിൻസ് അങ്ങനെയൊക്കെ. സിഗാർ പാൻറ് മുതൽ ബാഗി പാൻറ്, ജീൻസ്, എല്ലാ ടൈപ്പ് ഐറ്റം, ഏകദേശം A to Z ഐറ്റം ബോട്ടം വെയറിൽ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. സ്കേർട്ട് ആണെങ്കിലും കോട്ടൺ പാൻറ് ആണെങ്കിലും ഇപ്പോൾ ഏത് ഫാബ്രിക്കിൽ വരുന്ന ടൈപ്പ് ഐറ്റം ആണെങ്കിലും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇതെന്താ സ്കേർട്ടാ വരുന്നത്? പാൻറ്? അത് ജോഗർ പാൻറ് ആണ്. ജോഗർ പാൻറ് അതാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ ലേഡീസിന്റെ മാത്രമാണ്, കുട്ടികളുടെ എല്ലാം കോമൺലി യൂണിസെക്സ് ആയിട്ട് പോണ റൈറ്റ് ആണ്. രണ്ടാക്കും കൊടുക്കാൻ പറ്റിയ റൈറ്റ്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഐറ്റം. നമുക്ക് 22 മുതൽ 40 വരെ സൈസ് എല്ലാ കളേഴ്സിലും അവൈലബിൾ. ഓ അങ്ങനെ ബോട്ടം വെയർ അങ്ങനെ കുറേ ബോട്ടം വെയറിന്റെ നമ്മൾ ഇല്ലാന്ന് വിചാരിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ കുത്തിപ്പൊന്തി എത്തി വരുന്നുണ്ട്. നമുക്ക് കുഞ്ഞു കുട്ടികളെ തൊട്ട് പിടിക്കാം. ഇത് പെൺകുട്ടികളുടെയാണ്. പെൺകുട്ടികളുടെ ഷോർട്സ് വരുന്നതായിട്ടാണ്. ഹോട്ട് പാൻറ് എന്നും പറയും. ഇതിൽ 3 ബട്ടൺ വരുന്നതായിട്ടുണ്ട്, സ്ക്രാച്ച് വരുന്നതായിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 6 സൈസ് മുതൽ 16 സൈസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഓ, കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇംഗ്ലീഷ് കളേഴ്സ് ഉണ്ട്, ഡെനിം കളേഴ്സ് ഉണ്ട്. ഇങ്ങനെ അപ്പൊ ഇത് നമുക്ക് ഷോർട്സ് ആയി. അതും ബോട്ടം വെയറിൽ പെണ്ണതാണല്ലോ. ഇതിപ്പോ ആൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് ആണ് ഇങ്ങനെ ഒരു ഈ ഡിസൈൻ അല്ലേ? അതെ. ക്രാക്കിൾ വാഷ് എന്ന് പറയും. ക്രാക്കിൾ വാഷിൽ തന്നെ 22 മുതൽ 40 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന്റെ ഒക്കെ. ഇതിന്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് പെട്ടെന്ന്
പിന്നെ ഇത് എടുക്കുമ്പോ നമുക്ക് ആണ് അവൻ അടുത്ത് കാണിച്ചത്. അതെ, ഈ എടുക്കുമ്പോ നമുക്ക് എത്ര സൈസ് എടുക്കണം അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ നമുക്ക് 2 സൈസ് ഗ്രൂപ്പ് ആയിട്ടാണ് ഇത് വരുന്നത്. 22 മുതൽ 30 വരെ ഒരു സൈസ് ഗ്രൂപ്പ്, 32 മുതൽ 40 വരെ ഒരു സൈസ് ഗ്രൂപ്പ്. കുട്ടികളത് 2 സൈസ് ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 22 മുതൽ 30 വരെ എടുക്കാം, അല്ലെങ്കിൽ 32 മുതൽ 40 വരെ എടുക്കാം. ഓക്കെ. ഇപ്പൊ ഇതൊക്കെ വലിയൊരു സൈസ് അല്ലേ? വലിയൊരു സൈസാണ്. പിന്നെ നമുക്ക് തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പിക്ക് ആൻഡ് ചൂസ് ആയിട്ട് നമുക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസിന്റെ 5 കളറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ 32 സൈസ് പർട്ടിക്കുലർ ആയിട്ട് സൈസ് മാത്രം വേണ്ടെന്നുണ്ടെങ്കിൽ ആ സൈസ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല്ലേ. അപ്പൊ അങ്ങനെ പാൻസിന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ കാണിക്കുന്നത് മൊത്തം ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും കൊടുക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല, കിട്ടണതൊക്കെ ബാഗി പാൻസും കാര്യങ്ങളും കാർഗോ പോക്കറ്റ് വരുന്നത് അല്ലാതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതെ, അങ്ങനെ ഇതിപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ റെയിൻ വാഷ് എന്ന് പറയും. ഈ വാഷിങ്ങിന് പറയണാണ് ഇത്. റെയിൻ വാഷ്. അപ്പൊ ഇതും ഇത്ര ട്രെൻഡിൽ നിൽക്കണത് ഇപ്പൊ ഈ റെയിൻ വാഷ്. ഇതിൽ 3-4 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നല്ല നല്ല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈസസ് ഒക്കെ പിന്നെ പെർഫെക്റ്റ് ആവും. ജീൻസ് ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. ഈ സൈസ് ഗ്രൂപ്പിൽ നമുക്ക് 28 മുതൽ 36 വരെ സൈസാണ് വരുന്നത്, വലിയ ആൾക്കാർ അളവ് വരുമ്പോൾ. അല്ല, അപ്പൊ പെൺകുട്ടികളുടെ എന്ന് പറയുമ്പോ ജീൻസ് അല്ലാണ്ട് നമുക്ക് ബോട്ടം വെയർസ് ഒക്കെ ഉണ്ടല്ലോ. ഈ പിന്നിലിരിക്കുന്നതൊക്കെ ബോട്ടം വെയറിന്റെ കളക്ഷൻസ് ആട്ടോ. ഞാനിപ്പോ ബോട്ടം വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം അതല്ല ചിന്തിക്കുക. അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഡെയിലി വെയർ പണിക്ക് പോകുന്നവർക്കും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ടീച്ചർമാർ ഓഫീസ് വർക്കിന് പോകുന്നവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത്. കുറച്ച് കോട്ടണിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. റയോൺ ഫാബ്രിക് ആണ്. എന്താ പറയാ, ഇതിൽ പോക്കറ്റും വരുന്നുണ്ട് 2 സൈഡ്. അതെ, 2 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി സേഫായി. ഇത് ബോട്ടത്തിന്റെ കുറച്ചുകൂടി പാൻസിന്റെ കളക്ഷൻസ് ഞാൻ പറയുന്നില്ല, എടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. എടുത്ത് പറഞ്ഞാൽ ചിലപ്പോ ബ്രാൻഡുകാർ എന്നോട് പറയും എന്താ ഇങ്ങനെ ഇവിടെ വന്നിട്ട് പറയണേന്ന് പറയും. 28 മുതൽ 36 സൈസിൽ വരുന്ന കളക്ഷൻസ് പാൻസില്. ഇതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഓടിപ്പിച്ച് കാണിക്കാണ് കേട്ടോ. നമുക്ക് ഈ ഇത് എടുക്കുമ്പോ എത്ര സൈസ് എത്ര എടുക്കണം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഈ കളർ ചൂസ് ചെയ്യുന്ന റെഗുലർ ടൈപ്പ് പാന്റുകൾ ഉണ്ടല്ലോ, നമുക്ക് കളേഴ്സ് കസ്റ്റമർ പറയുന്ന കൗണ്ടിന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് പറയണതാണ് ഇവിടെ വില. അതെ, കസ്റ്റമർ ആണ് കിങ്. അതെ, ഇത് ആൺകുട്ടികളുടെ പാൻസ്, ട്രൗസേഴ്സ് കേട്ടോ, ട്രൗസേഴ്സ്. പിന്നെ ഈ കാണുന്നത് മൊത്തം നമുക്ക് ബോട്ടം വെയറിന്റെ ലെഗിൻസ്, സിഗാർ പാന്റ്, സ്മാർട്ട് പാന്റ്, ഡെയിലി വെയർ യൂസ് ചെയ്യുന്ന എന്താ ലൂസ് ഫിറ്റ് പാന്റ്, പലാസോസ്, എല്ലാ ഐറ്റംസ്. പിന്നെ ഈ നിലത്തിരിക്കുന്നത് മൊത്തം കളക്ഷൻസ്, സ്റ്റോക്സ് ഞാൻ പറയില്ല, ഇത് കളക്ഷൻസ് എന്നാണ് പറയുള്ളൂ, അല്ലെങ്കിൽ സാമ്പിൾസ് എന്ന് പറയുള്ളൂ. വരാൻ നോക്കുക, കൈയോടെ നിങ്ങൾക്ക് ബൈ ഹാൻഡ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. എങ്ങനെയാണ് അത് നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പാക്കിംഗ് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ കാണിച്ചു തന്നില്ല, ആ ഒരു പാക്കിംഗ് സെക്ഷനൊക്കെ കാണിച്ചു തന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പാക്ക് ചെയ്ത് തരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വാ. അപ്പൊ എന്താ രഞ്ജീവ അർജുന, പേരും മറന്നു ഞാൻ അതിൻ്റെ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. ഈ ഒരു ഫുൾ ഫ്ലോർ വരുന്നത് നമുക്ക് കിഡ്സ് വെയറിന്റെ കളക്ഷൻസ്, അതും ചെറിയ കുട്ടികൾക്ക് തൊട്ട് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കളക്ഷൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണിച്ചിട്ടില്ല. കളക്ഷൻസ് കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരാം. സീസണിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കളക്ഷൻസ്, ഓരോരോ സീസണിനനുസരിച്ചിട്ട്. ഓണമായാലും വിഷു ആയാലും അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും പറയണ്ടോ നമ്മുടെ വ്യൂവേഴ്സിനോട്? വരാനോ? എല്ലാവരും വരിക, എന്തായാലും സാറ്റിസ്ഫൈഡ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. റേറ്റിലും കാര്യങ്ങളിലും എന്തിലാണെന്നുണ്ടെങ്കിലും, കസ്റ്റമർ സർവീസിലാണെന്നുണ്ടെങ്കിലും കാലിക്കറ്റ്സിലെ നമ്പർ 1 ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എറണാകുളത്തെ കാര്യം എനിക്ക് അറിയില്ല. എറണാകുളത്തെ കാര്യം അറിയാനായിട്ട് എന്ത് ചെയ്യും? എറണാകുളത്തെ കാര്യം അറിയാനായിട്ട് എറണാകുളത്തിന്റെ സ്റ്റാഫിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അവിടത്തേക്കും കൂടി ഡീറ്റെയിൽസ് അറിയണ്ട. ഇങ്ങോട്ട് വന്നേ, നമുക്ക് എറണാകുളത്തെ കാര്യം കൂടി അറിയണ്ട എങ്ങനെയാണെന്നുള്ളത്. വാ. അനന്തു. അപ്പൊ ഇത് കോഴിക്കോട് സ്റ്റാഫ്, ഇത് എറണാകുളം സ്റ്റാഫാണ്. അപ്പൊ ആളുടെ കാര്യം പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇനി എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? എറണാകുളത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സാരി കൊടുക്കാം. സാരി തന്നെ 3 ഫ്ലോർ ഉണ്ട്. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം അവിടെ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ കസ്റ്റമർ സർവീസ് ആയാലും അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ സെറ്റാണ് അല്ലേ? പിന്നെ അവിടുത്തെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? നമുക്ക് 9 o'clock തൊട്ട് 8:30 വരെ. 8:30 വരെയാണ് എറണാകുളം. ഇനിയിപ്പോ കോഴിക്കോടാണെങ്കിൽ 9 to 9 തന്നെ. 9 to 9 ആണ്. സൺഡേ ഇതുപോലെ തന്നെ സീസൺ സമയത്താണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ളവർക്ക് അവിടെ പോകാം, ഇവിടെയുള്ളവർക്ക് ഇവിടെ പോകാം. രണ്ടും എന്താ പറയുക, ഡിഫറെന്റ് ഡിസൈൻസ് ഒക്കെ ആയിരിക്കും അല്ലേ എല്ലായിടത്തും? രണ്ട് ടേസ്റ്റ് രണ്ട് ഏരിയയിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്തായാലും നമുക്ക് കീപ്പ് ചെയ്തില്ല, നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ രണ്ടും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ
ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കച്ചവടം പൊടിക്കട്ടെ. നിങ്ങളുടെ ക്രിസ്മസിൻ്റെ നമ്മൾ വിചാരിച്ചേക്കാളും സെയിൽസ് കൂടട്ടെ. ഇവരുടെ കാര്യമല്ല പറയണത്, ഇവർ എന്തായാലും സെയിൽസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറയണത്. നിങ്ങളുടെ ക്രിസ്മസിൻ്റെ കച്ചവടം ഇനി വരാൻ പോകണുള്ളൂ. ഇനി നമുക്ക് സ്റ്റാർട്ടായിട്ടില്ല, സ്റ്റാർട്ട് ആവണുള്ളത്. റീറ്റെയിൽക്കാരുടെ കാര്യം പറയണം, ഇവർക്ക് ഓൾറെഡി സ്റ്റാർട്ടായി. അപ്പോൾ ഇതാണ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ 80,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് 35 വർഷത്തെ ഒരു പാരമ്പര്യം സെറ്റ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.